So, we are going to discuss the September 25 in the suggested answers today. നമ്മൾ നമ്മുടെ സെപ്റ്റംബർ 25 അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വി ഹാഡ് ഓൾറെഡി ഡിസ്കസ് ദ മൾട്ടിപ്പിൾ ചോയ്സ് എം സി ക്യു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ ഈ സെഷൻ വിൽ നോട്ട് ബി ഡിസ്കസിങ് ദ എം സി ക്യു. യു ക്യാൻ റെഫർ ദ പെർട്ടിക്കുലർ സെഷൻ. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ വിൽ പിൻ ദ സജസ്റ്റഡ് ആൻസേഴ്സ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ക്രോസ് വെരിഫൈ ചെയ്യാം ഇഫ് യു ഹാവൻ സീൻ ദ എം സി ക്യു സെഷൻ വിച്ച് വാസ് ഡിസ്കസ്ഡ് ആഫ്റ്റർ സെപ്റ്റംബർ 25 അറ്റംപ്റ്റ്. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി check the answers which was given in the below. Now this was one of the very trickiest MCQ, so അത് നിങ്ങൾ ചെയ്യാതെ പോകരുത്. നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു നമ്മുടെ സ്റ്റുഡൻസിന്. ഓൾ ടുഗെദർ നിയറിങ് 1.5 hours തന്നെ എടുത്തു എന്നാണ് പിള്ളേർ പറഞ്ഞത് എം സി ക്യു ചെയ്യാനായിട്ട്. ബിക്കോസ് ഭയങ്കര ലെങ്തി എം സി ക്യൂസ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ സജസ്റ്റഡ് ആൻസർ ഇപ്പം നമ്മൾ ആ സെഷൻ ഡിസ്കസ് ചെയ്ത സമയത്തും സെപ്റ്റംബർ 25 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് എം സി ക്യു ഡിസ്കസ് ചെയ്ത സമയത്തും ഞാൻ പറയുന്നുണ്ടായിരുന്നു ചിലപ്പം ഓപ്ഷൻ എ ആകാം അല്ല ഓപ്ഷൻ ഡി ആകാം. അതുപോലെ തന്നെയാണ് സജസ്റ്റഡ് ആൻസർ വന്നേക്കുന്നതും. അവരും കുട്ടികൾക്ക് 2 ഓപ്ഷൻ കൊടുത്തേക്കുമാണ്. എ മാർക്ക് ചെയ്ത കുട്ടികൾക്ക് മാർക്ക് കിട്ടും, ഡി മാർക്ക് ചെയ്ത കുട്ടികൾക്ക് മാർക്ക് കിട്ടും. സോ 2 ഓപ്ഷൻസ് ഒക്കെ വന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. വെരി ഡിഫിക്കൾട്ട് എം സി ക്യു. ഐ ഡോണ്ട് തിങ്ക് ദേ ആർ എവർ ഗോയിങ് ടു പുട്ട് സച്ച് എ ഡിഫിക്കൾട്ട് എം സി ക്യു. കാരണം അങ്ങനെ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് 2 ആൻസേഴ്സ് വരുന്ന രീതിയിലൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. വെരി ട്രിക്കി ഐ വുഡ് സേ. അതായത് ചില ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ മിസ്സിംഗ് ആയിരുന്നു. സോ ടു ഫൈൻഡ് ഔട്ട് ദോസ് ഓപ്ഷൻസ് ആൻഡ് ഓൾ വെരി ട്രിക്കി. 2 ആൻസേഴ്സും കറക്റ്റ് ബെസ്റ്റ് പോസിബിൾ ആൻസേഴ്സ് ഒക്കെ തന്നെയായിരുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ഗോയിങ് ടു പുട്ട് ദിസ് ലെവൽ ഓഫ് ഡിഫിക്കൾട്ട് എം സി ക്യൂസ് എവർ എഗെയിൻ. പക്ഷേ യു ഹാവ് ടു ബി പ്രിപ്പയർഡ്, അത്രേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇത് സോൾവ് ചെയ്തിട്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ ഒറ്റ റീസൺ ഇസ് സോ ദാറ്റ് യു ഹാവ് എ ഫെമിലിയാരിറ്റി വിത്ത് ഹൗ ക്വസ്റ്റ്യൻസ് വുഡ് കം. So now coming to the descriptive part, again that was actually not a difficult descriptive part. Descriptive part easy ഒക്കെ തന്നെ ആയിരുന്നു. ജസ്റ്റ് ദാറ്റ് കുട്ടികളെ എം സി ക്യു കഴിഞ്ഞ് വന്നപ്പം അവർക്ക് ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നി. ആൻഡ് ഐ ഡു സപ്പോർട്ട് സ്റ്റുഡൻസ്. കാരണം അത്രയും നേരം എടുത്ത് എം സി ക്യു സോൾവ് ചെയ്ത് വന്ന ഒരു സ്റ്റുഡൻറ്റ് നല്ല ടൈം എടുത്തിട്ടുണ്ടാവും ഈ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് എന്നാൽ കട്ട് ഷോർട്ട് ചെയ്ത് വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. നല്ല ഇലാബറേറ്റഡ് ആൻസേഴ്സ് എഴുതേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. സോ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നു. മെയ് 25 വന്ന ക്വസ്റ്റ്യൻസ് സെപ്റ്റംബർ 25 വന്നിട്ടുണ്ട്. ലൈക്ക് NFRA പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ICAയുടെ പേപ്പർ ഡിസ്കഷനകത്ത് ഒരിക്കലും പറയാൻ പറ്റില്ല തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് വന്നതുകൊണ്ട് ഈ അറ്റംപ്റ്റ് വരില്ല. ഐ ഓൾവേസ് ടെൽ സ്റ്റുഡൻസ് ഡു ആൻ ABC അനാലിസിസ്. തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് വരാത്തത് കാറ്റഗറി എക്കകത്ത് കൊടുത്തിട്ട് ആദ്യം അത് റിവൈസ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു 1 അറ്റംപ്റ്റ് പുറകോട്ടുള്ളതിനെ B കാറ്റഗറിയിലോട്ട് ഇടുക. തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് ചോദിച്ചതിനെ C കാറ്റഗറിയിലോട്ട് ഇടുക. എന്നിട്ട് യു ക്യാൻ സ്റ്റാർട്ട് റിവൈസിങ് ദ പോർഷൻ. ഐ നെവർ ടെൽ സ്റ്റുഡൻസ് ടു സ്കിപ്പ് എനി പെർട്ടിക്കുലർ ടോപ്പിക്. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെപ്റ്റംബർ 25 QPയും നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് ഒരു C കാറ്റഗറിയിൽ ഇട്ടിട്ട് നോക്കാം. അതല്ലാതെ ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് പാർട്ടും വരില്ല എന്ന് വിചാരിക്കരുത്, റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. സോ വെരി ലെങ്തി എം സി ക്യു ഓൾറെഡി ഡിസ്കസ്ഡ്. 4 കേസ് സിനാരിയോസ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഇതുപോലെ കാണിക്കും. ഇപ്പം നമ്പർ 2, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 2-നകത്ത് എയും ഡിയും ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. നമ്പർ 5-നകത്ത് A and B ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. 12th-നകത്ത് B and C ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ദേ ഹാവ് ഗിവൺ. ഇതിൻ്റെ സെറ്റ് മാറും കേട്ടോ. നിങ്ങളിപ്പം ചെക്ക് ചെയ്യുന്ന ആൻസറും അതേ സെറ്റായിട്ട്, കാരണം കേസ് സിനാരിയോ 1, 2, 3, 4 അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. സോ 2 ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുള്ള MCQs ഉണ്ട്. ദിസ് ഇസ് വാട്ട് ഐ വാസ് ട്രൈങ് ടു ടെൽ ബിഫോർ. സോ ടൈം കളയാതെ തന്നെ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. എഗെയിൻ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് 2 ലെങ്തി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കും. എന്നിട്ടായിരിക്കും വിൽ ബി കണ്ടിന്യൂ. ഭയങ്കര ലെങ്തി ആയതുകൊണ്ടാണ് കേട്ടോ. ഇറ്റ്സ് വെരി ലെങ്തി വിച്ച് വിൽ ആക്ച്വലി ബി എ റിവിഷൻ ഓൾസോ ഫോർ യു. നിങ്ങൾക്കൊരു റിവിഷൻ പോലെ തന്നെ കിട്ടുകയും ചെയ്യും. സോ ടൈം കളയാതെ തന്നെ ലെറ്റ് സ്റ്റാർട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ഇഫ് യു ആർ വാച്ചിങ് ദ സെഷൻ ലേറ്റർ, നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡൗട്ട് നിങ്ങൾക്ക് വന്നു, എന്തുകൊണ്ട് ഇത് വന്നുകൂടാ എന്നൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കണ കുറേ കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ലെറ്റ് us continue. Question number 1. Attempt any 4 questions from the remaining 5 questions, which was a compulsory question. 5 question ഏതെങ്കിലും 4 എഴുതിയാൽ മതി.
Chicago Bricks Incorporation is a company incorporated in Chicago, USA in the year 1985, engaged in the manufacture of cement and related products. So, ഇതൊരു US-ൽ ഇൻകോപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്, സിമെൻറ്റ് മാനുഫാക്ചറിങ് ആണ്. ഓൺ 10/4/2022 ഇറ്റ് 5 year. Okay, on 10/4/2022, it commenced manufacturing in India through its branch, engaged in the manufacture of fly ash bricks used in the construction of building and other infrastructure projects throughout the country. 10/4/2022 ഇന്ത്യയിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The operations of the branch have been growing in a fast pace. The turnover of the branch on 31/3/2025 since its commencement are 75, 65, 85. ഇങ്ങനെയാണ് ടേൺ ഓവർ പോയേക്കുന്നത്. ഓക്കെ, as per the data available, the branch works based on 20% net profit margin. So 20% net profit marginലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ടേൺ ഓവറിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മിസ്റ്റർ രമേഷ്, വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഓഫ് ഷിക്കാഗോ ബ്രിക്സ് ഇൻകോർപ്പറേഷൻ ഹാസ് അഡ്വൈസ് ദ ബ്രാഞ്ച് ടു കംപ്ലൈ വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് CSR and to form a CSR committee as well as monitoring the aforesaid activity for the financial year 25-26. So രമേഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഓഫ് ദിസ് പെർട്ടിക്കുലർ കമ്പനി ബ്രാഞ്ചിനോട് പറയാണ്, ഇന്ത്യയിലുള്ള ബ്രാഞ്ചിനോട് പറയാണ്, നിങ്ങൾ CSRലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതുപോലെ ഒരു CSR കമ്മിറ്റിയും നിങ്ങൾ ഫോം ചെയ്യണം എന്നാണ് ആ ഡയറക്ടർ അഡ്വൈസ് ചെയ്യുന്നത്. The branch is opposing the above view and has submitted that although the CSR provisions are applicable in the present case, but there was no requirement to constitute a CSR committee and the above CSR functions can be discharged by the board of directors themselves. So അതിനകത്ത് അവരെ എടുത്ത് പറയുകയാണ്, ബ്രാഞ്ചിനടുത്ത് ഡയറക്ടറാണ് പറയുന്നത്, നിങ്ങൾ CSRലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണം, ഒരു CSR കമ്മിറ്റിയും കൂടെ വേണം എന്ന് ഒരു വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഇൻ ദ കമ്പനിയാണ് പറയുന്നത്. രമേഷ് എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. പക്ഷേ ബ്രാഞ്ച് അത് ഒപ്പോസ് ചെയ്തിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് CSR എന്ന് പറയുന്നൊരു ഓബ്ലിഗേഷൻ വരും, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലോട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷേ CSR കമ്മിറ്റിയുടെ ആവശ്യമില്ലല്ലോ, അതിന് പകരം അത് ബോർഡ് ചെയ്താൽ പോരെ എന്നാണ് ആ ബ്രാഞ്ച് അവകാശപ്പെടുന്നത്. കൺസിഡറിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013, വെദർ ഷിക്കാഗോ ബ്രിക്സ് ഇൻകോർപ്പറേഷൻ ഇസ് കറക്റ്റ് ഇൻ ദ വ്യൂ ആസ് ടു ദ നോൺ ആപ്ലിക്കബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് CSR കമ്മിറ്റി. ബ്രാഞ്ച് പറഞ്ഞത് ശരിയാണോ, CSR കോൺട്രിബ്യൂഷൻ മാത്രം ചെയ്താൽ മതിയോ, CSR കമ്മിറ്റിയുടെ ആവശ്യമില്ലേ എന്നൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 135 റൂൾസുമാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. സോ ഇവിടെ ഇതിപ്പോൾ ഇവർ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ അങ്ങനെ എഴുതാതെ നമ്മുടെ അതേ പാറ്റേണിൽ തന്നെ പോവുക, പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. കാരണം പ്രൊവിഷൻ ഒരു സെപ്പറേറ്റ് മാർക്ക് വീഴും, കൺക്ലൂഷൻ ഒരു മാർക്ക് വീഴും. സോ ഡോണ്ട് മിക്സ് ഇറ്റ് ആൻഡ് റൈറ്റ്. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് പ്രൊവിഷൻ, അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ. സോ ഇതിനകത്ത് നമ്മുടെ CSRൻ്റെ റൂൾസും സെക്ഷൻ 135 ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 135, every company having a net worth of 500 crores or more or turnover of 500 crores or more or turnover of 1000 crore or more or net profit of 5 crore or more. ഞാൻ അതൊന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പോയിൻ്റ് ആയിട്ട് താഴോട്ട് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നെറ്റ് വർത്ത് ആണെങ്കിൽ 500, ടേൺ ഓവർ ആണെങ്കിൽ 1000, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ 5 crore. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ്റെ അടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇൻ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾ ഒരു CSR കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതായത് ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് വर्थോ അല്ലെങ്കിൽ ടേൺ ഓവറോ ഈ പറയുന്ന ലിമിറ്റിനേക്കാൾ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ 5 crore, നെറ്റ് വർത്ത് ആണെങ്കിൽ 500, ടേൺ ഓവർ ആണെങ്കിൽ 1000, ഇതിൽ എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CSR കമ്മിറ്റി വേണം. ഇസ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ CSR കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 or more ഡയറക്ടേഴ്സ്. ഈ CSR കമ്മിറ്റിക്കകത്ത് 3 or more ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. ആ പറയുന്ന കമ്പനിക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ആപ്ലിക്കബിലിറ്റി ഇല്ല ഇഫ് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് കമ്പനി. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആപ്ലിക്കബിലിറ്റി ഇല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ കമ്പനി ഇസ് നോട്ട് റിക്വയർഡ് ടു അപ്പോയിൻറ്റ് എൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ഇറ്റ് ഷാൽ ഹാവ് ഇറ്റ് CSR കമ്മിറ്റി വിത്ത് 2 or more ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ 2 or more ഡയറക്ടേഴ്സ് മതി. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആപ്ലിക്കബിൾ ആണെങ്കിൽ CSR കമ്മിറ്റിക്കകത്ത് 3 or more ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. മിനിമം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. CSR റൂൾസ് പ്രകാരം എവ്രി കമ്പനിക്ക് വേണം, ഇൻക്ലൂഡിങ് ദ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ഫോറിൻ കമ്പനി, എല്ലാവർക്കും വിച്ച് ഇസ് ഹാവിംഗ് എ ബ്രാഞ്ച് ഓഫീസ് ഓർ പ്രൊജക്ട് ഓഫീസ് ഇൻ ഇന്ത്യ വിച്ച് ഫുൾഫിൽസ് എ ക്രൈറ്റീരിയ ഷൽ കംപ്ലൈ വിത്ത് ദ എഫോസെഡ് പ്രൊവിഷൻ. നിങ്ങളുടെ കമ്പനിക്ക് ഒരു ഹോൾഡിങ്ങോ സബ്സിഡിയറിയോ ഒരു ഫോറിൻ കമ്പനിയോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ബ്രാഞ്ച് ഇന്ത്യയിലുണ്ട്, മോളിൽ പറഞ്ഞേക്കുന്ന റിക്വയർമെൻറ്റ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് എന്ത് വേണം, ഒരു CSR കമ്മിറ്റി വേണം. According to section 135, the board of every company shall ensure that the company spends in every financial year at least 2
2% of the average net profit of the company during the immediately 3 preceding financial years to the CSR contribution. So കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കുക, അതിൻ്റെ 2% നിങ്ങൾ CSRലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. CSRലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ആരാ ഉറപ്പ് വരുത്തേണ്ടത്? നമ്മുടെ ബോർഡാണ് ഉറപ്പ് വരുത്തേണ്ടത്. No. Where the amount to be spent by a company does not exceed 50 lakh rupees. നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഈ പറയുന്ന ലിമിറ്റിനേക്കാളും കൂടുവാണെങ്കിൽ CSR കമ്മിറ്റി വേണം. CSR കമ്മിറ്റിക്കകത്ത് 3 or more ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിനകത്ത് ഒരാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കും. നിങ്ങളുടെ കമ്പനിക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇല്ല, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി ഇല്ലെങ്കിൽ 2 or more ഡയറക്ടേഴ്സ് CSR കമ്മിറ്റിക്കകത്ത് മതി. എല്ലാ വർഷവും ബോർഡ് ഒരു ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് CSRൻ്റെ ആപ്ലിക്കബിലിറ്റി വരുവാണെങ്കിൽ കഴിഞ്ഞ 3 പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കുക, അതിൻ്റെ 2% CSRലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. നോ, നിങ്ങളുടെ CSR കോൺട്രിബ്യൂഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത എമൗണ്ട്, CSRലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് 50 ലാഖിനേക്കാളും കൂടുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് CSR കമ്മിറ്റിയുടെ ആവശ്യം ഇല്ല എന്നാണ് വീണ്ടും ആക്ട് പറയുന്നത്. സോ 2% പ്രൊവിഷൻ ഓർക്കണം, CSR കമ്മിറ്റിയുടെ ആപ്ലിക്കബിലിറ്റിയുടെ പ്രൊവിഷൻ ഓർക്കണം, ആർക്കൊക്കെ CSR ആപ്ലിക്കബിൾ ആകുമെന്ന് നോക്കണം. 50 ലാഖിൽ എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ CSR കമ്മിറ്റി വേണ്ട. CSR കമ്മിറ്റി വേണ്ട എന്ന് പറഞ്ഞാൽ CSRലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എന്നാണോ? അല്ല. CSR കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മിറ്റി വേണ്ട. 3 or more ഡയറക്ടേഴ്സ്, 1 shall be ID എന്നൊക്കെ പറഞ്ഞ ആ കമ്മിറ്റി ഇല്ലേ, അത് വേണ്ട. അതിന് പകരം അത് ആര് ചെയ്തേച്ചാൽ മതി? ബോർഡ് ചെയ്താൽ മതി. ആ 2% കോൺട്രിബ്യൂഷനും എന്തൊക്കെയാണോ CSR കമ്മിറ്റി ചെയ്യേണ്ട ഫങ്ഷൻസ് അത് മൊത്തം ആര് ചെയ്താൽ മതി? ബോർഡ് ചെയ്താൽ മതി. സോ ഇവിടെ ആ ബ്രാഞ്ചിൻ്റെ ആപ്ലിക്കബിലിറ്റിയെ പറ്റി അവർ പറയുകയാണ്. അവർ പറഞ്ഞിട്ടില്ലേ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ് ഓഫ് ദ മാർജിൻ എന്ന് പറയുന്നത്. സോ 20% ഓഫ് 85 crore വിച്ച് ഇസ് 17 crore. കാരണം 20% എന്നേ പറയുന്നുള്ളൂ. സോ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചെടുക്കണം. സോ 20% ഓഫ് ദ 85 crore. അപ്പോൾ 17 crore ആണ് നെറ്റ് പ്രോഫിറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഒന്ന് കമ്പ്യൂട്ട് ചെയ്തെടുത്ത് നെറ്റ് വർത്ത് നെറ്റ് പ്രോഫിറ്റ് 5 കോടിയിൽ കൂടുതൽ വരണം. നെറ്റ് പ്രോഫിറ്റ് 5 കോടി കൂടുതൽ വന്നിട്ടുണ്ടല്ലോ. ടേൺ ഓവറും താഴെയാണ്, നെറ്റ് വർത്തും താഴെയായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്താൽ മതി. 17 crore വന്നു. സോ ഓൾദോ ഇറ്റ്സ് ടേൺ ഓവർ വാസ് ലെസ് ദാൻ ദ സ്റ്റിപ്പുലേറ്റഡ് ഓഫ് 1000 crore, അവർക്ക് എന്തിൻ്റെ ആപ്ലിക്കബിലിറ്റി വരും? CSRൻ്റെ ആപ്ലിക്കബിലിറ്റി വരും. ഇൻ ടേംസ് ഓഫ് ദ എബവ് പ്രൊവിഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് മണി ടു ബി സ്പെൻഡ്. സോ ഇവർ 3 വർഷത്തെ ആവറേജ് എടുത്തിട്ടുണ്ട്. 3 വർഷത്തെ ആവറേജ് എടുത്തു, അതിൻ്റെ 2% എടുത്തു, വിച്ച് ഇസ് 15 crore. ദാറ്റ് ഇസ് 30 lakh ആണ് ടോട്ടൽ. അവർ ആവറേജ് എടുത്ത് വന്നപ്പോൾ 30 lakh വന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു 50 ലക്ഷത്തിൽ കൂടുതൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ CSR കോൺട്രിബ്യൂട്ട് ചെയ്യണം. CSRൻ്റെ ആ കോൺട്രിബ്യൂഷൻ 50 ലക്ഷത്തിൽ കൂടുന്നില്ലെങ്കിൽ CSR കമ്മിറ്റി വേണ്ട. അപ്പോൾ ഈ 30 lakh കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്, ഏതിലോട്ട് പോകണം എന്നൊക്കെ ചെയ്യേണ്ടത് CSR കമ്മിറ്റിയല്ല. ഫങ്ഷൻസ് കാര്യം ചെയ്തോളും, ബോർഡ് ചെയ്തോളും. സോ ഈ ഇന്ത്യൻ ബ്രാഞ്ചായിട്ടുള്ള 50 ലാഖിൽ എക്സീഡ് ചെയ്യാത്തതുകൊണ്ട് ഇന്ത്യൻ ബ്രാഞ്ച് ഓഫ് ഷിക്കാഗോ ബ്രിക്സ് CSR കമ്മിറ്റിയുടെ ആപ്ലിക്കബിലിറ്റിയിലോട്ട് കംപ്ലൈ ചെയ്യേണ്ട. അത് മൊത്തം ആര് ചെയ്തോളും? ബോർഡ് ചെയ്തോളും. സോ ഷിക്കാഗോ ബ്രിക്സിൻ്റെ നമ്മുടെ CSR കമ്മിറ്റി ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ശരിയല്ല. ആ ഫങ്ഷൻസ് മൊത്തം ആര് ചെയ്തോളും? ബോർഡ് ചെയ്തോളും. അവർ ഏതിലോട്ട് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി? 2% ആവറേജ് എന്ന് പറയുന്ന CSR കോൺട്രിബ്യൂഷൻ മാത്രം നടത്തിയാൽ മതി. സോ ഇതിവരിപ്പം മിക്സ് ചെയ്ത് ആൻസർ എഴുതിയേക്കുന്നത്, നമുക്കത് 3 പാരഗ്രാഫായിട്ട് കൊടുത്താൽ മതി. പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. ഇങ്ങനത്തെ വർക്കിംഗ് നോട്ട് ഉള്ളപ്പോൾ കൺക്ലൂഷന് ശേഷം നിങ്ങളത് കാണിക്കുക. സോ പ്രൊവിഷനകത്ത് ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മുടെ ആപ്ലിക്കബിലിറ്റിയിലെ എന്താണ് നെറ്റ് വർത്ത്, ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ് അത് എഴുതണം. പിന്നെ 50 ലാഖിൽ എക്സീഡ് ചെയ്യാത്തതിൻ്റെ കാര്യം എഴുതണം. 2% ആവറേജ് പ്രോഫിറ്റ്. ഈ 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇതിനേക്കാളും എക്സീഡ് ചെയ്യുന്നില്ല 50 ലാഖിനേക്കാളും എങ്കിൽ ബോർഡ് അത് ഡിസ്ചാർജ് ചെയ്തോളും. ഇത്ര മാത്രമേ പ്രൊവിഷനകത്ത് വരത്തുള്ളൂ. അനാലിസിസിനകത്ത് ക്വസ്റ്റിനകത്ത് വേണ്ട 1-2 ഫാക്റ്റുകൾ മാത്രം കൊടുക്കുക. കൺക്ലൂഷൻ വരാൻ നേരത്ത് നിങ്ങളത് കമ്പ്യൂട്ട് ചെയ്ത് കാണിക്കുക. ആവറേജ് 3 അതായത് നെറ്റ് പ്രോഫിറ്റ് 20% ഓഫ് ദ മാർജിനേ പറയുന്നുള്ളൂ. സോ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ കാണിക്കുക. നിങ്ങൾ 2% ആവറേജ് എടുക്കുന്നത് കാണിക്കുക. ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റിന് ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് CSR കോൺട്രിബ്യൂഷൻ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഫൈനലായിട്ടൊരു ലൈൻ കൺക്ലൂഡ് ചെയ്തോണം. ഇത്രയും സാധനം കൺക്ലൂഷനകത്ത് വരണം. പ്ലസ് അതായത് വർക്കിംഗ് നോട്ടിൻ്റെ ഭാഗമായിരിക്കണം. എന്നിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം, ഇവിടെ CSR കോൺട്രിബ്യൂഷൻ നടത്തണം, പക്ഷേ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, CSR കമ്മിറ്റി ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ആ ഫങ്ഷൻസ് ആര് ഡിസ്ചാർജ് ചെയ്താൽ മതി? ബോർഡ് ഡിസ്ചാർജ് ചെയ്താൽ മതി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതൊരു പ്രോപ്പർ പ്രസൻറ്റേഷൻ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ തെറ്റില്ല. ഇഫ് യു ഗോ ത്രൂ, ഇഫ് യു ആർ ആക്ച്വലി ഫോളോയിങ് എ പ്രോപ്പർ presentation, it wouldn't take much time. എന്തുകൊണ്ടത് ലെങ്തി ആയത്? ഇതിനകത്ത്
കുറേ ഇൻഫർമേഷൻസ് എഴുതാനായിട്ടുണ്ട്. എ ലോഡ് ഓഫ് ഇൻഫർമേഷൻസ്. ആ 3 പ്രൊവിഷൻ്റെ ആപ്ലിക്കബിലിറ്റിയാണ് വന്നേക്കണം. യു വിൽ ഹാവ് ടു റൈറ്റ് ദാറ്റ്, യു ഹാവ് ടു റൈറ്റ് ദ എക്സ്പ്ലനേഷൻ ഫോർ ദ കൺക്ലൂഷൻ. ഇൻ ദ കൺക്ലൂഷൻ ഓൾസോ യു ഹാവ് ടു ഷോ ദ വർക്കിംഗ് നോട്ട്. ഇതിപ്പോൾ അവർ വർക്കിംഗ് നോട്ട് ബ്രാക്കറ്റ് കൊടുത്തേക്കുക, വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. സോ ഇവിടെ നമുക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രൊവിഷൻ എഴുതിയിട്ടുണ്ട് ആ 3 പാരഗ്രാഫിനകത്ത്, ആ പ്രൊവിഷന് മാർക്ക് വീഴും. അല്ലെങ്കിൽ നമുക്ക് മൊത്തം എല്ലാം കൂടെ കൂട്ടിക്കലർത്തി എഴുതുവാണെങ്കിൽ എന്തിനൊക്കെ മാർക്ക് ഇടണം എന്തിനൊക്കെ മാർക്ക് ഇടണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും എക്സാമിനറിന്. സോ ഓൾവേസ് പ്രസന്റ് ദി ആൻസർ ഇൻ 3 ഡിഫറെൻറ്റ് പാരഗ്രാഫ്: പ്രൊവിഷൻ, അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ. I hope that's clear. ചെറിയൊരു ഡിലേ ഉണ്ട് എപ്പോഴും ഞാൻ സംസാരിക്കുന്നതും നിങ്ങളുടെ ചാറ്റും തമ്മിൽ. സോ ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ വെരി ഫ്യൂ സെക്കൻഡ്സ്. ഇഫ് ദർ ഇസ് എനി ഡൗട്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. Okay, so let us continue. I hope it's clear. Now, the next one, that was also a bit a trickier question only. Forward Troopers Limited is a public limited company engaged in the manufacturing of wearable protective gear and accessories including helmet and shield for supply to the armed forces in the country. So they're a public limited company aane. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇറ്റ് ഈസ് എ സബ്സിഡിയറി ഓഫ് സെക്യൂരിറ്റീസ് ട്രൂപ്പേഴ്സ് ലിമിറ്റഡ്. സോ രണ്ടും ഒരു പബ്ലിക് കമ്പനി തന്നെയാണ്. ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഫോർവേഡ് ട്രൂപ്പേഴ്സ് ലിമിറ്റഡ് ആസ് പെർ ദ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഇസ് ആസ് ഫോളോസ്. സോ നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഇതാണ് അവരുടെ ഡീറ്റെയിൽസ്: ഫുള്ളി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോൺ ഫ്രം GHB പ്രൈവറ്റ് ലിമിറ്റഡ് ബാങ്കേഴ്സ്, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഫോർവേഡ് ട്രൂപ്പേഴ്സ് ലിമിറ്റഡ് ഹാവ് പ്ലാൻഡ് അപ്പോൺ ദ ഫോളോയിങ് സ്കീം ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഫെസിലിറ്റേറ്റ് ദ പർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ് ബൈ ഇറ്റ്സ് എംപ്ലോയീസ്. കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ പറയുന്ന കമ്പനി അതിൻ്റെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്, ആ കമ്പനിയുടെ തന്നെ ഷെയർസ് മേടിക്കാനായിട്ട്. സോ എപ്പോഴും ഓർക്കേണ്ട ഒരു സംഭവം, ഒരു പബ്ലിക് കമ്പനീൻ്റെ മുകളിൽ ചില റെസ്ട്രിക്ഷൻസ് 67 സബ്സെക്ഷൻ 2 വെച്ചിട്ടുണ്ട്. ഇത്രയും കേൾക്കാൻ നേരത്ത് ഇത്രയും വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കത്തണം. അപ്പോൾ അതാണ് സെക്ഷൻ നമ്പർ എപ്പോഴും ഓർക്കണം നമ്മൾ പറയണേ. സോ 67 സബ്സെക്ഷൻ 2 എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു തരത്തിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റില്ല. അതായത് ലോണായിട്ടോ ഗ്യാരണ്ടി ആയിട്ടോ സെക്യൂരിറ്റി ആയിട്ടോ നിന്ന് അവനോൻ്റെ ഷെയർസ് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു അസിസ്റ്റൻസ് കൊടുക്കരുത്. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ലോൺ കൊടുത്തിട്ടോ സെക്യൂരിറ്റി നിന്നിട്ടോ ഗ്യാരണ്ടി നിന്നിട്ടോ അതിൻ്റെ തന്നെ ഷെയർസ് മേടിക്കാനായിട്ട് ഒരു അസിസ്റ്റൻസ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പക്ഷെ അതിൻ്റെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എംപ്ലോയീസിന് ഒരു സ്പെഷ്യൽ സ്കീമിൻ്റെ അടിയിൽ SR പാസ്സാക്കി അതിനൊരു ലിമിറ്റുണ്ട്, അതുവരെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് 67 സബ്സെക്ഷൻ 2ഉം റൂൾ 16ഉം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു ലോണോ ഗ്യാരണ്ടിയോ സെക്യൂരിറ്റി അങ്ങനത്തെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി റാൻഡം ആയിട്ടുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് ഞങ്ങളുടെ ഷെയർസ് മേടിച്ചോളൂ, ഞങ്ങൾ അതിന് അസിസ്റ്റൻസ് തരാമെന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് അവരെടുക്കാൻ വേണ്ടി പാടില്ല. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റും. ആർക്ക് കൊടുക്കാൻ പറ്റും? അവരുടെ തന്നെ എംപ്ലോയീസിന് ഒരു സ്പെഷ്യൽ സ്കീമിൻ്റെ അടിയിൽ SR പാസ്സാക്കി ഒരു ലിമിറ്റ് വരെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല. നോ ടു ക്രിയേറ്റ്, അപ്പോൾ ആ 67 സബ്സെക്ഷൻ 2 റൂൾ 16 തലയിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ എന്തിനൊക്കെയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്? ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫോം ഓഫ് എ ട്രസ്റ്റ് വിച്ച് വുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഓഫ് ഫോർവേഡ് ട്രൂപ്പേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോൺ ഓഫ് 110 crore by the aforesaid company itself. The trustee therein would purchase the shares worth above mentioned
ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയീസ്. സോ ഒരു ട്രസ്റ്റിന് അവർ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, ലോണാണ് കൊടുക്കുന്നത്, 110 കോടിയാണ് അവർ കൊടുക്കുന്നത്. എന്തിനാണ് ട്രസ്റ്റിന് ലോൺ കൊടുക്കുന്നത്? ആ ട്രസ്റ്റ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഷെയർസ് മേടിക്കും, കുഴപ്പമൊന്നുമില്ല, എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ. To provide loan directly to the employee to the maximum of their 5-month salary to enable them to buy fully paid up shares. പിന്നെ ലോൺ ഡയറക്റ്റ്ലി എംപ്ലോയീസിനും കൊടുക്കുന്നുണ്ട്, അവരുടെ 5 month സാലറിയേക്കാളും എക്സീഡ് ചെയ്യുന്നില്ല. ഓക്കെ. Mr. Strong, one of the directors has although approved the first scheme but have opposed the second one. അതായത് ട്രസ്റ്റിന് കൊടുക്കുന്നു എന്ന് പറയുന്നത് അപ്രൂവ് ചെയ്തു, പക്ഷേ എംപ്ലോയീസിന് ഡയറക്ട്ലി 5 month സാലറി വരെ ലോൺ കൊടുക്കുന്നത് ഒപ്പോസ് ചെയ്തു, സമ്മതിച്ചില്ല. ക്ലെയിമിംഗ് ദാറ്റ് എംപ്ലോയീസ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ലോൺ ഫോർ പർച്ചേസ് ഓഫ് ഫോർവേഡ് ട്രൂപ്പേഴ്സ് ലിമിറ്റഡ് ബട്ട് നോട്ട് ഓഫ് ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി. സ്വന്തം കമ്പനിയുടെ ആ കമ്പനിയുടെ തന്നെ ഷെയർസ് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഹോൾഡിംഗ് കമ്പനിയുടെ മേടിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. കൺസിഡറിംഗ് ദ പ്രൊവിഷൻസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 along with the applicable rules and regulations, answer the following. The validity of the decision of the board of directors of Forward Troopers Limited to provide a loan worth 110 crore to the trust to aid the employees to buy shares. ഒരു ട്രസ്റ്റിന് പൈസ കൊടുക്കുന്നു 110 കോടി, അതിന് എംപ്ലോയീസിന് വേണ്ടി തന്നെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ, അങ്ങനെ ട്രസ്റ്റിന് കൊടുത്തതുകൊണ്ട് കുഴപ്പമുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1 അത് വാലിഡ് ആണോ? Question number 2, the validity of contention of Mr. Strong on grant of loan for the purchase of shares of Security Troopers Limited. സോ അതിന് ഡയറക്റ്റ്ലി എംപ്ലോയീസിന് തന്നെ കൊടുത്തു, ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് മേടിക്കാൻ, അങ്ങനെ കൊടുത്തത് കൊണ്ട് കുഴപ്പമുണ്ടോ? സോ രണ്ട് കേസായിട്ട് വേണം ആൻസർ ചെയ്യാൻ. 67 subsection 2 rule 16 ആണ് ആപ്ലിക്കബിൾ. അഗെയിൻ ആസ് യൂഷ്വൽ ലൈക്ക് ഐ സെഡ്, പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ, അങ്ങനെ 3 പാരഗ്രാഫ് ആക്കി കൊടുക്കാൻ പാടുള്ളൂ. സോ നല്ല ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് വെരി ലെങ്തി. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. According to section 67 subsection 2, no public company shall give, whether directly or indirectly, a loan, guarantee, security or any financial assistance for the purpose of purchase or subscription of shares in the company or its holding company. അപ്പോൾ ഈ ഞാൻ എന്തിനാണ് 67 subsection 2 എന്ന് എടുത്ത് പറയുന്നത്? 67 subsection 1 വേറൊരു കാര്യമാണ് പറയുന്നത്, 67 subsection 2 വേറൊരു കാര്യമാണ് പറയുന്നത്. 67 subsection 2-നകത്ത് ഈ റെസ്ട്രിക്ഷൻ പബ്ലിക് കമ്പനിക്ക് വേണ്ടി മാത്രമാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. Now, the above provision shall not apply to the provision by a company of money in accordance with any scheme. ഈ റെസ്ട്രിക്ഷൻ ആർക്ക് അപ്ലൈ ചെയ്യൂല? ഇഫ് ഇറ്റ് ഇസ് എനി സ്കീം അപ്രൂവ്ഡ് ബൈ ദ കമ്പനി ത്രൂ എ SR in accordance with the provisions of the act for the purchase or subscription of fully paid up shares in the company or the holding company by a trustee for the benefit of employees or such shares held by the employee of a company. 67 subsection 2 പബ്ലിക് കമ്പനി നീ ലോൺ കൊടുക്കരുത്, ഗ്യാരണ്ടി നിൽക്കരുത്, സെക്യൂരിറ്റി നിൽക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നിനക്കൊരു എക്സെപ്ഷൻ തരുവാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ്, നിനക്ക് വേണം എന്നുണ്ടെങ്കിൽ അസിസ്റ്റൻസ് കൊടുക്കാം ഇഫ് ഇറ്റ് ഇസ് ടു യുവർ എംപ്ലോയീസ് അപ്രൂവ്ഡ് ബൈ എ സ്കീം എന്നൊന്ന് SR വെച്ച് പാസ്സാക്കിയ ഒരു സ്കീം വഴിയാണെങ്കിൽ നീ കൊടുത്തോളൂ. ഒരു ട്രസ്റ്റി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ് അവർക്ക് വേണേ കൊടുക്കാനായിട്ടാണെങ്കിൽ നീ കൊടുത്തോളൂ. അല്ലാണ്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, ലോൺ എന്നുള്ള രീതിയിലോ സെക്യൂരിറ്റി എന്നുള്ള രീതിയിലോ ഗ്യാരണ്ടി എന്നുള്ള രീതിയിലോ കൊടുക്കാൻ പാടില്ല. റൂൾ 16 എടുത്ത് പറയുകയാണ്. റൂൾ 16 വേറെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. The provision of money by a company for purchase of its own shares by employees or by trustee for the benefit of employees കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? Unless it complies with some condition such as it is approved by SR, such as it is approved by a SR in the general meeting and the value of the shares to be purchased or subscribe in aggregate shall not exceed 5% of the aggregate of paid up share capital and free reserve. അപ്പോൾ നീ എംപ്ലോയിക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ട്രസ്റ്റിക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ്. പക്ഷേ ഒരു സ്കീം പ്രകാരമായിരിക്കണം, ആ സ്കീം അപ്രൂവ്ഡ് ബൈ SR ആയിരിക്കണം. ഇതൊക്കെ പോരാഞ്ഞിട്ട് നീ മേടിക്കാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഷെയർസ് നിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ഇതിൻ്റെ 5% കൂടാൻ പാടില്ല. അത്രമാത്രം പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിൽ നിനക്ക് ലോൺ അസിസ്റ്റൻസ് കൊടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ അനുസരിച്ചിട്ട് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ടല്ലോ. നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, തൊട്ട് മുകളിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടേഷനിലോട്ട് പോകും. ഇത്രയാണ് പ്രൊവിഷനകത്ത് വരിക. അനാലിസിസിനകത്ത് 1-2 ഫാക്ട്സ് മാത്രം കൊടുക്കുക ആൻഡ് യു ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ കൺക്ലൂഷൻ. സോ ടെക്നിക്കലി ഇത് അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കൺക്ലൂഷൻ പോലെ തന്നെ ഡിസ്കസ് ചെയ്യാം.
ഇവരൊരു എന്തുകൊണ്ട് ഇവരിങ്ങനെ മിക്സ് ചെയ്ത് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി പേപ്പർ അല്ലേ. സോ പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ എന്നും പറഞ്ഞിട്ട് എഴുതി വരുമ്പോൾ ഒരു 100 പേജിനടുത്തെങ്കിലും ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഹൗ ട്രിപ്പിൾ ഐ ഹാസ് പ്രസൻറ്റ് ദ PDF and സെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് മിക്സ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. പക്ഷേ വെൻ വി റൈറ്റ് യു ക്യാൻ ജസ്റ്റ് സെപ്പറേറ്റ് ആൻഡ് ഷോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഓഫ് ഷെയർസ് അവർ പർച്ചേസ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ, അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സിൻ്റെ 5%-നേക്കാളും 107.85 crore എക്സീഡ് ചെയ്യാൻ പാടില്ല. എംപ്ലോയീസിന് കൊടുക്കാനായിട്ട് ആ കേസ് നമ്പർ 1-നകത്ത് ട്രസ്റ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ്. രണ്ടാമത്തേനകത്ത് എംപ്ലോയിക്ക് ഡയറക്ട്ലി അസിസ്റ്റൻസ് കൊടുക്കുവാണ് ഫോർ പർച്ചേസിങ് ദ ഷെയർസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, അപ്പോൾ ഇവർ ലോൺ കൊടുക്കുന്നത് 110 കോടിയാണ് ഫസ്റ്റ് കേസിൽ ട്രസ്റ്റിയിൽ. അപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് വാലിഡ് ആസ് ദ എമൗണ്ട് ഇസ് ബിയോണ്ട് ദ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ്. കാരണം എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് എടുക്കുക, അതിൻ്റെ 5%-നേക്കാളും കൂടുതൽ ഈ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കരുത്. 110 crore ആണ് അവർ ട്രസ്റ്റിക്ക് കൊടുക്കുന്നത്, വിച്ച് ഇസ് നോട്ട് പെർമിസിബിൾ ബൈ ദ ആക്ട്. എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? ലിമിറ്റ് ചെയ്തോണം. 107.85 crore ആയിട്ട് ലിമിറ്റ് ചെയ്തോണം. സോ ഫസ്റ്റ് കേസ് വാലിഡ് അല്ല. രണ്ടാമത് എംപ്ലോയിക്ക് ഡയറക്ട്ലി കൊടുക്കുകയാണ് 5 months സാലറി വരെ. അപ്പോൾ 6 months സാലറി വരെ അവർക്ക് കൊടുക്കാം കേട്ടോ. As per the provisions of 67, again subsection 3, it shall not apply to the giving of loans by a company to a persons in employment of a company other than a director or KMP for an amount not exceeding their salary or wages for a period of 6 months. സോ മോളി പറഞ്ഞിരിക്കുന്ന ഈ 5% ഇതൊക്കെ അവർക്കാണ്, അതായത് ഇഫ് യു ആർ ഗിവിങ് ഇറ്റ് ടു ട്രസ്റ്റി അവർക്കാണ് ആപ്ലിക്കബിൾ ആവുന്നത്. സോ എംപ്ലോയിക്ക് ഡയറക്ട്ലി കൊടുക്കുവാണ് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ. അവർ ആ 6 months സാലറി വരെ നിങ്ങൾക്ക് കൊടുക്കാം. ഈ എംപ്ലോയി എന്ന് പറയുമ്പോൾ ഡയറക്ടറിനെ കൂട്ടരുത്, KMPനെ കൂട്ടരുത്. സോ ഇവിടെ 5 months സാലറി വരെ കൊടുത്തിട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇതാ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇവിടെ അവർ 5 months സാലറി വരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞ എന്താണ്? അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ ഒരാൾ പറയുന്നത്. അയാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് അല്ല. കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. സോ ട്രസ്റ്റിക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ നോക്കണ്ടേ? ആ 5% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് നോക്കുക. അതിലോട്ട് ലിമിറ്റ് എക്സീഡ് ചെയ്യുക. അതിനേക്കാളും എക്സീഡ് ചെയ്താൽ പെർമിസിബിൾ ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്തു, വാലിഡിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ എഴുതണം. രണ്ടാമത്തെ കേസിനകത്ത് എംപ്ലോയിക്ക് ഡയറക്ട്ലി കൊടുക്കുമ്പോൾ 5 months സാലറി അല്ല 6 months സാലറി വരെ കൊടുക്കാം. സോ 5 months സാലറി വരെ കൊടുത്തിട്ടുള്ളത് ശരിയാണ്. പക്ഷേ ഒരാൾ ഒപ്പോസ് ചെയ്തിട്ട് പറയാണ് 5 months സാലറി അത്രയൊന്നും കൊടുക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇവിടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്തോട്ടെ, 6 months സാലറിയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് ഷോ ദ കൺക്ലൂഷൻ പാർട്ട്, ദാറ്റ്സ് ഇറ്റ്. ഇത് പ്രൊവിഷനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് പ്രൊവിഷൻ 6 months സാലറി വരെ എന്നുള്ള രീതിയിൽ എഴുതി കൺക്ലൂഡ് ചെയ്താലും മതി. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ അഗെയിൻ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ അഗെയിൻ. ഇതിനകത്ത് ദ സെക്കൻഡ് പാർട്ടില്ലേ, അതായത് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്, അതായത് തൊട്ട് മുന്നത്തെ ഈ സെക്കൻഡ് പാർട്ടില്ലേ, ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ ഇത്തവണയും
മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കും കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം പെർ മന്ത് സാലറി ഈസ് 10,000 rupees, സോ 6 months സാലറി എന്ന് പറയുമ്പോൾ 60,000 rupees, അവർ അസിസ്റ്റൻസ് കൊടുത്തത് 70,000 ആണ്, ഇസ് ഇറ്റ് പെർമിസിബിൾ എന്നൊക്കെ ഉള്ള രീതിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുക കേട്ടോ. ദിസ് പാർട്ട് ദേ കെൻ ആസ്ക് ആസ് MCQ ഓൾസോ ഇഫ് ദേ ആർ നോട്ട് planning to put a repeated question for descriptive, they can include this in the MCQ part. Okay, going for the next question. This question is something very different. Like, I have not seen these kind of questions in the workbook or any previous attempt. So you can mark this question as important. They can ask for the descriptive part again in this attempt. Already ചോദിച്ചുകൊണ്ട് കുട്ടികൾ ഒരു ഫെമിലിയാരിറ്റി ക്രിയേറ്റ് ചെയ്തു എന്നൊരു assumption കൊടുത്തിട്ട് they can repeat the same question, or they can even go for a MCQ. Heavy Loaders Limited is a public limited company incorporated in India and engaged in the manufacture of loader vehicles used for commercial construction purposes. So, idoru public limited company aanu, incorporated in India aanu, commercial construction purpose വേണ്ടിയിട്ടാണ്. It is planning to expand its business outside India and hence come in contact with Mr. Fred, an American citizen working as an agent of the company, planning to secure business in the USA. ഫ്രെഡ് എന്ന് പറയുന്ന പുള്ളിക്കാരനായിട്ട് ഒരു ഡീലിലോട്ട് അവർ ഏർപ്പെട്ടു. ഈ കമ്പനി പുള്ളിക്കാരൻ ഒരു US സിറ്റിസൺ ആണ്, ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്. ആ കമ്പനിക്ക് ബിസിനസ് ഒക്കെ പിടിച്ചു കൊടുക്കാനായിട്ടാണ് പുള്ളിക്കാരനുമായിട്ടൊരു ഡീലിലോട്ട് ഏർപ്പെടുന്നത്. മിസ്റ്റർ ഫ്രെഡ് ഹാസ് ഇൻഫോം ദി ഡയറക്ടേഴ്സ് ഓഫ് Heavy Loaders Limited that another Indian company engaged in the commercial construction business has a requirement of 25 loader vehicles for its wholly owned American subsidiary company. അപ്പോൾ മിസ്റ്റർ ഫ്രെഡ് ഈ ഹെവി ലോഡേഴ്സിനെ ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞു, എടോ വേറൊരു ഇന്ത്യൻ കമ്പനിക്ക് 25 ലോഡർ വെഹിക്കിൾസിൻ്റെ ആവശ്യമുണ്ട്, which is its wholly owned American subsidiary company. Heavy Loaders Limited supplied the required loader vehicles with an invoice value of $350,000 in exchange of allotment of equity capital of the same worth in the American company. So $350,000 worth ആയിട്ടുള്ള ലോഡർ വെഹിക്കിൾസ് ആണ് കയറ്റി വിട്ടത്. പക്ഷെ മണി അല്ല റിസീവ് ചെയ്തത്, പകരം റിസീവ് ചെയ്തത് എന്താണ്, ഇക്വിറ്റി ക്യാപിറ്റലാണ് റിസീവ് ചെയ്തത്. Mr. Fred has asked for an export agent commission of 15% of the invoice value of goods supplied from Heavy Loaders Limited, to which Heavy Loaders Limited has refused the payment on the ground that maximum commission that can be paid is 10% of the invoice value of goods supplied. Mr. Fred ചോദിച്ചത് 15% കമ്മീഷൻ ആണ് ഓഫ് ദ ഇൻവോയ്സ് വാല്യൂ ഓഫ് ദ ഗുഡ്സ്. പക്ഷെ മാക്സിമം കമ്മീഷൻ 10% തരാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. കൺസിഡറിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് FEMA, ഡിസൈഡ് വെദർ ദ എബോവ് ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈങ് മെഷീൻസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എക്സ്പോർട്ട്, കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ആബ്സെൻസ് ഓഫ് മോണിറ്ററി ഫാക്ടർ ഇൻ ദ എബോവ് ട്രാൻസാക്ഷൻ. ഇവിടെ അവർ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് വെഹിക്കിൾസ് അല്ലേ, ഇവർക്ക് മണി ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, മോണിറ്ററി ട്രാൻസാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അതുകൊണ്ട് എക്സ്പോർട്ട് ആയിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ നമ്പർ 1. വെദർ ദ റേറ്റ് ഓഫ് എക്സ്പോർട്ട് ഏജന്റ് കമ്മീഷൻ ഡിമാൻഡഡ് ബൈ മിസ്റ്റർ ഫ്രെഡ് ക്യാൻ ബി പെയ്ഡ് ഓർ കൺഫൈൻ ഓൺലി ടു 10% ഓഫ് ദ ഇൻവോയ്സ് വാല്യൂ. മിസ്റ്റർ ഫ്രെഡ് ചോദിച്ചത് 15%, പക്ഷെ അവർ പറയുന്നത് 15 തരാൻ പറ്റില്ല, 10 തരാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും 15 ശരി 10 ശരി എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളോട് ചോദിച്ചേക്കണേ. ഫസ്റ്റ്, ഇത് എക്സ്പോർട്ട് ആണോ അല്ലയോ? ഇന്ത്യയുടെ പുറത്ത് നീ ഒരു സാധനം എടുക്കുമ്പോൾ അവിടെ മോണിറ്ററി ആണോ മോണിറ്ററി അല്ലേ എന്നൊന്നും അല്ല നീ നോക്കണ്ടേ, അവിടെ എക്സ്പോർട്ട് ആയി, ദാറ്റ് ബിക്കംസ് എൻ എക്സ്പോർട്ട്. യു ഹാവ് ടു കാറ്റഗറൈസ് ദാറ്റ് ആസ് എക്സ്പോർട്ട് ഓൺലി. അതിനകത്തൊരു വ്യത്യാസമൊന്നുമില്ല. ദാറ്റ് ഇസ് സെൻഡിങ് ഗുഡ്സ് ഔട്ട് ഓഫ് ഇന്ത്യ, അതിനെ നമ്മൾ എന്ത് തന്നെയാണ് പറയുക, എക്സ്പോർട്ട് എന്ന് തന്നെയാണ് പറയുക. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ഓഫ് ദ FEMA, export with its grammatical variations and cognate expression means taking out of India to a place outside India any goods or the provision of services from India to any person outside India. നീ ഇന്ത്യയുടെ പുറത്തൊരു ഗുഡ്സ് കൊടുക്കുന്നത് എക്സ്പോർട്ടായിട്ട് കാണും, ഒരു സർവീസ് ഇന്ത്യയുടെ പുറത്തുള്ള ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ടായിട്ട് കാണത്തുള്ളൂ. ഇൻ ദ ഗിവൺ കേസ് ഹെവി ലോഡേഴ്സ് ലിമിറ്റഡ് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇൻവോയ്സ് വാല്യൂ $350,000 വർത്ത് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്ത് കിട്ടുന്നു. അവർ കൊടുക്കുന്നത് ആ ഹെവി ലോഡ്, ആ ട്രക്കാണ് അവർ പുറത്തോട്ട് കൊടുക്കുന്നത്. സിൻസ് എ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ടേക്കിംഗ് ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ, അത് ലോഡർ വെഹിക്കിളിൻ്റെ പൈസയാണ് $350,000. അതിനവർ പൈസ റിസീവ് ചെയ്യുന്നില്ല, പകരം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഹോളി ഓൺഡ് സബ്സിഡറിയിൽ അവർ കൊടുക്കുവാണ്. അവിടെ നിനക്ക് മോണിറ്ററി കൺസിഡറേഷൻ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അല്ല നീ നോക്കണ്ട, നീ ആ ട്രക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോയോ, ടേക്കിംഗ് സംതിങ് ഔട്ട്സൈഡ് ഇന്ത്യ, ടേക്കിംഗ് ദ ഗുഡ്സ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇറ്റ് വിൽ ബി കാറ്റഗറൈസ്ഡ് ആസ് എക്സ്പോർട്ട് ഓൺലി. കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല, ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എക്സ്പോർട്ട്. രണ്ടാമത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, നമ്മുടെ പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ 15 10 ശരി? രണ്ടും തെറ്റാണ്. ആസ് പെർ സ്കെഡ്യൂൾ 1 ഓഫ് FEMA,
Withdrawal of foreign exchange is prohibited for payment of commission on exports made towards equity investment in joint venture, wholly owned subsidiary abroad of Indian company. Hence, the payment of any commission by heavy loaders to Mr. Fred is prohibited in the given situation. നീ കമ്മീഷൻ കൊടുക്കുവാണ്. എന്തിനാണ് കമ്മീഷൻ കൊടുക്കുന്നത്? നീ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. എവിടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്? ഒരു ജോയിൻറ്റ് വെഞ്ചറിലോ ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ആൻ ഇന്ത്യൻ കമ്പനിയിലോ ആണ് നീ നടത്തിയത്. യു ഡിഡ് എൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ജോയിൻറ്റ് വെഞ്ചർ ഓർ എ ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് എൻ ഇന്ത്യൻ കമ്പനി. സോ അത് ചെയ്യാൻ പാടില്ല. ആസ് പെർ ഷെഡ്യൂൾ 1 ഇറ്റ് ഇസ് നോട്ട് അലൗഡ്. അതിന് വേണ്ടി നിനക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നീ 15 കൊടുത്താലും 10 കൊടുത്താലും രണ്ടും തെറ്റാണ്. ബോത്ത് ആർ പ്രൊഹിബിറ്റഡ്. രണ്ടും സമ്മതിക്കൂല. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് സോർട്ടഡ് ഔട്ട് ഇൻ വർക്ക് ബുക്ക് ബിക്കോസ് പ്രീവിയസ് ഇയർ അങ്ങനെ ചോദിച്ചിട്ടില്ല. സോ ദിസ് ഇസ് വൺ ക്വസ്റ്റ്യൻ ഐ വുഡ് സേ ദർ ആർ ചാൻസസ് ദേ ക്യാൻ റിപ്പീറ്റ് ദ സെയിം ക്വസ്റ്റ്യൻ ഐദർ ആസ് MCQ ഓർ ഈവൻ ആസ് ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ എഗെയിൻ. ഒന്നുകൂടെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അഗെയിൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം വലിയ വലിയ ക്വസ്റ്റൻ കൊണ്ടാണ് ഞാൻ ഒന്ന് പോസ് ചെയ്ത് ചോദിക്കുന്നത്. ഏതിലൊരു ഭാഗത്തൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടോ? ഇറ്റ്സ് വെരി ലെങ്തി ക്വസ്റ്റൻ റൈറ്റ് കമ്പയർഡ് ടു ഓൾ അതർ അറ്റംപ്റ്റ്. ഓക്കെ, നോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഐ ഹോപ്പ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ക്ലിയർ. നോ ഇതും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് നമ്മുടെ കമ്പൽസറി ക്വസ്റ്റൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റൻ കാറ്റഗറിയിലോട്ട് കയറുവാണ്. ക്വസ്റ്റൻ നമ്പർ 2A. നോ ഈ ഒരു ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഓൾമോസ്റ്റ് മെജോറിറ്റി അറ്റംപ്റ്റ് ഐ വുഡ് സേ ദേ വാസ്റ്റ് EGM എന്ന് പറയുന്ന ഒരു ഏരിയ. EGM ഇസ് എൻ ഏരിയ ദേ ഹാവ് റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് എ ക്വസ്റ്റൻ. ഏതൊരു അറ്റംപ്റ്റ് നോക്കിയാൽ എവിടെയെങ്കിലൊക്കെ ഈജിയത്തിന് ഒരു ക്വസ്റ്റൻ കാണും. MCQലോ ഡിസ്ക്രിപ്റ്റീവിലോ ഒരേ ക്വസ്റ്റൻ പേപ്പർ തന്നെ 2 തവണയൊക്കെ ഈജിയത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ മാർക്ക് ദിസ് ക്വസ്റ്റൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദിസ് ക്വസ്റ്റൻ ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു EGM, എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ്. Mark this question as important. Autumn and Spring Limited is a public limited company engaged in 5 businesses of manufacturing traditional designer garments for men and women for various festivals and occasions. 2 company ഉണ്ട്. അവർ ട്രഡീഷണൽ ഡിസൈനർ ഗാർമെൻറ്റ്സ് ചെയ്യുന്ന കമ്പനീസാണ്. The company was incorporated in the year 2023 and has a paid up share capital base of 256 crores and revaluation reserves of 75.45 crores for the financial year 23-24. ഇതാണ് അവരുടെ ക്യാപിറ്റൽ ബേസും അവരുടെ റീവാലുവേഷൻ റിസർവിൻ്റെ ബേസും. The members holding the share capital worth 36.52 crores have jointly applied for calling a EGM. So EGM വിളിച്ച് കൂട്ടാനായിട്ട് 36.52 crores ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഏർജൻറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് EGM വിളിച്ച് കൂട്ടുന്നത്. അപ്പോൾ നമ്പർ 1 ആദ്യത്തെ സംഭവമാണ്. ഇൻ ദിസ് കണക്ഷൻ എ റിക്വസിഷൻ ബൈ ദ എബോവ് മെമ്പേഴ്സ് വർ വാലിഡ്ലി പ്രസൻറ്റ് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺ 1/7/2024. സെക്കൻഡ് ഇൻഫർമേഷൻ 1/7/2024 അവർ ഈ റിക്വസിഷൻ കൊടുക്കുന്നത്. ദി ഡയറക്ടേഴ്സ് ഡിഡ് നോട്ട് പേ നീഡ് ടു ദ എബവ് റിക്വസ്റ്റ് ടിൽ 24/7/2024. ഹെൻസ് എ റിക്വസിഷൻ ഡിസൈഡഡ് ടു ഗോ ഹെഡ് വിത്ത് കോളിംഗ് ഓഫ് മീറ്റിംഗ് ബൈ ദെംസെൽസ്. സോ 24th വരെ അവർ അനങ്ങിയില്ല. റിക്വസിഷൻ കൊടുത്ത് 1 ജൂലൈയിൽ കൊടുത്തിട്ട് 24th വരെ ബോർഡ് ഒന്നും ചെയ്യുന്നില്ല. ദ റിക്വസിഷൻ ഇസ് പ്രൊവൈഡഡ് എ നോട്ടീസ് സൈൻഡ് ബൈ ഓൺലി വൺ ഓഫ് ദെം. ദിസ് ഇസ് നമ്പർ 4. അപ്പോൾ അവരൊരു റിക്വസിഷൻ കൊടുത്തതിനകത്ത് ഒരാൾ സൈൻ ചെയ്യുന്നു. ഓക്കെ, provided a notice signed by only one of them being duly authorized by others of the set meeting through a email but did not attach a explanatory statement. സോ ഇത് വേണമെങ്കിൽ നമ്പർ 5 ആയിട്ട് കൊടുക്കാം. ഇത് നമ്പർ 5, ഇത് നമ്പർ 4, ഇവിടം വരെ ഉള്ളത് നമ്പർ 4, ഇവിടം വരെ ഉള്ളത് നമ്പർ 5. ആസ് റിക്വയർഡ് അണ്ടർ ദ ആക്ട് ടുവേർഡ് സ്പെഷ്യൽ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഓൾദോ ദ റീസൺ ഫോർ ദ സെയിം വെർ മെൻഷൻ ഇൻ ദ നോട്ടീസ് ഇറ്റ് സെൽഫ്. Sohanlal, one of the shareholders who became member of the company on 10/7/2024, raised issue regarding the legality of the meeting as its notice was not mailed to him. So this is number 6.
സോ സോഹൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ മെമ്പറായി 10/7/2024 മെമ്പറായത്. പുള്ളിക്കാരന് ഈ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. റിഫറിംഗ് ടു ദ റെലവൻറ്റ് റൂൾസ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 decide on the following: whether the above requisition of members was adequate towards calling a AGM by the requisitionists themselves. മോളി പറഞ്ഞേക്കുന്ന 36.52 crore എന്ന് പറയുന്ന ആൾക്കാർ കൊടുത്തു, അതാണ് റിക്വസ്റ്റ് കൊടുത്തു എന്ന് നമ്പർ 1 ആയിട്ട് നമ്മൾ ഇട്ടേക്കണേ. അത് വാലിഡ് ആണോ? പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. വെദർ സൈനിങ് ഓൺ ദ നോട്ടീസ് ബൈ ഓൺലി വൺ ഓഫ് ദ റിക്വസിഷനിസ്റ്റ് ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് ഓഫ് explanatory statement as mandated under 102 of the act have any effect on the validity. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തിട്ടില്ല, ഒരാൾ മാത്രം സൈൻ ചെയ്തു, എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്ത് ഇമെയിൽ അയച്ചു, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫർദർ വെദർ ദ കണ്ടൻഷൻ ഓഫ് സോഹൻലാൽ നോട്ട് റിസീവിംഗ് ദ നോട്ടീസ് ഇസ് കറക്റ്റ്. സോഹൻലാലിന് 10/7 മെമ്പർ ആയിട്ടുള്ള സോഹൻലാലിന് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോ നമ്പർ 1 നമുക്ക് ഇവിടെ നിന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് പോകാം. സെക്ഷൻ 100 ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷൻ. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് EGM വിളിച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുന്നതിനകത്ത് അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദ മെമ്പേഴ്സ് ആണ് റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. 1/10 ഓഫ് ദ മെമ്പേഴ്സ്. സോ ടോട്ടൽ 200 ആൻഡ് നമ്മുടെ 200.56 crores ആണ് അതിൻ്റെ ക്യാപിറ്റൽ ബേസ് പറഞ്ഞേക്കുന്നത്. അതിന് 10% എന്നാണ് പറയുന്നത്. അവിടെ 20.056 വന്നേച്ചാൽ മതി. ഇവിടെ എത്ര പേര് കൊടുത്തിട്ടുണ്ട്? 36.52 crore ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഒരു പ്രശ്നമില്ല. 1/10 ഓഫ് ദ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അർജൻറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇവർ റിക്വസ്റ്റ് കൊടുത്തത് 1/7/2024 എടാ 1/7/2024 റിക്വസിഷനിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിലുള്ള 21 ഡേയ്സിനുള്ളിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. സോ ടെക്നിക്കലി 22 മുന്നേ ഇവർ എന്തെങ്കിലും ചെയ്യണം. അതായത് 45 ദിവസത്തിനുള്ളിലാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. റിക്വസ്റ്റ് കൊടുത്തിട്ട് 45 ഡേയ്സിനുള്ളിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. 24th വരെ അവർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത്. 22 മുന്നേ ആയിട്ട് അവർ നോട്ടീസ് കൊടുത്തിട്ട് ഇന്ന ദിവസമാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയണം. 22 വരെയാണ് അവർക്ക് ഡേറ്റ് ഉള്ളത്. 24th വരെ അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ റിക്വസിഷനിസ്റ്റ് തന്നെ മീറ്റിംഗ് വിളിച്ച് കൂട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതിന് വരുന്ന എക്സ്പെൻസസ് ആര് റീംബേഴ്സ് ചെയ്ത് കൊടുക്കണം? ബോർഡ് റീംബേഴ്സ് ചെയ്ത് കൊടുക്കണം. സോ ഫസ്റ്റ് വൺ അവർ ചോദിച്ചതിനകത്ത് മറ്റേ എബവ് റിക്വസിഷൻ കൊടുത്തേക്കുന്നത് ആഡിക്വേറ്റ് ആണോ അല്ലയോ? ആഡിക്വേറ്റ് ആണ്. 10% ഓഫ് ആൾക്കാർ റിക്വസ്റ്റ് കൊടുത്താൽ മതി. മോർ ദൻ 10% വന്നിട്ടില്ലേ? പിന്നെ നമ്മളുടെ 45 ഡേയ്സിനുള്ളിൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടണം. അവർ ടെക്നിക്കലി 21 ഡേയ്സിനുള്ളിൽ നോട്ടീസ് കൊടുക്കണം. റിക്വസ്റ്റ് കിട്ടി 21 ഡേയ്സിനുള്ളിൽ എത്ര ദിവസത്തിനുള്ളിലാണ് ദിവസമാണ് മീറ്റിംഗ് എന്ന് പറയണം. മീറ്റിംഗ് 45 ദിവസത്തിനുള്ളിൽ കണ്ടക്ട് ചെയ്യണം. ഇവർ 24th വരെ ഒന്നും ചെയ്തിട്ടില്ല. സോ അവർ തന്നെ വിളിച്ച് കൂട്ടാൻ പ്രശ്നമില്ല. അതാണ് ഫസ്റ്റ് വൺ ആൻസർ. ഒരാൾ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ, എന്നിട്ടാണ് ഇമെയിൽ അയച്ചേക്കുന്നത് എന്നാണ് നമ്മൾ പോയിന്റ് നമ്പർ 4 മാർക്ക് ചെയ്തേക്കുന്നത്. കണ്ടോ? ദ റിക്വസിഷൻസ് പ്രൊവൈഡഡ് എ നോട്ടീസ് സൈൻ ബൈ ഓൺലി വൺ ഓഫ് ദം ബീങ് ഡ്യൂലി ഓതറൈസ്ഡ് ബൈ അതേഴ്സ്. എല്ലാവരോടും ഓതറൈസ് ചെയ്യുന്ന ഒരാളാണ് ഒപ്പിട്ടേക്കുന്നത്. ഒരു കുഴപ്പമില്ല. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ട ആവശ്യം ഇല്ല. അതും സോർട്ടഡ് ഔട്ട് ആയി. ആൻഡ് ദ ലാസ്റ്റ് വൺ വെദർ ദ കണ്ടൻഷൻ ഓഫ് സോഹൻലാൽ നോട്ട് റിസീവിംഗ് ദ നോട്ടീസ് ഇസ് കറക്റ്റ്. ഒരു കുഴപ്പമില്ല. 1/10 അവർ റിക്വസ്റ്റ് കൊടുക്കുന്നത്. സോഹൻലാൽ എന്ന് പറയുന്ന ചേട്ടൻ മെമ്പർ ആയത് 10/7 അയാൾക്ക് നോട്ടീസ് സെർവ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. സോ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് പോയിരുന്നു എങ്കിൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണ്. അതുകൊണ്ടാണ് റീഡിംഗ് ടൈമിൽ എപ്പോഴും ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ എപ്പോഴും പറയണം. റീഡിംഗ് ടൈമിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു ആൻസർ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല. സെക്ഷൻ 100 ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷൻ. ഒരു കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ റിക്വസിഷൻ കൊടുക്കാൻ നേരത്ത് അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയുള്ള ആൾക്കാർ വേണം കൊടുക്കാനായിട്ട്. ഇതിൻ്റെ EGM വിളിച്ചു കൂട്ടണം എന്നുണ്ടെങ്കിൽ ബോർഡ് 21 ദിവസത്തിനുള്ളിൽ വിളിച്ചു കൂട്ടണം. ഇല്ലെങ്കിൽ റിക്വസിഷനിസ്റ്റിന് തന്നെ വിളിച്ചു കൂട്ടാം. ശരിക്കും 21 ദിവസമുള്ളിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി 45 ദിവസമുള്ളിൽ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ റിക്വസിഷനിസ്റ്റ് തന്നെ വിളിച്ചു കൂട്ടാം വിതിൻ 3 months. അതിന് വരുന്ന എക്സ്പെൻസസ് ആര് റീംബേഴ്സ് ചെയ്ത് കൊടുത്താൽ മതി? ബോർഡ് റീംബേഴ്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ക്ലിയർ ആയിട്ട് അവർ അവിടെ തന്നെ അങ്ങ് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് അവസാന കൺക്ലൂഷൻ അത് കാണിച്ചാലും മതി. ഇപ്പോൾ ഇവരിവിടെ തന്നെ കാണിച്ചു. റിക്വസിഷൻ വന്നേക്കുന്നത് 200ൻ്റെ 10% എടുത്തു. 20.056 crore ആണ്. 36.52 crore ആണ്. സോ കറക്റ്റാണ്. 10% ആൾക്കാർ ഉണ്ട്, മിനിമം ഉണ്ട്. ദെയർഫോർ റിക്വയർഡ് നമ്പർ ഓഫ് ആൾക്കാർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. ശരിക്കും 1/7 റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ 21 ഡേയ്സിനുള്ളിൽ നോട്ടീസ് സെർവ് ചെയ്യണം. 24 വരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ് വിളിച്ച് കൂട്ടിയത് ശരിയാണ്. നമ്മളിപ്പോൾ ആൻസർ നോക്കാതെ തന്നെയല്ലേ പറഞ്ഞത്. അവിടെ തന്നെ നമുക്ക് കിട്ടും. റൂൾ 17 അവരെടുത്ത് പറയുന്നു റിക്വസിഷനിസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പം എല്ലാവരും സൈൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരാൾ ഓതറൈസ്ഡ് ബൈ എവ്രി വൺ സൈൻ ചെയ്തിട്ട് കൊടുത്താൽ മതി. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നെടുത്ത് ആക്ട് തന്നെ പറയുന്നുണ്ട്. സോ
ആരുടെയൊക്കെ പേര് ROMനകത്ത് അപ്പിയർ ചെയ്യുന്നുണ്ടോ വിതിൻ 3 days ഓഫ് ദ റിക്വസിഷനിസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് വിത്ത് ദ കമ്പനി അവർക്ക് മാത്രം നോട്ടീസ് സെർവ് ചെയ്താൽ മതി. ഇവിടെ 1/7 കൊടുക്കുമ്പോൾ അയാൾ മെമ്പർ അല്ലല്ലോ. സോ ഇവിടെ ഒരാൾ മാത്രം സൈൻ ചെയ്തു ഓൺ ബിഹാഫ് ഓഫ് എവറി വൺ. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്തതിനൊന്നും ഒരു എഫക്റ്റും ഇല്ല. 10/7 മെമ്പറായത്. 1/7 സോഹൻലാൽ മെമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് അയാളുടെ കണ്ടൻഷൻ ശരിയല്ല. കണ്ടോ, നിങ്ങൾക്ക് ഒരുമിച്ച് ഇഫ് I were a student, what I would do is I would write all the provisions together എന്നിട്ട് 1 and 2 ആയിട്ട് കൺക്ലൂഡ് ചെയ്യും. വെരി ഈസി, കുറേ ടൈം ലാഭിക്കാൻ പറ്റും. പിന്നെ പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ ഓരോത്തിനകത്ത് കൊടുക്കുന്നതിനേക്കാളും ഭേദമായിരിക്കും. യു ക്യാൻ ചേഞ്ച് എ പ്രസൻറ്റേഷൻ സ്റ്റൈൽ. ലൈക്ക് ഐ സെഡ്, ദിസ് ഓൺലി ഫോർ ദ കൺവീനിയൻസ് ദേ ഹാവ് മെയ്ഡ് ദ സജസ്റ്റഡ് ആൻസർ ഇങ്ങനെ. സോ അഗൈൻ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ എം ചെക്കിംഗ് ദ ചാറ്റ് ബോക്സ്. ഇതിലൊരു ഭാഗം എക്സ്പ്ലനേഷൻ, 21 day 45 ഡേൻ്റെ പ്രൊവിഷൻ, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരിക്കും റിക്വസ്റ്റ് കൊടുത്തിട്ട് 21 ഡേയ്ക്കുള്ളിൽ നോട്ടീസ് കൊടുക്കുക. 45 ഡേയ്സിനുള്ളിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ബോർഡാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. ബോർഡിന് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റിക്വസ്റ്റ് കിട്ടി 3 മാസത്തുള്ളിൽ റിക്വസിഷൻസിന് തന്നെ കണ്ടക്ട് ചെയ്യാം. അതിന് വരുന്ന എക്സ്പെൻസസ് എല്ലാം ബോർഡ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം. Okay. So we'll go ahead with the next question. Okay, now I'll come to the next question part. കുറച്ച് കഴിഞ്ഞിട്ട് I'll come and discuss it 2B. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. I'm expecting that question again for this particular attempt. We'll be doing this question. 2B വിട്ടതല്ല. I'll come back to it. 2C. Jumbo Road Lines Limited is a public limited company engaged in the business of 4 interstate goods transportation. ഈ ക്വസ്റ്റനും ഭയങ്കര ട്രിക്കി ക്വസ്റ്റൻ ആയിരുന്നു, ഐ വുഡ് സേ. കാരണം ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് വർക്ക് ബുക്കിൽ കൊടുത്തേക്കുന്നത്. ഇത് കുറച്ച് ട്രിക്കി ആയിട്ട് തന്നെ ആലോചിക്കണം. ജംബോ റോഡ് ലൈൻ ലിമിറ്റഡ് ഇസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ബിസിനസ് ഓഫ് 4 ഇന്റർസ്റ്റേറ്റ് ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അവർ ചെയ്യുന്നത്. കമ്പനി ഓൺസ് എ ഫ്ലീറ്റ് ഓഫ് മോർ ദൻ 10 ഹെവി ഡ്യൂട്ടി ട്രക്സ് വിച്ച് ഹാവ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്പോർട്ട് അപ് ടു 1000 tons ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് 1 കൺസൈൻമെൻറ്റ് ആസ് പെർ രജിസ്ട്രേഷൻ. കമ്പനിക്ക് മോർ ദൻ 10 ഹെവി ഡ്യൂട്ടി ട്രക്സ് ഉണ്ട്. 1000 tons ഓഫ് ഗുഡ്സ് ആണ് അവർക്ക് ഒരു കൺസൈൻമെൻറ്റിൽ അയക്കാൻ പറ്റുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കമ്പനി റിസീവ്ഡ് എൻ ഓർഡർ ടു ട്രാൻസ്പോർട്ട് 1000 tons ഓഫ് ഗുഡ്സ്, പെർട്ടിക്കുലർലി പ്ലാസ്റ്റിക് പാർട്സ് ഓഫ് ദ ഓട്ടോമൊബൈൽ, ടു ബി ലോഡഡ് ഫ്രം എ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇൻ സൂരത്ത്, ഗുജറാത്ത് ആൻഡ് ഓഫ് ലോഡഡ് ഇൻ എ ഓട്ടോമൊബൈൽ ഫാക്ടറി ഇൻ പൂനെ, മഹാരാഷ്ട്ര. അവർക്ക് ഒരു ഓർഡർ കിട്ടി. 1000 tons ഓഫ് ഗുഡ്സ് ആണ് അവർ എടുക്കേണ്ടത്. പ്ലാസ്റ്റിക് പാർട്സ് ആണ് അവർ എടുക്കേണ്ടത്. സൂരത്ത്, ഗുജറാത്തിൽ നിന്ന് എടുത്തിട്ട് അത് വേറൊരു സ്ഥലത്ത് കൊണ്ട് നിങ്ങൾ ഓഫ് ലോഡ് ചെയ്യണം. ഓൺ ഇറ്റ്സ് വേ ടു പൂനെ ദ ഡ്രൈവർ ഫർദർ ലോഡഡ് 100 tons. അവർക്ക് 1000 ചെയ്യാൻ പാടുള്ളൂ. 1000 അവർ എക്സ്ട്രാ ഒരു 100 കൂടെ ആഡ് ചെയ്യുകയാണ്. ഫ്രം എ ലോക്കൽ ട്രേഡർ ഹു ലൂഡ് ഹിം ഫോർ സം എക്സ്ട്രാ പേയ്മെൻറ്റ്. കുറച്ച് എക്സ്ട്രാ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് 100 ton കൂടെ കയറ്റി വിടുകയാണ്. ദ ഡ്രൈവർ ഓൺ ഹിസ് വേ വിത്ത് ഹിസ് ഓവർലോഡഡ് ട്രക്ക് റാംഡ് ഇൻ ടു എ റോഡ് ഡിവൈഡർ കോസിംഗ് ഡാമേജ് ടു ദ പബ്ലിക് പ്രോപ്പർട്ടി. പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു. പബ്ലിക് പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടാവുകയാണ്. The driver on his, the local traffic police charged Jumbo Road Lines Limited for overloading the truck under the Motor Vehicles Act and filed a suit against the transport company. So, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന് അനുസരിച്ചിട്ട് 1000 ton കൊണ്ടുവരുന്നിടത്ത് നീ 110 കൂടെ എക്സ്ട്രാ, 110 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് നിനക്ക്
ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിക്കൊക്കെ അഗേൻസ്റ്റ് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. ഫർദർ ദ ഹൈവേ അതോറിറ്റി ഫൈൽഡ് അനദർ സ്യൂട്ട് അഗേൻസ്റ്റ് എ കമ്പനി അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു ദ പബ്ലിക് പ്രോപ്പർട്ടി. അപ്പോൾ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഫൻസ് വന്നു. ഇത് കൂടാതെ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു ഒഫൻസ് കൂടെ വന്നു. ദ ജംബോ റോഡ് ലൈൻസ് ലിമിറ്റഡ് ഒപ്പോസസ് സ്യൂട്ട്സ് ഓൺ ദ പ്ലീ ഓഫ് ഡബിൾ ജെപ്പാരിറ്റി ആൻഡ് ദ ഡബിൾ പണിഷ്മെൻറ്റ് ഫോർ ദ സെയിം ആക്ട് അണ്ടർ 2 ഡിഫറെൻറ്റ് ലെജിസ്ലേഷൻ. അപ്പോൾ ജംബോ റോഡ് ലൈൻ പറയാണ്, ഞങ്ങളെ ഒരു തെറ്റിന് വേണ്ടിയിട്ട് 2 ആക്ടിൻ്റെ അടിയിൽ ഞങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ ഒഫൻസ് ചാർജ് ചെയ്യാണ്, പെനാൽറ്റി ഞങ്ങളുടെ തലയിൽ ചാർജ് ചെയ്യാണ്. വെദർ ദ പ്ലീ ഗിവൺ ബൈ ദ റോഡ് ലൈൻസ് ഓഫ് ഡബിൾ ജെപ്പാരിറ്റി ദ അക്സെപ്റ്റഡ് ബൈ ദ കോർട്ട്. ഇങ്ങനെ ഡബിളായിട്ട് ചാർജ് ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടോ? ഡിസ്കസ് ബേസ്ഡ് ഓൺ ദ അണ്ടർലൈൻ പ്രിൻസിപ്പൽ. നമ്മൾ പൊതുവെ പഠിച്ച പ്രകാരം ഒരു തെറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 തവണ നിങ്ങളെ പണിഷ് ചെയ്യില്ല, ഒറ്റ തവണ നിങ്ങൾ പണിഷ് ചെയ്യുള്ളൂ. മക്കളെ മറക്കരുതാത്തൊരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന പണിഷ്മെൻറ്റ് സെയിം ആണെങ്കിൽ, കംപ്ലീറ്റ്ലി സെയിം ആണെങ്കിൽ ഓക്കെ, ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല, 2 ആക്ടിൻ്റെ ഇടയിൽ ഒരേ തരത്തിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നിന്നെ ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ ഇടയിലേ പണിഷ് ചെയ്യുള്ളൂ. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, കംപ്ലീറ്റ്ലി ഒരു തരത്തിലുള്ള ഐഡൻറ്റിറ്റിയും ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരേ ഒഫൻസ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ്ക്റ്റ്, രണ്ടും രണ്ടാണ് എങ്കിൽ നിന്നെ 2 രീതിയിലും 2 ആക്ടിൻ്റെ ഇടയിലും നീ ലയബിളാകും. സോ ഫസ്റ്റിനകത്ത് അവർ ചെയ്തേക്കുന്ന അത് കുട്ടികളെല്ലാം അപ്ലൈ ചെയ്തൊരു മിസ്റ്റേക്ക് ഞാൻ പറയാമേ. കുട്ടികളെല്ലാം അപ്ലൈ ചെയ്തതും നമ്മൾ പഠിച്ച പ്രകാരം ഒരു തെറ്റിന് വേണ്ടിയിട്ടും 2 ആക്ടിൻ്റെ അടിയിൽ നിങ്ങളെ പണിഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ അടിയിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ ഓവർലോഡ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ പണിഷ് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തെന്നും പറഞ്ഞ് പണിഷ് ചെയ്യാം. ഇത് രണ്ടും ടെക്നിക്കലി 2 കാര്യമാണ്. പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തതും ഓവർലോഡ് ചെയ്തിട്ട് വണ്ടി പോയി ഇടിച്ചതും രണ്ടും 2 കാര്യങ്ങളാണ്. സോ 2 ആക്ടിൻ്റെ അടിയിൽ അങ്ങനെ പണിഷ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. സെയിം ഒഫൻസ് ആയിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യേണ്ട. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ബുക്കിലില്ല. According to Section 26 of the General Clause Act, where an act or omission constitute an offence under 2 or more enactment, നീ ഒരു തെറ്റ് ചെയ്തു, ഒരു ഒമിഷൻ നടത്തി, അത് ഒരു ഒഫൻസ് ആണ് 2 or more ആക്ടിൻ്റെ അടിയിൽ, then the offender shall be liable to be prosecuted and punished under either or any of those enactment but shall not be punished twice for the same offence. ഇതിലേതെങ്കിലും ഒരു ആക്ടിനടിയിൽ നിന്നെ പണിഷ് ചെയ്യുള്ളൂ, 2 തവണ പണിഷ് ചെയ്യൂല എന്നാണ് പറയണത്. As per the Article 20 of the Constitution, no person shall be prosecuted and punished for the same offence more than once. സെയിം ഒഫൻസിന് വേണ്ടിയിട്ട് more than once നിന്നെ പണിഷ് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ 2 കോമ്പിനേഷനും കൂടെ നിങ്ങൾ എടുക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞ കാര്യവും Section 26 of the General Clause Act പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് വായിച്ചിട്ട് നിങ്ങൾ എഴുതണം. Only when the 2 offences which form the subject of prosecution the same, the ingredients which constitute the 2 offences are same, then 2 enactments are distinct and not identical, none of these provisions will apply. എടാ നിങ്ങളുടെ തലയിലോട്ട് ഇട്ടേക്കുന്ന ഒഫൻസ്, നീ ചെയ്ത തെറ്റ് കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഒരു ആക്ടിൻ്റെ അടിയിൽ ചെയ്തത് ഈ മിസ്റ്റേക്കാണ്, മറ്റേ ആക്ടിൻ്റെ അടിയിൽ ചെയ്ത മിസ്റ്റേക്ക് ഇതാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാര്യങ്ങളാണെങ്കിൽ യു ക്യാൻ ബി പണിഷ് സെപ്പറേറ്റ്ലി. നിന്നെ 2 തവണ ഒരേ കാര്യത്തിന് വേണ്ടി പണിഷ് ചെയ്യരുതെന്നാണ് പറയണത്. പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഈ ആക്ടിൻ്റെ അടിയിൽ, വീണ്ടും മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അടിയിലും പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരേ കാര്യത്തിന് വേണ്ടി 2 തവണ നിന്നെ പണിഷ് ചെയ്യരുത് എന്നാണ് അർത്ഥം. ഇവിടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് നിന്നെ പണിഷ് ചെയ്തേക്കുന്നത് ഓവർലോഡ് ട്രക്ക് ഓടിച്ചതിനാണ്. മറ്റേ ആക്ട് നിന്നെ പണിഷ് ചെയ്തേക്കുന്നത് നീ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. 2 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ മോളി പറഞ്ഞേക്കുന്ന കേസ് പ്രകാരം ഓവർലോഡിങ്ങിന് വേണ്ടിയിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ചാർജ് ചെയ്തത്, ഹൈവേ അതോറിറ്റി ചാർജ് ചെയ്തത് പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്ന. 2 ഡിസ്റ്റിങ്ക്റ്റ് ആണ്, 2 കാര്യങ്ങളാണ്. നോട്ട് ഐഡൻറ്റിക്കൽ, ഹെൻസ് ദ പ്ലീ ഗിവൺ ബൈ ദ റോഡ് ലൈൻസ് ഓഫ് ഡബിൾ ജെപ്പാരിറ്റി കനോട്ട് ബി അക്സെപ്റ്റഡ് ബൈ ദ കോർട്ട്. ഇത് ഡബിളായിട്ട് നിന്നെ പണിഷ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് ഒരു രീതിയിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റൂല. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനകത്ത് എനിക്ക് അന്ന് മെസ്സേജ് ചെയ്ത സ്റ്റുഡൻസിൽ മെജോറിറ്റി സ്റ്റുഡൻസ് ചെയ്ത ഇതേ മിസ്റ്റേക്കാണ്. ഈ തവണ സെപ്റ്റംബർ 25 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന കുട്ടികൾ എന്നോട് ചോദിച്ചൊരു ഡൗട്ട് ഇതാണ്. സോ ഐ സൈഡ് ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഡിസ്കസിങ് ദിസ് ഇൻ ഡീറ്റെയിൽ when we discuss the suggested answers in the YouTube so that it's beneficial for many. So remember, 2 കാര്യമാണ് പറയുന്നത്. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് 2 ആക്ടിൻ്റെ അടിയിൽ പണിഷ് ചെയ്തു എന്നല്ല പറയുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ്. ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ പറയുന്ന ആയിക്കോട്ടെ, സെക്ഷൻ 26 ഓഫ് ദ ജനറൽ ക്ലോസ് ആക്ട് പറയുന്ന ആയിക്കോട്ടെ, യു കനോട്ട് ബി പണിഷ് ഫോർ ദ സെയിം തിങ് എന്നാണ് പറയുന്നത്. ഒരേ കാര്യത്തിന് വേണ്ടി, ഒരു ഒഫൻസിന് വേണ്ടി, ഒരേ കാര്യത്തിന് വേണ്ടി നിന്നെ ട്വൈസ് ആയിട്ട് പണിഷ് ചെയ്യരുത്. ഇഫ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ്ക്റ്റ്, അതിന് സെപ്പറേറ്റ് ആയിട്ടാണ് കാണുക. സോ ഇവർ ഞങ്ങളെ ഒരേ കാര്യത്തിന് വേണ്ടി 2 തവണ ഞങ്ങളെ പണിഷ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് തെറ്റാണ്. 2 കാര്യമാണ്. നൈസ് ക്വസ്റ്റ്യൻ അഗൈൻ. ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയാം. ഐ കനോട്ട് കാറ്റഗറൈസ് ദിസ് ആസ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ബട്ട് യെസ്, ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വി ഹാവ് നോട്ട് സോർട്ടഡ് ഔട്ട് ഇൻ ദ ക്ലാസ് ബിക്കോസ് പ്രീവിയസ് ഇയർ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യനും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്.
സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇഫ് യു ഹാവ് എനി പെർട്ടിക്കുലർ ഡൗട്ട് യു ക്യാൻ ആസ്ക്. Definitely not. It's about the right coaching. It's about how you put in your efforts. You clear CA exams. പ്രോപ്പറായിട്ട് കോച്ചിങ് എടുക്കുക, പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിക്കുക. ഇഫ് യു ഡു ദാറ്റ് ഓൺ എ വെരി റെഗുലർ ബേസിസ്, ഓൺ എ റൂട്ടീൻ ബേസിസ്, definitely this is not a tough exam. It becomes a tough exam for people who take this course to be on a lighter note. അതായത് ഡിഗ്രി പഠിക്കുന്നത് പോലെയോ 12th and 11th അല്ലെങ്കിൽ 10th and 12th ബോർഡ് എക്സാം പഠിച്ച പോലെ. നോട്ട് ദാറ്റ് ദാറ്റ്സ് എ വെരി ഈസി പാർട്ട്. പക്ഷേ വാട്ട് ഓർ ഹൗ വി സ്റ്റഡി ഇൻ സ്കൂൾ ഓർ ഹൗ വി സ്റ്റഡി ഇൻ കോളേജ്, it's completely different. The application that you have to give for a professional course is a completely different thing. It becomes tough when your approach is actually different. If your approach is right, you're studying on a right note, definitely this wouldn't turn out to be a difficult exam. Okay, let us continue. ഇതും കുറേ പ്രൊവിഷൻസ് മിക്സ് ചെയ്തിട്ട് ചോദിച്ചേക്കാം. പോസ്റ്റൽ ബാലയുടെ പ്രൊവിഷൻസും വോട്ടിങ്ങിൻ്റെ പ്രൊവിഷൻസും കൂടെ കമ്പൈൻ ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചാൽ പോസ്റ്റൽ ബാലെ പാടാം, അത് പഠിക്കുന്നില്ല, വോട്ടിംഗ് മാത്രം പഠിക്കാം, അല്ലെങ്കിൽ വോട്ടിംഗ് പാടാം, അത് വിടാം, പോസ്റ്റൽ ബാലെ മാത്രം പഠിക്കാം എന്ന് പോയ ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബിക്കോസ് ദിസ് വാസ് എ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ. Fabulous Fabricators and Mechanics Limited is a listed public company. ഒരു ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ്. Incorporated in the year 2023 with the object to manufacture and engage in the construction of iron ore-based infrastructure for various industries on a contractual basis. So, ഒരു listed public limited company 2023 incorporate ചെയ്തു. Manufacturing and construction of iron ore-based ആണ്. The company iron ore-based infrastructure വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യണത്. The company is having a paid-up share capital of 230 crore divided in 865 members holding its right to vote in the meeting. The AGM of the company was due to be held on 12/12/2023. അന്നേരമാണ് അവരുടെ AGM കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനിയാണ്. ടോട്ടൽ 865 മെമ്പേഴ്സാണ് ആ കമ്പനിക്കുള്ളത്. The board of directors decided to provide the facility of e-voting to its members in addition to other modes despite of the disagreement showed by Ms. Riddhi, one of the directors, who was of the view that in case of the above company, it was not mandatory to provide the facility of e-voting. 863 അല്ലേ 865 മെമ്പേഴ്സേ ഉള്ളൂ. റിദ്ധി പറയാണ് വെറും 865 മെമ്പേഴ്സ് ഉള്ള നമ്മൾ എന്തിനാണ് വോട്ടിംഗ് ഓപ്ഷൻ കൊടുക്കുന്നത്. പക്ഷേ തൊട്ട് മുകളിൽ ഞാൻ ഒരു സാധനം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ലിസ്റ്റഡ് പബ്ലിക് കമ്പനി. ലിസ്റ്റഡ് പബ്ലിക് കമ്പനി എന്ന് പറയാൻ നേരത്തെ അവിടെ എന്താ നിങ്ങൾ നോക്കണ്ടേ? ലിസ്റ്റഡ് വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ തന്നെ ലിസ്റ്റഡ് കമ്പനിക്ക് മാൻഡേറ്ററി ആണ്. പിന്നെ കമ്പനി വിച്ച് ഇസ് ഹാവിങ് പബ്ലിക് കമ്പനി വിച്ച് ഇസ് ഹാവിങ് മോർ ദാൻ 1000 മെമ്പേഴ്സ്, യു നീഡ് ടു ഹാവ് വോട്ടിംഗ് ഓപ്ഷൻ. സോ റിമെമ്പർ, ലിസ്റ്റഡ് കമ്പനിക്ക് 1000 മെമ്പേഴ്സ് അല്ല പറയണം. ബാക്കിയുള്ള കമ്പനിക്ക് മോർ ദാൻ 1000 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ വോട്ടിംഗ് മാൻഡേറ്ററി ആണ്. ഇറ്റ്സ് എ ലിസ്റ്റഡ് പബ്ലിക് കമ്പനി. അവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇറലവൻറ്റ് ആണ്. സോ റിതി പറഞ്ഞാൽ തെറ്റാട്ടോ, ഇപ്പം തന്നെ മനസ്സിലാക്കി പോകണം. ഓൺ ദ ഡേ ഓഫ് ദ മീറ്റിംഗ് മിസ്റ്റർ മോഹൻ, വൺ ഓഫ് ദ മെമ്പേഴ്സ് ഹു ഹാഡ് ഓപ്റ്റഡ് ഫോർ വോട്ടിംഗ്, അപ്പോൾ മോഹൻ വോട്ടിംഗ് ഓപ്ഷൻ എടുത്തായിരുന്നു, കുഡ് നോട്ട് എക്സൈസ് ദിസ് ഓപ്ഷൻ, ഹെൻസ് വാസ് ഫിസിക്കലി പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ് ടു വോട്ട്. അയാൾക്ക് വോട്ടിംഗ് ഓപ്ഷൻ എടുത്തിരുന്നെങ്കിലും വോട്ടിംഗ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഫിസിക്കൽ മീറ്റിംഗ് വന്ന് അറ്റൻഡ് ചെയ്യുകയാണ്. ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ഡിഡ് നോട്ട് അലൗ ഹിം ടു ഫിസിക്കലി വോട്ട്, cast his vote on the pretext that he had opted for e-voting and now he cannot change his option. ചെയർമാൻ പറയാണ്, നീ ഓൾറെഡി വോട്ടിംഗ് ഓപ്ഷൻ എടുത്തല്ലേ, ഇനി നിനക്ക് ഫിസിക്കൽ മീറ്റിംഗ് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് വോട്ട്സ് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
Further, a matter regarding appointment of Mr. Keshav as a small shareholder director was also to be discussed in the meeting therein, to which the legal team suggested that the same can only be undertaken by voting through postal ballot and not otherwise. ഒരു SSDനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്, സ്മോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറിൻ്റെ പേരാണ് സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ. അപ്പോൾ SSD അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ വോട്ടിംഗ് വഴി ചെയ്യാൻ പറ്റൂല, പോസ്റ്റൽ ബാലറ്റ് വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആ കമ്പനിയുടെ director legal team പറയുന്നത്. Referring to the provisions of Companies Act 2013, elaborate whether the contention of Ms. Riddhi was correct as to the provision of e-voting facility being optional in case of fabulous fabricators. Riddhi പറഞ്ഞ തെറ്റാണ്, കാരണം ലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്ക് ലിമിറ്റ് ഇല്ല, നമ്പർ ഓഫ് മെമ്പേഴ്സിന് ലിമിറ്റ് ഇല്ല. ഇഫ് യു ആർ എ ലിസ്റ്റഡ് കമ്പനി മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എന്ത് ഓപ്ഷൻ കൊടുക്കണം? ഇ വോട്ടിംഗ്. റിദ്ധി പറഞ്ഞ തെറ്റാണ്. Can the chairman stop Mr. Mohan to physically vote at the meeting? No. E-voting option കൊടുത്തു, e-voting option കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. E-votingly if you couldn't cast your vote, no problem. Physically come and attend the meeting and cast your vote. അപ്പോൾ ചെയർമാൻ്റെ കണ്ടൻഷൻ തെറ്റാണ്. Is a suggestion of the legal team regarding the appointment of Mr. Keshav by voting through postal ballot valid at law? It is valid. കാരണം അപ്പോയിൻമെൻറ്റ് ഓഫ് എ ഡയറക്ടർ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ എടുത്ത് പറയുന്നില്ലേ, ഓർഡിനറി ബിസിനസ് പോസ്റ്റൽ ബാലറ്റ് വഴി ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഓഡിറ്റർ റൈറ്റ് ടു ബി ഹേർഡ് പോസ്റ്റൽ ബാലറ്റ് വഴി നമ്മൾ പോസ്റ്റൽ ബാലറ്റ് വഴി ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്, പോസ്റ്റൽ ബാലറ്റ് വഴിയേ ചെയ്യാൻ പാടുള്ളൂ, അതിനകത്ത് ഒരെണ്ണമാണിത്. സോ അവിടെ പോസ്റ്റൽ ബാലറ്റ് വഴി ചെയ്യണമെന്ന് പറയുന്നത് ശരിയാണ്. ഇറ്റ്സ് കറക്റ്റ് ഓൺലി. ശരിയാണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പോവാണ്. റൂൾ 20 പ്രകാരം എവറി കമ്പനി, നിങ്ങൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ആൻഡ് എവറി കമ്പനി ഹാവിങ് നോട്ട് ലെസ് ദാൻ 1000 മെമ്പേഴ്സ്, ഒരു ലിസ്റ്റഡ് കമ്പനി ആൻഡ് കമ്പനി ഹാവിങ് നോട്ട് ലെസ് ദാൻ 1000 മെമ്പേഴ്സ്, നിങ്ങളുടെ മെമ്പേഴ്സിന് ഈ വോട്ടിംഗ് ഓപ്ഷൻ കൊടുക്കണം. ഇത് ഡിസ്ജങ്ക്റ്റീവ് ആണ്, ക്യുമുലേറ്റീവ് അല്ല. അതായത് ലിസ്റ്റഡ് കമ്പനിക്ക് 1000 മെമ്പേഴ്സ് വേണം എന്നല്ല പറയുന്നത്. നീ ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഈ വോട്ടിംഗ് ഓപ്ഷൻ കൊടുക്കുക, നിൻ്റെ കമ്പനിയിൽ മോർ ദൻ 1000 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നീ ഈ വോട്ടിംഗ് ഓപ്ഷൻ കൊടുക്കുക. അതാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. സോ അപ്ലൈങ് ദ എബവ് റൂൾ, ഫാബുലസ് ഫാബ്രിക്കേറ്റേഴ്സിന് മാൻഡേറ്ററി ആയിട്ട് ഈ വോട്ടിംഗ് ഓപ്ഷൻ കൊടുക്കണം. ലിസ്റ്റഡ് കമ്പനിക്ക് നമ്പർ ഓഫ് മെമ്പേഴ്സിന് ലിമിറ്റ് അവിടെ നോക്കേണ്ട ആവശ്യം ഇല്ല. സെക്കൻഡ് വൺ, ചെയർമാൻ പറഞ്ഞു നിനക്ക് ഈ വോട്ടിംഗ് ഓപ്ഷൻ തന്നു, നീ ചെയ്തില്ല, ഫിസിക്കലി മീറ്റിംഗ് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് വോട്ട്സ് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാരന്മാരുടെ തെറ്റാണ്. ആസ് പെർ റൂൾ 20, the notice of meeting shall clearly state that the facility for voting either through e-voting or ballot or polling paper shall also be made available at the meeting, and members attend the meeting who have not already cast their vote by remote e-voting shall be able to exercise their right at the meeting. റൂൾ 20 എടുത്ത് പറയാണ്, നീ ഈ വോട്ടിംഗ് ഓപ്ഷൻ നോട്ടീസ് വഴി ആൾക്കാരെ അറിയിക്കുമ്പോൾ, മെമ്പേഴ്സിനെ അറിയിക്കുമ്പോൾ നീ അവിടെ വ്യക്തമായിട്ട് എഴുതണം, നിനക്ക് ഈ വോട്ടിംഗ് ഓപ്ഷൻ ഉണ്ട്, ബാലറ്റ് പേപ്പർ ഓപ്ഷൻ ഉണ്ട്, പോസ്റ്റൽ ബാലറ്റ് ഓപ്ഷൻ ഉണ്ട്, നിനക്ക് മീറ്റിംഗ് വന്ന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം, എന്നിട്ട് വോട്ട്സ് കാസ്റ്റ് ചെയ്യാം. നീ ഓൾറെഡി വോട്ട്സ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക്, അതായത് ഈ വോട്ടിംഗ് വഴി ഓൾറെഡി ഇട്ടു, വീണ്ടും വന്ന് മീറ്റിംഗിൽ വന്ന് ഒന്നുകൂടെ വോട്ട് ഇടാൻ പറ്റൂല്ല. ഇവിടെ അവൻ ക്ലിയർ ആയിട്ട് വോട്ട്സ് കാസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സോ ദ ചെയർമാൻ അറ്റ് ദ ജനറൽ മീറ്റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ on which voting is to be held allow voting with the assistance of scrutinizer shall count how many members were present and how many did not cast their vote. അപ്പോൾ ചെയർമാൻ സ്ക്രൂട്ടനൈസറിൻ്റെ ഹെൽപ്പോട് കൂടി കൗണ്ട് ചെയ്യണം, എത്ര പേർക്ക് റിമോട്ട് ഈ വോട്ടിംഗ് ഓപ്ഷൻ കൊടുത്തു, എത്ര പേര് വോട്ട്സ് കാസ്റ്റ് ചെയ്തിട്ടില്ല, എത്ര പേര് പേഴ്സണലി വന്നിട്ടുണ്ട്, എത്ര പേര് വോട്ട്സ് പേഴ്സണലി ആണ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് മിസ്റ്റർ മോഹന് വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഫിസിക്കലി അറ്റൻഡ് ചെയ്ത് വോട്ട്സ് കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചെയർമാൻ പറഞ്ഞത് തെറ്റാണ്, ചെയർമാൻ ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. ആൻഡ് ദ ലാസ്റ്റ് വൺ, പോസ്റ്റൽ ബാലറ്റ് വഴി എടുത്ത് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ചില ട്രാൻസാക്ഷൻസ് പോസ്റ്റൽ ബാലറ്റ് വഴി ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡിനറി ബിസിനസ് ചെയ്യരുത്. ഡയറക്ടർ, ഓഡിറ്റർ റൈറ്റ് ടു ബി ഹേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് വഴി ചെയ്യരുത്. വേറൊരു ലിസ്റ്റ് ഓഫ് ഐറ്റം തന്നതിനകത്ത് ഒരു ഐറ്റമാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ ഡയറക്ടർ ലൈക്ക് എ സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ പോസ്റ്റൽ ബാലറ്റ് വഴിയേ ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് പറയാം, കേശവ് ആസ് എ സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് വഴിയേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ശരിയാണ്. ഒരു 10 സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ട്രാൻസാക്ഷൻസ് മാത്രം പോസ്റ്റൽ ബാലറ്റ് വഴി ട്രാൻസാക്ട് ചെയ്താൽ മതി. ഓർഡിനറി ബിസിനസ് പോസ്റ്റൽ ബാലറ്റ് വഴി പറ്റൂല. ഡയറക്ടർ ആൻഡ് ഓഡിറ്റർ റൈറ്റ് ടു ബി ഹേർഡ് പോസ്റ്റൽ ബാലറ്റ് വഴി പറ്റൂല. അതല്ലാതെ എടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ അതായത് പോസ്റ്റൽ ബാലറ്റ് വഴിയേ ചെയ്യാൻ പാടുള്ളൂ. അതിനകത്ത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടറിനെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. SST അതിനകത്ത് കവേർഡാണ്. അതുകൊണ്ട് ഈ പറയുന്ന SST മിസ്റ്റർ കേശവനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഹാസ് ടു ബി ഡൺ ത്രൂ പോസ്റ്റൽ ബാലറ്റ് ഒള്ളി. കറക്റ്റ്. ഇപ്പോൾ 110 ആപ്ലിക്കബിളായി, റൂൾ ആപ്ലിക്കബിളായി. സോ അഗെയിൻ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ് ദിസ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.
If you have any doubt, you can ask with respect to this question, since it's a combination question. Okay, so let us continue. ഓക്കെ, എഗെയിൻ ബൈബാക്കിൻ്റെ ഇതും അവർ കുറച്ച് എക്സംഷൻ ബേസിസിലാണ് കൊടുത്തേക്കണേ. Rock Limited is a public company that has been performing well financially and has accumulated a substantial amount of cash reserves. The company's management has decided to buy back some of its shares to improve earning per share, return on equity and enhance shareholder value. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. They are deciding to buy back the shares. അവർ EPSും ഷെയർ ഹോൾഡർ വാല്യൂ ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട്. ഫ്രീ റിസർവ്, സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ, കറണ്ട് മാർക്കറ്റ് ഷെയർ, total number of shares, കുറേ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ട്. The company's management wants to buy back 10% of its total shares at market price of 500 per shares. So 10% ആണ് അവർക്ക് ചെയ്യാനായിട്ട് താല്പര്യം. Company's articles have authorized the same. Articles authorize ചെയ്തിട്ടുണ്ട്. They've also passed an ordinary resolution and its board authorized a buyback of its shares. They plan to use the free reserves to fund the buyback. ഫ്രീ റിസർവ്സ് മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന OR ആണ് പാസ്സാക്കിയേക്കുന്നത്. വെദർ ദ കമ്പനി ക്യാൻ ബൈ ബാക്ക് 10% ഓഫ് ഇറ്റ് ഷെയർസ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. What is the maximum eligible amount allowed to be used by Rock Limited as per section 68 to buy back its shares as per the financial data provided? സോ 3 കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഒന്ന്, അതിൻ്റെ സോഴ്സസിനെ പറ്റി ആദ്യം പറയണം. ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം, പ്രൊസീഡ്സ് ഓഫ് ദി ഇഷ്യൂ ഓഫ് എനി സെക്യൂരിറ്റീസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി. ഇതാ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് 68 താഴെ പറയുന്ന സോഴ്സിൽ നിന്ന് നമുക്ക് ബൈബാക്ക് ചെയ്യാം. ഏതൊക്കെയാണ് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷന്? ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ദ പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് എനി ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി. ഒരു കമ്പനിയും അതിൻ്റെ ഷെയർസ് ബൈബാക്ക് ചെയ്യരുത് ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. AOA ഓതറൈസ് ചെയ്യണം. SR പാസ്സാക്കണം ഇഫ് ദ ബൈബാക്ക് ഇസ് മോർ ദൻ 10% ബട്ട് അപ് ടു 25%. കണ്ടോ, SR പാസ്സാക്കേണ്ടത് മോർ ദൻ 25% ആകുമ്പോഴാണ്. ബൈബാക്ക് 10% ലെസ്സോ ആണെങ്കിൽ 10% ഓഫ് ദ പെയ്ഡ് ക്യാപിറ്റൽ ഫ്രീ റിസർവ്സിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ മതി. സോ 10% താഴെയാണ് എന്നുണ്ടെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ മതി, BR മതി. 10% മുകളിലാണ് അപ് ടു 25% ഓഫ് ദ പെയ്ഡ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ആണെന്നുണ്ടെങ്കിൽ SR വേണം. സോ ഇത് 10% വരെ, ഇത് മോർ ദൻ 10 അപ് ടു 25% ആണെങ്കിൽ SR വേണം. ഓക്കെ, നോ, മുകളിലത്തെ പ്രൊവിഷൻ പ്രകാരം അവർ OR പാസ്സാക്കി എന്നാണ് പറയുന്നത്. 10% ആണ് അവർ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. OR അല്ല പാസ്സാക്കേണ്ടത്, അവർ പാസ്സാക്കേണ്ടത് എന്താണ്? BR ആണ്. അനലൈസിങ് ദ എബോ പ്രൊവിഷൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് 10% ബൈബാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പാസ്സാക്കേണ്ടത് ബോർഡ് റെസൊല്യൂഷനാണ്. അവർ OR പാസ്സാക്കിയത് തെറ്റാണ്. അവർ എന്ത് മാത്രം പാസ്സാക്കിയാൽ മതി? ബോർഡ് റെസൊല്യൂഷൻ മാത്രം പാസ്സാക്കിയാൽ മതി. നോ, ഇനി അവർക്ക് എത്രയാണ് മാക്സിമം ബൈബാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. മാക്സിമം അവർക്ക് എത്ര ബൈബാക്ക് ചെയ്യാം? നിങ്ങൾ ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 25% ഓഫ് ദ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ വരെ നിങ്ങൾക്ക് മാക്സിമം അത്രേ പറ്റുള്ളൂ. So no company shall purchase its own shares other than specified security
ബൈബാക്ക് ചെയ്യുന്നത് 25% ഓർ ലെസ് ആണ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് എങ്കിൽ SR പാസ്സാക്കുക. 25% ഷാൽ ബി കൺസ്യൂഡ് വിത്ത് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇഫ് ദ കമ്പനി ഈസ് ബൈബാക്കിംഗ് ഇക്വിറ്റി ഷെയർസ്. അതായത് ഞാനിവിടെ ഒരു ചെറിയ കൺക്ലൂഷൻ പോലെ പറഞ്ഞുതരാം. എസംഷൻ 1 പോലെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും എസംഷൻ്റെ ആവശ്യമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ OR ആണ് പാസ്സാക്കിയേക്കുന്നത്, തെറ്റാണ്. 10% വരെ ആണെന്നുണ്ടെങ്കിൽ BR പാസ്സാക്കുക. നോ, SR പാസ്സാക്കേണ്ടത് 25% ആകബിള. 25% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ആണെങ്കിൽ SR പാസ്സാക്കുക. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. You are going to buy back your shares. Then up to 10% of paid up capital and free reserves ആണെങ്കിൽ go for BR. അവിടെ OR അല്ല പാസ്സാക്കണ്ടേ. You want to do more than 10% but up to 25% of paid up capital and free reserves, go for SR. More than 10% of paid up capital plus free reserve, up to 25% of paid up capital plus free reserve, go for SR. മാക്സിമം നിനക്ക് ചെയ്യാൻ പറ്റും. നിന്റെ ഇക്വിറ്റി ഷെയർസ് മാത്രമാണ് ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നിനക്ക് എത്ര പറ്റത്തുള്ളൂ? 25% ഓഫ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഞാനിവിടെ ഫ്രീ റിസർവ്സ് പറഞ്ഞിട്ടില്ല, പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ. സോ എത്ര മാത്രം ചെയ്യുക? 12.5 crore. ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കമ്പ്യൂട്ട് ചെയ്യാം. സോ ഞാൻ ഒന്നുകൂടെ പറയാം, അവിടെ എക്സംഷൻ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടില്ല. നോർമലായിട്ട് ആ കൺക്ലൂഷൻ അത് എഴുതി പോയാൽ മതി. അപ് ടു 10% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് ആണെങ്കിൽ BR. More than 10% of paid up capital plus free reserve but up to 25% of paid up capital plus free reserves ആണെങ്കിൽ SR. നീ ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 25% ഓഫ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ വരെ നിനക്ക് ബൈബാക്ക് ചെയ്യാം മാക്സിമം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Okay. Next one is a direct question, but again, nallൊരു question ആണ്. Explain and illustrate the terms non-obstinance and without prejudice. രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറയണത്. നോൺ ഒബ്സ്റ്റനൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ സ്ഥിരം കാണുന്നൊരു വാക്കാണ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു വാക്ക്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ്ങിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ചോദിച്ചാൽ ഡിസ്പൈറ്റ് ഓഫ്. ഇപ്പം നമ്മൾ പറയാം നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട്. ആ മൊത്തവും ആക്ടിനെ തന്നെ ഓവർ റൈഡ് ചെയ്യാണ്. ആക്ടിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതാണ് കറക്റ്റ് ആകാൻ പോകുന്നത്. എന്താണോ ഇവിടെ എഴുതിയേക്കുന്നത് ഇതാണ് കറക്റ്റ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഒരു സെക്ഷൻ്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ ദിസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സെക്ഷനെ ഓവർ റൈഡ് ചെയ്യുവാണ്. ആക്ട് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആക്ടിനെ ഓവർ റൈഡ് ചെയ്യുവാണ്. സെക്ഷനാണ് ഉപയോഗിച്ചെങ്കിൽ സെക്ഷനെയാണ് ഓവർ റൈഡ് ചെയ്യുന്നത്. സോ അതാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ്ങിൻ്റെ അർത്ഥം. ഡിസ്പൈറ്റ് ഓഫ് മറ്റേ സെക്ഷനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേ ആക്ടിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതാണ് വാലിഡ് ആകാൻ പോകുന്നത്, ഇതാണ് പ്രിവെയിൽ ചെയ്യാൻ പോകുന്നത്. അതാണ് നോൺ ഒബ്സ്റ്റൻസിൻ്റെ അർത്ഥം. വിത്തൗട്ട് പ്രിജുഡൈസ് പറഞ്ഞാൽ അതല്ല. വിത്തൗട്ട് പ്രിജുഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സെക്ഷനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന് അഡീഷനായിട്ട് അതിനെ ഞങ്ങൾ എഫക്റ്റ് ചെയ്യുന്നില്ല, അതിനെ ഞങ്ങൾ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ അഡീഷണലായിട്ട് ഒരു കാര്യം കൂടെ പറയുവാണ്. സോ രണ്ട് സെക്ഷനൂടെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് പോവാം. ആ സെക്ഷനിൽ പറഞ്ഞതും ഇതും കൂടെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. സോ മറ്റേ സെക്ഷനിൽ പറഞ്ഞേക്കുന്നതിനെ ഓവർ റൈഡ് ചെയ്യുന്നില്ല. അതാണ് വിത്തൗട്ട് പ്രിജുഡൈസിൻ്റെ അർത്ഥം. So, non-obstinance. A clause that begins with the words notwithstanding anything contained is a non-obstinance clause. Non-obstinance clause എന്ന് പറഞ്ഞാൽ notwithstanding anything contained എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് non-obstinance എന്ന് പറയുന്നത്.
Subject to clause, the notwithstanding clause has the effect of making the provision prevail over others. When this term is used, the clause will prevail over the other provision. Notwithstanding to, subject to എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാൻ നേരത്ത് എന്താണോ അവിടെ പറഞ്ഞേക്കുന്നത് അതാണ് പ്രിവെയിൽഡ് ആകാൻ പോകുന്നത്. സോ മറ്റേ സെക്ഷനിൽ ഇത് ചെയ്യരുത്, ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ദ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പറയുന്നതൊക്കെ വാലിഡ് ആകുന്നു. സോ മറ്റേ സെക്ഷനെ കംപ്ലീറ്റ്ലി ഓവർ റൈഡ് ചെയ്യാണ്. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ നോക്കണ്ട, ഈ പറഞ്ഞേക്കുന്നത് ആണ് വാലിഡ്. അതാണ് നോൺ ഒബ്സ്റ്റൻസ് ക്ലോസിൻ്റെ അർത്ഥം. സോ അവർ ഇല്ലസ്ട്രേഷനോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻ ഒന്നും ചോദിച്ചിട്ടില്ല. ദാ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ അനദർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ സെക്ഷനെ ഓവർ റൈഡ് ചെയ്യുകയാണ്. സെക്ഷൻ 13 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും 14 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞേക്കുന്ന സെക്ഷനകത്ത് പറഞ്ഞേക്കുന്നതാണ് വാലിഡ്. അതാണ് അതിൻ്റെ അർത്ഥം. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എ സ്റ്റാറ്റ്യൂട്ട്, ഒരു ആക്ടിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ആക്ട് തന്നെ ഇല്ല, ആ ആക്ട് അപ്പോൾ നമ്മൾ പറയുകയാണ് ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ആക്ട് പ്രകാരം ഇത് ഫോളോ ചെയ്താൽ മതി. സോ ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറഞ്ഞത് കമ്പനീസ് ആക്ടിനകത്ത് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ അണ്ടർ സ്പെസിഫിക് സെക്ഷൻ ഓർ സബ് സെക്ഷൻ ദ ക്ലോസ് വിൽ പ്രിവെയിൽ ഓവർ അതർ ഇനാക്ട്മെൻറ്റ്. അപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ ഒരു നമ്മുടെ ഒരു പെർട്ടിക്കുലർ ആക്ട് തന്നെ ആകാം വേറൊരു ആക്ടിനെ ഓവർ റൈഡ് ചെയ്തു എന്ന് പറയാം. സോ അതാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ്ങിൻ്റെ അർത്ഥം. സോ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്നൊരു വാക്കോ സബ്ജക്റ്റോ എന്നൊരു വാക്കോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പ്രിവെയിൽ ചെയ്യാൻ പോകുന്നത്. മറ്റേ സെക്ഷനുകളിൽ, മറ്റേ ആക്ടുകളിൽ, മറ്റേ സ്റ്റാറ്റ്യൂട്ടുകളിൽ, നമ്മുടെ ആക്ടിൽ വേറെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വട്ട് എവർ ഇസ് റിട്ടൺ ഹിയർ ദാറ്റ് വിൽ പ്രിവെയിൽ. ഇനി വിത്തൗട്ട് പ്രിജുഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നിനെയും ഓവർ റൈഡ് ചെയ്യുന്നില്ല. When certain particular provisions follow the general provision and when it is stated that particular provision without prejudice to those general provision, particular provision would not restrict and generality of the preceding general provision. In other words, in particular provision shall operate in addition to and derogation of the general provision. ഒരു അതായത് ഇപ്പോൾ പെർട്ടിക്കുലർ പ്രൊവിഷൻ ജനറൽ പ്രൊവിഷൻ ഉപയോഗിക്കുന്നത് അവർ എടുത്തു പറയാണ് വിത്തൗട്ട് പ്രിജുഡൈസ് ടു ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ. ആ സെക്ഷനെ ഞങ്ങൾ എഫക്റ്റ് ചെയ്യുന്നില്ല, ആ സെക്ഷനെ ഞങ്ങൾ ഓവർറൈഡ് ചെയ്യുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. സോ ദാറ്റ് ഇസ് സംതിങ് അഡീഷണലി സെഡ്. സോ മറ്റേ സെക്ഷനും വർക്കാവും, ഈ സെക്ഷനും വർക്കാവും. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ സെക്ഷൻ 13 നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ 13 നീ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ അത് വായിക്കേണ്ട, ഇവിടെ പറഞ്ഞേക്കുന്നത് നീ വായിച്ചാൽ മതി. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇത് ഒന്നിനെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ദാ Section 4 of Companies Act 2013, without prejudice to the provision of subsection 2, a company shall not be registered with a name which contains. Section 4 without prejudice to the name contain എന്ന് പറയുമ്പോൾ ഒരു പേര് നിങ്ങൾ രജിസ്റ്ററിൽ ഡിസൈഡ് ചെയ്യുമ്പോൾ 4 സബ്സെക്ഷൻ 2നെ മറികടക്കാൻ പാടില്ല. 4 സബ്സെക്ഷൻ 2ഉം വാലിഡ് ആണ്, അതിനെ കൺസിഡർ ചെയ്തിട്ട് വേണം നീ ഒരു പേര് ഇടാനായിട്ട്. സോ ദാറ്റ് ഇസ് ബേസിക്കലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആൻഡ് വിത്തൗട്ട് പ്രിജുഡൈസ്. സോ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഓവർ റൈഡ് ചെയ്യുവാണ്. മറ്റേ സെക്ഷനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, മറ്റേ ആക്ടുകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മുടെ ആക്ടിനകത്ത് വേറെ എവിടെയെങ്കിലും പല സെക്ഷനിലോ സബ്സെക്ഷനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ് ഓപ്പറേറ്റീവ് ആകാൻ പോകുന്നത്. ഇറ്റ്സ് എ ഓവർ റൈഡിങ് സെക്ഷൻ, ഇറ്റ്സ് എൻ ഓവർ റൈഡിങ് പ്രൊവിഷൻ, സെക്ഷൻ അല്ല പ്രൊവിഷൻ, അല്ലെങ്കിൽ ഒരു ഓവർ റൈഡിങ് ക്ലോസ്. ആ പ്രൊവിഷൻ എന്ന് പറയുന്നതിലും ഓവർ റൈഡിങ് ക്ലോസ്. വെൻ യു കം ടു ദിസ് പെർട്ടിക്കുലർ വിത്തൗട്ട് പ്രിജുഡൈസ് ഒന്നിനെയും ഓവർ റൈഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് സെറ്റ് ഇൻ അഡീഷൻ ടു ഇറ്റ്. മറ്റേതും വാലിഡാണ്, ഇതും വാലിഡാണ്, ദിസ് ബോത്ത് വിൽ വർക്ക് ടുഗെദർ. അപ്പോൾ നീ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ 4 സബ്സെക്ഷൻ 2 കൂടെ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ 4 സബ്സെക്ഷൻ 2വിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് വി ആർ പ്രൊവൈഡിങ് സംതിങ് എൽസ് ഹിയർ. ക്ലിയർ അല്ലേ?
Okay. So after the next question, we'll have a small break. Reporting a fraud on. Very simple question, I would say. Sharp Surgical Limited is a public limited company engaged in the manufacture of surgical instruments with a nationwide chain of dealers and retail to facilitate the trade. ഷാർപ്പ് സർജിക്കലാണ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ദ ഇയർ 2020. ഇറ്റ് ഹാസ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 350.10 crore വിത്ത് ഫ്രീ റിസർവ്സ് വർത്ത് 156.70 crore, term loan of 56 crore from GHL Bank Limited as at 31/3/2025. Lambell and Associate Chartered Accountants were appointed to conduct statutory audit for financial year 24-25 for the aforesaid company. So Lambell Associate Chartered Accountantsiനെയാണ് അവർ ഓഡിറ്ററായിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്യൂറിംഗ് ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് മിസ്റ്റർ ലാംബ്, Bell, the senior partner of the auditing firm, shared the following observation with Mr. Sharp, one of the promoter directors of the company. അപ്പോൾ അതിനകത്തെ ഓഡിറ്റർ, അതിനകത്ത് ഒരു സീനിയർ പാർട്ണർ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കമ്പനിയുടെ പ്രൊമോട്ടറിനടുത്ത് കുറച്ച് കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? നമ്പർ 1, ഔട്ട് ഓഫ് ദി എബൌട്ട് ടേം ലോൺ, അവർ കുറച്ച് ടേം ലോൺ എടുത്തു എന്ന് നമ്മൾ മാർക്ക് ചെയ്തല്ലോ. 3.15 crore was suspected to be used for the purposes other than the business in providing unsecured loan to private individuals in the company. സോ പുള്ളിക്കാരൻ പറഞ്ഞു 3.15 crore എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തേക്കുന്ന ടേം ലോണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ അൺസെക്യൂർഡ് ലോണായിട്ട് കമ്പനിയുടെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൊടുത്തേക്കുവാണ്. ബിസിനസ് പർപ്പസിന് വേണ്ടി എടുത്ത ലോൺ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പുള്ളിക്കാരൻ ഒരു ഒബ്സർവേഷൻ പറയുന്നു. മിസ്റ്റർ റീത്ത്, വൺ ഓഫ് ദ ഓഫീസേഴ്സ് ഇൻ ദ കമ്പനി, വാസ് സസ്പെക്റ്റഡ് ടു ഹാവ് siphoned an amount of 0.15 crore. മിസ്റ്റർ റീത്ത് എന്ന് പറയുന്ന ഒരു ഓഫീസർ 0.15 crore അയാൾ മുക്കി, അയാൾ വേറെ പർപ്പസിന് ഉപയോഗിച്ചു, അയാളുടെ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചു. Mr. Lamb Bell, having reasons to believe for the above fraud, within 2 days of such detection, informed the audit committee and asked for its reply so that the central government can be informed of the suspected fraud of 3.15 crore. So Lamb Bell 2 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് കമ്മിറ്റി അറിയിക്കുന്നു, റിപ്ലൈ കിട്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ പറയുന്ന ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി. ഫർദർ ഹി എംഫസിസ് ടു മെൻഷൻ ദാറ്റ് ദ കേസ് ഓഫ് സസ്പെക്റ്റഡ് സൈഫണിങ് ഓഫ് 0.15 crore ടു ദ ഓഡിറ്റ് കമ്മിറ്റി. സോ 0.15 crore പറ്റിയിട്ടുള്ള ആ സംഭവം inform ചെയ്തു. Okay. Mr. Sharp requested the auditor not to report any matter to the central government. Rather, they can mention the above matters in the director's report. അപ്പോൾ ഡയറക്ടർ പറയുകയാണ് നിങ്ങളിതൊന്നും സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കില്ല, നമ്മളിതൊക്കെ എവിടെ ഡിസ്ക്ലോസ് ചെയ്തേക്കാം, ഡയറക്ടേഴ്സ് റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തേക്കാം. ദ എബവ് റിക്വസ്റ്റ് ഓഫ് മിസ്റ്റർ ഷാപ്പ് വാസ് ബേസ്ഡ് ഓൺ ദ റീസണിംഗ് ദാറ്റ് ഇറ്റ് വാസ് ഓൺലി എ കേസ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രോഡ് ആൻഡ് ദ സെയിം ഇസ് എ മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ കമ്പനി. വെറും സസ്പെക്റ്റഡ് ഫ്രോഡാണ്, ഇനി കമ്പനി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് അയച്ചു കൊടുക്കുന്നത്? കൺസിഡറിംഗ് ദ ആപ്ലിക്കബിൾ പ്രൊവിഷൻസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ഡിസൈഡ് ദ ഫോളോയിങ്. സെക്കൻഡ് മക്കളെ, അറിയാതെ ക്ലോസ് ആയി പോയതാട്ടോ. Decide the following. Number 1, whether Lambell and Associate Chartered Accountant should restrict the reporting of the above suspected fraud of 3.14 crore as requested by Mr. Sharp. What is the correct procedure to be followed by the auditor in such case? 3.15 crore പറ്റി പറയാതിരിക്കണോ? എന്ത് പ്രൊസീജിയറാണ് ടെക്നിക്കലി ഓഡിറ്റർ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്? വാട്ട് വുഡ് ബി ദ കറക്റ്റ് പ്രൊസീജിയർ ഫോർ സസ്പെക്റ്റഡ് സൈഫണിംഗ് ഓഫ് 0.15 crore ബൈ ദ ഓഡിറ്റർ ഓഫ് എ കമ്പനി? സോ 0.15 crore എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇത് അറിയിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ? സോ ഫസ്റ്റ് കേസിനകത്ത് ഇതിന് 2 പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. അത് മാത്രമേ ഇതിനകത്ത് ഞാൻ ലെങ്തി ആയതുകൊണ്ട് വന്നൊരു പ്രശ്നമേ ഉള്ളൂ, അല്ലാണ്ട് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് അല്ല. ഒരെണ്ണം 3.15 crore ആണ്, വിച്ച് ഇസ് എബവ് 1 crore. അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. 2 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിൾ ആണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയോട് അറിയിക്കുക, ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ ബോർഡിനെ അറിയിക്കുക. 2 ഡേയ്സിനുള്ളിൽ, അതായത് ഫ്രോഡ് കണ്ടുപിടിച്ച ഓഡിറ്റർ 2 ഡേയ്സിനുള്ളിൽ അറിയിക്കുക. 2 ഡേയ്സിനുള്ളിൽ അറിയിച്ചിട്ട് 45 ദിവസത്തിനുള്ളിൽ ആ പറയുന്ന റിപ്ലൈ ഓർ ഒബ്സർവേഷൻസ് അവർ ഫോർവേഡ് ചെയ്യണം ടെക്നിക്കലി. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, നോ അവർ ഇപ്പോൾ ഫ്രോഡിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. മോർ ദൻ 1 crore ആൻഡ് ലെസ് ദൻ 1 crore. മോർ ദൻ 1 crore ആവുന്ന സമയത്ത് അവർ അത് മറ്റേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ടിനകത്ത് മാത്രം ഡിസ്ക്ലോസ് ചെയ്യുന്ന തെറ്റാണ്. 2 ഡേയ്സിനുള്ളിൽ ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിൾ ആണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി അറിയിക്കുക, ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനി ആണെങ്കിൽ ബോർഡിനെ അറിയിക്കുക. 15 ദിവസത്തിൽ ഒരു റിപ്ലൈ തരിക, റിപ്ലൈ തന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുക. 15 ദിവസത്തിൽ റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട്, ഓഡിറ്റർ കണ്ടുപിടിച്ച കമൻറ്റുകൾ, ഒബ്സർവേഷൻസ് അവർ റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്ലൈയുടെ കോപ്പിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യുക.
ഇതാണ് മോർ ദൻ 1 crore ഇൻവോൾവ് ആണെങ്കിൽ ചെയ്യേണ്ട പ്രൊസീജിയർ. ലെസ് ദൻ 1 crore ആണെങ്കിൽ 2 ഡേയ്സിനുള്ളിൽ ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് ബോർഡിനെ അറിയിക്കുക. എന്നിട്ട് ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യുക. പ്രോപ്പറായിട്ട് അവർ ഡിസ്ക്ലോസ് ചെയ്യിപ്പിക്കണം. ഇന്ന റീസൺ ആണ്, എത്രയാണ് എമൗണ്ട് ഫ്രോഡ് ഇൻവോൾവ്, എത്രയാണ്, എന്താണ് നേച്ചർ ഓഫ് ദ ഫ്രോഡ്, ആരൊക്കെയാണ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്തേക്കുന്നത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് വെച്ച് ഡിസ്ക്ലോസിങ് മാത്രം ചെയ്താൽ മതി. 143 സബ്സെക്ഷൻ 12 പ്രകാരം 1 crore കൂടുതലുള്ളത് കൊണ്ട് ലെസ് ദൻ 1 crore ഉണ്ട്. സോ 1 crore കൂടുതലുള്ളത് ഓഫീസേഴ്സോ എംപ്ലോയീസോ കമ്മിറ്റ് ചെയ്തതാണ്. ഓഡിറ്റർ അത് റിപ്പോർട്ട് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് റിപ്പോർട്ട് ചെയ്യണം സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ. ആ സ്റ്റിപ്പുലേറ്റഡ് ടൈം വളരെ ക്ലിയർ ആയിട്ട് പറയണം, 2 days കേട്ടോ. കണ്ടോ, ബട്ട് നോട്ട് ലേറ്റർ ദൻ 2 days. ഓഡിറ്റർ ഷെൽ റിപ്പോർട്ട് ദ മാറ്റർ ടു ദ ബോർഡ് ഓർ ദ ഓഡിറ്റ് കമ്മിറ്റി വിതിൻ 2 days. 45 ഡേയ്സിനുള്ളിൽ പ്രോപ്പർ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം സി ജിയുടെ അടുത്ത്. ഓൺ ദ റെസിപ്റ്റ് ഓഫ് സച്ച് റിപ്ലൈ ഓർ ഒബ്സർവേഷൻ സെൻട്രൽ ഗവൺമെൻറ് ഫോർവേഡ് ചെയ്യുക. ഇനി വിതിൻ 15 days ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് 45 ഡേയ്സിനുള്ളിൽ അവരത് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ റിപ്ലൈ കിട്ടാത്ത കേസും ഉണ്ട്, റിപ്ലൈ കിട്ടിയ കേസും ഉണ്ട്. ഏത് കേസാണെങ്കിലും നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇവിടെ ഫ്രോഡ് ഇൻവോൾവിങ് ലെസ് ദൻ 1 crore ആണ് എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിൾ ആണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി അറിയിക്കുക, ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിൾ എങ്കിൽ ബോർഡിനെ അറിയിക്കുക വിതിൻ 2 days. എന്നിട്ട് ഇത് എവിടെ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി? ബോർഡ്സ് റിപ്പോർട്ടിൽ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. രണ്ടാമത് 0.15 crore ആണ്. സോ വാട്ട് ഇസ് എ ഫ്രോഡ് ഇൻവോൾവ്, അപ്രോക്സിമേറ്റ് എമൗണ്ട്, നേച്ചർ, റെമഡിയൽ ആക്ഷൻസ്, പാർട്ടീസ്, ഇത് മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. സോ ഇത് പ്രൊവിഷനകത്ത് എഴുതി പോയാൽ മതി. ലെസ് ദൻ 1 crore, മോർ ദൻ 1 crore. പ്രൊവിഷൻ 2 ഡിഫറെൻറ്റ് ഹെഡിങ് കാണിക്കുക. കൺക്ലൂഷനകത്ത് പറയുക ഫസ്റ്റ് കേസിനകത്ത് മോർ ദൻ 1 crore ഇൻവോൾവ് ആണ്, സോ മുകളിലത്തെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. ദാറ്റ് ഇസ് 3.15 crore കേസ്. സെക്കൻഡിനകത്ത് ഓൺലി 0.15 crore ആണ് ഇൻവോൾവ്, സോ വിച്ച് ഇസ് ലെസ് ദൻ 1 crore. അവിടെ ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. കാരണം പ്രൊവിഷനൊക്കെ ഓൾറെഡി മുകളിൽ എഴുതിയതുകൊണ്ട് വീണ്ടും വന്ന് കൺക്ലൂഷനകത്ത് എഴുതേണ്ട ആവശ്യം ഇല്ല. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ അഗൈൻ. ദാറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? നമ്പർ ഓഫ് ഡേയ്സ് മാത്രമാണ് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സ്റ്റിപ്പുലേറ്റഡ് ടൈം എന്ന് പറഞ്ഞിട്ട് അവർ പ്രൊവിഷനകത്ത് കൊടുത്തിട്ട് വീണ്ടും സ്റ്റിപ്പുലേറ്റഡ് ടൈം വന്ന് കൺക്ലൂഷനകത്ത് എഴുതുക. ഐ വുഡ് പ്രിഫറബിളി സേ റൈറ്റ് ഓൾ ഓഫ് ദോസ് ഇൻ ദ പ്രൊവിഷൻ. കൺക്ലൂഷനകത്ത് ആ കഥ മാത്രം വന്നാൽ മതി. ദാറ്റ്സ് മൈ പേഴ്സണൽ സജഷൻ. ഓക്കെ അല്ലേ? Okay, so we'll have a very small break and we'll restart by 6:25.
Okay, so let us continue without wasting time. LLP ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. So, let us continue. Okay. ഇതിനകത്ത് LLPക്കകത്ത് 1-2 പോയിൻ്റ്, അതായത് ഡെഫിനിഷനകത്ത് ഒരു ക്ലാരിറ്റി വളരെ ക്ലിയർ ആയിട്ട് വേണം. ഇല്ലെങ്കിൽ മാത്രമേ എനിക്ക് ബേസിക്കലി സ്റ്റുഡൻസിനിടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ എന്നൊരു തോട്ടുള്ളൂ. അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാത്തൊരു ക്വസ്റ്റൻ തന്നെയാണ് ഈ LLPയുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ. Harish, Priyam and Priyesh are 3 advertising professionals specialized in the field of creating short-term advertisement films for various fast-moving consumer goods company. So, FMCG goodsന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിനകത്ത് കമ്പനിയല്ല, ഒരു LLP ആണ്. സോ 3 പാർട്ട്നേഴ്സാണ് ഉള്ളത്. They have been engaged in the business separately as sole proprietors but have now decided to join hands and form LLP. അവർ നേരത്തെ സോൾ പ്രൊപ്പറേറ്റർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർ LLP ആയിട്ട് ഫോം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. On 10/4/2025, the e-form run LLP was filed thereby to reserve the name of the LLP as HPP and Associates LLP, which has been approved by the ROC along with the e-form. 10/4/2024 അവർ e-form ഫയൽ ചെയ്യുന്നത്. e-form has also been filed containing the details of their partners and consent. So, അവർ രജിസ്ട്രേഷൻ ഫോം ഫയൽ ചെയ്യുന്നു. അവർ കൺസെൻറ്റും അതോടുകൂടി അവർ ഫയൽ ചെയ്യുന്നുണ്ട്. Meanwhile, even after the incorporation as HPP Associates on 30/4/2024, the LLP could not finalize the LLP agreement as Harish and Priyam have agreed to contribute 1.15 crore to the LLP, whereas Priyesh has desired and insisted to monetize his future services for 1 year. ഇവിടെ 10/4/2024 അവർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. 34 വരെ അവർ LLP എഗ്രിമെൻറ്റ് ഫയൽ ചെയ്തിട്ടില്ല. ഇവിടെ ആദ്യത്തെ 2 പാർട്ട്നേഴ്സില്ലേ, അതായത് നമ്മുടെ ഹരീഷും പ്രിയവും 1.15 crore കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. പക്ഷേ നമ്മുടെ പ്രിയേഷ് എന്ന് പറയുന്ന പാർട്ട്ണർ 1 വർഷത്തേക്ക് അയാൾ പൈസയായിട്ടൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ അയാൾ സർവീസസ് റെൻഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ആൾക്കാർ മോണിറ്ററി കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു, മറ്റേ ആൾ മോണിറ്ററി കോൺട്രിബ്യൂഷൻ അല്ല ചെയ്യുന്നത്. ഹൗഎവർ, കൺസെൻസസ് വാസ് ഡ്രോൺ ബിറ്റ്വീൻ ദ എബവ് 3 ആൻഡ് എ കോമൺ കൺസെൻസസ് LLP എഗ്രിമെൻറ്റ് വാസ് സബ്മിറ്റഡ് ഓൺ 25/2024. 3 പേരും കൂടെ എഗ്രി ചെയ്യുന്നു, ഒരു കൺസെൻസസ് കൊണ്ടുവരുന്നു, എന്നിട്ട് LLP എഗ്രിമെൻറ്റ് അവർ ഫയൽ ചെയ്യുകയാണ്. LLP ഹാസ് ഫർദർ പ്ലാൻ ടു ഇൻഡക്ട് ശ്രീജൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വൺ ഓഫ് ദ പാർട്ട്നേഴ്സ്. സോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. കൺസിഡറിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് LLP Act, answer the following question: whether ROC would accept the LLP agreement submitted after 20 days of its incorporation. Incorporation കഴിഞ്ഞ് 20 days ഫയൽ ചെയ്ത ഇൻകോപ്പറേഷൻ എഗ്രിമെൻറ്റ് ROC അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ ഉള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: whether the opposition of the desire of Priyesh on matter and the form of his capital contribution correct. പുള്ളിക്കാരൻ ഫ്യൂച്ചർ സർവീസസ് റെൻഡർ ചെയ്യാന്നാണ് പറയുന്നത്, മോണിറ്ററി ആയിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? വെദർ ശ്രീജൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി ഇൻഡക്റ്റഡ് ആസ് എ പാർട്ട്ണർ. സോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ? ഇവിടെ ആകെ കൺഫ്യൂസിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമാണ്. സോ ഫസ്റ്റ് വൺ, ആസ് പെർ സെക്ഷൻ 23, 20 ദിവസത്തിനുള്ളിലാണ് അവർ ഫയൽ ചെയ്ത് എന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല, 30 ഡേയ്സിനുള്ളിൽ ഫയൽ ചെയ്താൽ മതി. സോ സെക്ഷൻ 23 ആൻഡ് റൂൾ പ്രകാരം every LLP shall file information with regard to the LLP agreement in form number 3 with the ROC within 30 days of its incorporation. അപ്പോൾ 30 days ഓഫ് ഇൻകോപ്പറേഷനുള്ളിൽ ഫയൽ ചെയ്താൽ മതി. ഇവർ 20 ഡേയ്സിനുള്ളിലാണ് ഫയൽ ചെയ്തത്. ഒരു കുഴപ്പമില്ല, ROC എന്ത് ആക്സെപ്റ്റ് ചെയ്യും? ആ LLP എഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യും. രണ്ടാമത്തേനകത്ത് അവർ ആ പാർട്ട്ണർ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്.
പ്രിയേഷ് ഫ്യൂച്ചർ സർവീസസ് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് 1 ഇയറിലേക്ക്. ബാക്കി 2 ആൾക്കാർ 1.15 crore. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ 32, a contribution of a partner of the LLP may consist of tangible, movable, immovable, intangible property or other benefit to the LLP, including money, promissory note, other agreement to contribute cash, property and contract. Thus, Priye's plea for contributing his future services for 1 year to the LLP as his capital contribution is tenable and therefore other partners are not correct in opposing it. Capital contribution, അവർ കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ടാഞ്ചിബിൾ ആകാം, ഇൻടാഞ്ചിബിൾ ആകാം, മൂവബിൾ ആകാം, ഇമൂവബിൾ ആകാം. ഇറ്റ് കുഡ് ബി എനി കൈൻഡ് ഓഫ് സർവീസസ് ലൈക്ക് മണി ആകാം, പ്രോമിസറി നോട്ട് ആകാം, കോൺട്രാക്ട് ആകാം. ഒരു കുഴപ്പമില്ല. അപ്പോൾ അയാൾ 1 ഇയറിലേക്ക് സർവീസ് റെൻഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് എക്സെപ്റ്റഡ് ഓൺലി. ബാക്കിയുള്ള ആൾക്കാർ മണി എന്നുള്ള രൂപത്തിൽ 1.15 crore തരാമെന്ന് പറഞ്ഞു. അതും ശരിയാണ്. സോ മറ്റേ ആൾ ഫ്യൂച്ചർ സർവീസ് മാത്രമേ തരുള്ളൂ. ഇത് നമ്മൾ ഒപ്പോസ് ചെയ്യുമെന്ന് പറയുന്നത് തെറ്റാണ്. ദ ലാസ്റ്റ് വൺ, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഒരു ഇൻഡിവിജ്വലിനോ ഒരു ബോഡി കോർപ്പറേറ്റോ ആകാം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തല്ല? ബോഡി കോർപ്പറേറ്റ് അല്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ 5, ഇൻഡിവിജ്വലിനോ ബോഡി കോർപ്പറേറ്റിനോ പാർട്ണർ ആകാം. പക്ഷേ ബോഡി കോർപ്പറേറ്റിനകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് ശ്രീജൻ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ പാർട്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. കോപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മുടെ കോർപ്പറേഷൻ, സോൾ, ഇതിനൊന്നും നമുക്ക് എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് എക്സ്ക്ലൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ട്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ട്ണറായിട്ട് യു ക്യാൻ അപ്പോയിൻറ്റ് ഐദർ എൻ ഇൻഡിവിജ്വൽ ഓർ എ ബോഡി കോർപ്പറേറ്റ്. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇൻകോപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, കമ്പനി ഇൻകോപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, LLP ഇൻകോപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, LLP ഇൻകോപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇതാണ് ബോഡി കോർപ്പറേറ്റ്. ഇത്രയും ആൾക്കാർക്കോ ഓർ ഇൻഡിവിജ്വലിനോ പാർട്ട്ണറാകാം. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഡെഫിനേഷൻ. ദെയർഫോർ സ്ട്രീജൻ കോപ്പറേറ്റീവ് സൊസൈറ്റി കൻ നോട്ട് ബി എ പാർട്ട്ണർ ഓഫ് ദിസ് പെർട്ടിക്കുലർ LLP. അതിനകത്ത് എനിക്ക് ഇതും എളുപ്പമാണ്, ഫസ്റ്റ് വണ്ണും എളുപ്പമാണ്. പക്ഷേ സെക്കൻഡ് വൺ, അതായത് കോൺട്രിബ്യൂഷൻ്റെ ഭാഗം, we have not seen such question at all. So remember, ഒരാൾ ഫ്യൂച്ചർ സർവീസ് 1 വർഷത്തേക്ക് തരാമെന്ന് പറയുന്നതും ഒരു കുഴപ്പമില്ല. സോ മോണിറ്ററി, നോൺ മോണിറ്ററി, അല്ലെങ്കിൽ മൂവബിൾ, ഇമൂവബിൾ, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, മണി, പ്രോമിസറി നോട്ട്, സർവീസ് എന്ത് വേണേലും ആകാം കോൺട്രിബ്യൂഷൻ. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അങ്ങനത്തെ ഒരു ഒബ്ജെക്ഷൻ പറയുന്നത് തെറ്റാണ്. ഓക്കെ അല്ലേ? സെക്ഷനകത്ത് റൂൾ ഉണ്ടെങ്കിൽ, സെക്ഷനകത്ത് റൂൾ ഉണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 135 ഇപ്പോൾ റൂളാണെങ്കിൽ ആ റൂൾ അവിടെ കോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ സെക്ഷൻ 123 റെഡ് വിത്ത് റൂൾ 3. 123 എന്ന് പറയുന്ന സെക്ഷനും ആപ്ലിക്കബിൾ ആണ്. റൂൾ 3 എന്ന് പറയുന്ന ഒരു റൂളും ആപ്ലിക്കബിൾ ആണെങ്കിൽ എങ്ങനെ എഴുതാം? അക്കോർഡിംഗ് ടു സെക്ഷൻ 123 ഓഫ് കമ്പനീസ് ആക്ട് 2013 റെഡ് വിത്ത് റൂൾ 3 ഓഫ് ആ ചാപ്റ്ററിൻ്റെ പേര് ബ്രാക്കറ്റിൽ കൊടുക്കണം. വെറും റൂൾ 3 എന്ന് എഴുതരുത്. റൂൾ 3 ഓഫ് ദ കമ്പനീസ് ബ്രാക്കറ്റിൽ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ്റ്, അത് ചാപ്റ്ററിൻ്റെ പേര്, ബ്രാക്കറ്റ് ക്ലോസ്ഡ് റൂൾസ്. സോ വിച്ച് എവർ റൂൾ നമ്പർ യു ആർ കോട്ടിങ്, ഏത് ചാപ്റ്ററിനെ ഇത് ചെയ്തിട്ടാണ് ആ റൂൾ വരുന്നത്, ആ ചാപ്റ്ററിൻ്റെ പേര് ബ്രാക്കറ്റ് കൊടുക്കുക. റെഡ് വിത്ത്, ഇഫ് എ സെക്ഷൻ ആൻഡ് റൂൾ ബോത്ത് ആർ ആപ്ലിക്കബിൾ, യു വിൽ റൈറ്റ് സെക്ഷൻ റെഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ റൂൾ. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ അല്ലേ? Okay, so going for the next one. Explain the maxim ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ. ഈ മാക്സിം ബേസിക്കലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ലോയിനെ മനസ്സിലാക്കുമ്പോൾ അതുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ മീനിങ് എന്താണോ, അതുണ്ടാക്കിയപ്പോൾ ഹൗ ഇറ്റ് വാസ് അണ്ടർസ്റ്റുഡ്,
യു ഇൻ്റർപ്രറ്റ് ഇറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വേ. നമ്മുടെ മോഡേൺ ലോയ്ക്കല്ല ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ഏൻഷ്യൻ ലോസിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഓവർ 150 years വി ഹാവ് ഇൻ്റർപ്രറ്റഡ് ഇറ്റ് ഇൻ ദിസ് വേ, ഓർ ഓവർ 50 years വി ഹാവ് ഇൻ്റർപ്രറ്റഡ് ഇൻ ദിസ് വേ. അപ്പോൾ ഒരു ഏൻഷ്യൻ ലോയ്ക്കാണ് ബേസിക്കലി മാക്സിമം ആപ്ലിക്കബിൾ ആവുന്നത്. കസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കസ്റ്റമാണ്. സോ ഓവർ ദ ഇയേഴ്സ് or how it was being made, historically how it was understood, അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മോഡേൺ ലോയ്ക്ക് അല്ല ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. ഇറ്റ് ഇസ് ബേസിക്കലി ആപ്ലിക്കബിൾ ഫോർ എ ഏൻഷ്യൻ ലോ. This doctrine is based on the concept that a statute or a document is to be interpreted by referring to the exposition it has received from the contemporary authority. അത് ഉണ്ടാക്കിയപ്പോൾ അതിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയിരുന്നത് അതേ രീതി വേണം നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാനായിട്ട്. ദിസ് മീൻസ് a law should be understood in the sense it was originally understood at the time it was passed. ഹിസ്റ്റോറിക്കലി അതിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് at the time it was passed, അത് പാസ്സാക്കിയ സമയത്ത് എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് അതേ രീതിയിൽ മാത്രമേ നമ്മളിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടുള്ളൂ. കസ്റ്റം ഇസ് ദ ബെസ്റ്റ് ഇൻ്റർപ്രറ്റ് ഓഫ് ലോ. അപ്പോൾ ഇപ്പം നമ്മൾ പറയുകയാണ് കോർട്ട് വാസ് ഇൻഫ്ലുവൻസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ആൻഡ് ബൈ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് വാസ് ദാറ്റ് വിച്ച് ഹാഡ് ബീൻ ജനറലി കൺസിഡർഡ് ആസ് ട്രൂ ഫോർ 160 years. 160 വർഷമായിട്ട് നമ്മൾ ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ലോ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെൻസ്. സോ ട്രൈ ടു ഇൻ്റർപ്രറ്റ് ദ ലോ ഹൗ ഇറ്റ് വാസ് അണ്ടർസ്റ്റുഡ് വെൻ ഇറ്റ് വാസ് പാസ്ഡ്. അത് പാസ്സാക്കിയ സമയത്ത് അതിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ്സ് ബേസിക്കലി ആപ്ലിക്കബിൾ ഫോർ ഏൻഷ്യൻ ലോ ആൻഡ് നോട്ട് ഫോർ അവർ മോഡേൺ ലോ. അതൊന്ന് ആഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് ബേസിക്കലി ആപ്ലിക്കബിൾ ഫോർ ദ ഏൻഷ്യൻ ലോ ആൻഡ് നോട്ട് ഫോർ ദ മോഡേൺ ലോ. ഓക്കെ അല്ലേ? ഈ മാക്സിമം സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദിസ് ദേ ആർ ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ്. വേറെ എന്തെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അടുത്തത് അഗെയിൻ വാസ് a question which we actually predicted would come for the September 25 attempt. SPO എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. നോക്കാം. Arch Support Limited is a public limited company incorporated in 2018, having its registered office in Nashik, Maharashtra, and engaged in the manufacture of sports shoes and related accessories. So, a public limited company, Nashikilana office, Maharashtra, sports shoes and related accessories are producing. It has a following breakup of equity and preferential capital. Ithra equity shares, ithra preference shares. Miss Martha, one of the elite members from Jaipur, holds in her name equity shares worth 6,50,000 as on the date, and also has a beneficial interest in the equity shares worth 3 lakh. So 6,50,000 equity shares on the beneficial interest 3 lakh on. Is concerned about declaration to be made as mandated by the company's SBO rules. അപ്പോൾ ഇത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരി സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണർ ആണോ, എന്തെങ്കിലും മാൻഡേറ്ററി ആയിട്ട് കമ്പനിക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള പുള്ളിക്കാരി ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്. ഷീ കൺസൾട്ടഡ് CA Miss Marina, her friend, on the above issue, who advised that since she has significant beneficial ownership directly and indirectly in the company, she is required to file a declaration as mandated by the above rules. So ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെ അപ്രോച്ച് ചെയ്യുന്നു. പുള്ളിക്കാരി പറയുന്നു, നിനക്ക് ഇത്ര തരത്തിലുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ഉള്ളതുകൊണ്ട് നീ കമ്പനിക്ക് ഒരു ഡിക്ലറേഷൻ റൂൾസ് പ്രകാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ആൻഡ് SBO rules, decide on the following: whether the advice given by CA Miss Marina, her friend, on the above issue is in line with the SBO rule. ആ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പറഞ്ഞേക്കുന്ന അഡ്വൈസ് ശരിയാണോ തെറ്റാണോ, വെദർ SBO റൂൾസ് ആർ ആപ്ലിക്കബിൾ ഇൻ എവറി കേസ്, എല്ലാ കേസിലും SBO റൂൾസ് ആപ്ലിക്കബിൾ ആണോ, കമൻറ്റ് ആൻഡ് മെൻഷൻ ദി ഇൻസ്റ്റൻസസ് ഇഫ് എനി വെൻ ദ റൂൾസ് ആർ നോട്ട് ആപ്ലിക്കബിൾ. SBO റൂൾസ് ആപ്ലിക്കബിൾ അല്ലാത്ത കേസുകൾ ഏതൊക്കെ. ടെക്നിക്കലി ആ CA ഫ്രണ്ട് പറഞ്ഞത് ശരിയല്ല. അപ്പോൾ അത് എന്തുകൊണ്ട് ശരിയല്ല എന്നുള്ളത് സെക്ഷൻ 90 നിന്നുള്ള പ്രൊവിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇത്
ഞാൻ റിപ്പീറ്റ് ചെയ്തൊന്ന് ചെയ്യാൻ പറയും. കാരണം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് SBOനെ ബേസ് ചെയ്യുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിലോ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടില്ല. വർക്ക് ബുക്കിൽ ഇല്ലാത്തതിൻ്റെ ലോജിക്ക് വർക്ക് ബുക്കിൽ ഒരു മനഃപൂർവ്വം ഇടാത്തതല്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ ഇഫ് യു ഡൂ ദിസ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ, ദിസ് ടൈം ദേ കൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ എ വെരി ഡിഫറെൻറ്റ് വേ. ഇവിടെ SBO റൂൾസ് ആപ്ലിക്കബിൾ ആകുന്നില്ല ബിക്കോസ് ഇറ്റ് ഇസ് വിതിൻ ദ ലിമിറ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് മറ്റു രീതിയിൽ ചോദിച്ചൂടെ, SBO റൂൾസ് ആപ്ലിക്കബിൾ ആകുന്നു, ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നു, നീ ഡിക്ലറേഷൻ കൊടുക്കണം. അപ്പോൾ ഒരു തവണ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ വെരി thorough with the portion. So I would personally suggest you to practice this particular question because there is no such reference in the previous attempt. So section 90 പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഒറ്റയ്ക്കോ or together with one or more persons including a trust or a person resident outside India ഒരു ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യുവാണ്. ഒരു ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് 25% എന്നാണ് ആക്ട് പറയുന്നത്. ഓർ സച്ച് അതർ പെർസെൻറ്റേജ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണർ. സോ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ടുഗെദർ വിത്ത് വൺ ഓർ മോർ പേഴ്സൺസ്, അതിനകത്ത് ആരൊക്കെ ഇൻക്ലൂഡാണ്? ട്രസ്റ്റ്, പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഹു ഹോൾഡ്സ് എ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 25% ഓർ സച്ച് അതർ പെർസെൻറ്റേജ് ആസ് മേ ബി പ്രിസ്ക്രൈബ്, അവരെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണർ, SBO എന്ന് നമുക്ക് ഇനി അങ്ങോട്ട് പറയാം. SBO ഒരു ഡിക്ലറേഷൻ കമ്പനിക്ക് കൊടുക്കണം. ആ ഡിക്ലറേഷനകത്ത് ക്ലിയർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? ഞങ്ങൾ എന്തുമാത്രം ഇൻട്രസ്റ്റ് കമ്പനീൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് പറയുന്ന ഒരു പെർട്ടിക്കുലർ പീരീഡിനുള്ളിലാണ് ആ ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്. സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണറിനെ പറ്റി കൂടുതൽ റൂൾസിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 25% ഓർ മോർ സച്ച് അതർ പെർസെൻറ്റേജ് ആസ് മേ ബി പ്രിസ്ക്രൈബ് പറയുന്നുണ്ട്. സച്ച് അതർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്. ഒരു പേഴ്സൺ ടുഗെദർ വിത്ത് വൺ ഓർ മോർ പേഴ്സൺസ് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഹോൾഡ് ചെയ്യുവാണ് മോർ ദൻ 10% ഓഫ് ദ ഷെയർസ് ഇൻ ദ കമ്പനി. മോർ ദൻ 10% ഓഫ് ദ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി 10% ഓഫ് ദ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ റൈറ്റ് ടു റിസീവ് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിവിഡൻഡ് ഉണ്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ ടോട്ടൽ ഡിവിഡൻഡ് ഉണ്ട്, ഓർ എക്സസൈസസ് ഇൻഫ്ലുവൻസ് ഓർ കൺട്രോൾ ഇൻ എനി അതർ മാനർ അതർ ദൻ ത്രൂ ഡയറക്റ്റ് ഹോൾഡിംഗ്. സോ ഒന്നുകൂടെ നോക്കാം. 25% ഓർ മോർ എന്ന് പറയുന്ന ആക്ടിൽ പറയുന്നു, റൂൾസിൽ പറയുവാണ് സച്ച് അതർ പെർസെൻറ്റേജ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് 10%. എടോ പേഴ്സൺ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് പേഴ്സൺ ഓർ ടുഗെദർ വിത്ത് വൺ ഓർ മോർ പേഴ്സൺസ്, നീ അറ്റ്ലീസ്റ്റ് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ 10% ഷെയർ ഹോൾഡ് ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ 10% വോട്ടിംഗ് റൈറ്റ് ഉള്ളവനാണ്, അല്ലെങ്കിൽ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ ടോട്ടൽ ഡിവിഡൻഡ് ആണ്, അല്ലെങ്കിൽ യു ആർ എക്സൈസിങ് കൺട്രോൾ അതർ ദാൻ ദ ഡയറക്റ്റ് ഹോൾഡിംഗ് ആണ്, നിന്നെ SBO എന്ന് നമ്മൾ വിളിക്കും. ഈ പറയുന്ന ക്വസ്റ്റിനകത്ത് മാർത്ത ഹോൾഡ് ചെയ്യുന്ന എത്രയാണ്? 6 lakh ഇക്വിറ്റി ഷെയർസും 3,50,000 ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റുമായിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 9,50,000 ആണ്. ടോട്ടൽ എമൗണ്ട് എത്രയാണ് വരുന്നത്? 1,20,000 ഷെയർസ് ഓഫ് 100 ഈച്ച് എന്നല്ലേ പറയുന്നത്? നോക്കിക്കേ ക്വസ്റ്റിനകത്ത് ദാ ഇക്വിറ്റി ഷെയർസ് 1,20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച് എന്നാണ് പറയുന്നത്. അതിൻ്റെ 10% എന്ന് പറയുമ്പം 12 lakh വരുന്നുള്ളൂ. പുള്ളിക്കാരി എത്ര ഹോൾഡ് ചെയ്യുന്നുള്ളൂ? 9,50,000 ഹോൾഡ് ചെയ്യുന്നു. 6 lakh ഇക്വിറ്റി ഷെയർസ് പ്ലസ് 3,50,000, 9,50,000 ആണ് പുള്ളിക്കാരി ഹോൾഡ് ചെയ്യുന്നത്. പുള്ളിക്കാരുടെ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. അതായത് നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ 10% ഷെയർ ഹോൾഡിങ്ങോ, അല്ലെ 10% വോട്ടിംഗ് റൈറ്റോ, അല്ലെ 10% ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഡിവിഡൻഡോ, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓർ കൺട്രോളോ വേണം എന്നാണ് പറയണത്. ഇവിടെ പുള്ളിക്കാരി ടോട്ടൽ 9,50,000 ആണ് വന്നേക്കണത്. കമ്പനിയുടെ ടോട്ടൽ നോക്കുക, 1,20,000 ഇൻറ്റു 100, അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 lakh വരെ പുള്ളിക്കാരിക്ക് ഹോൾഡ് ചെയ്യാം. 12 lakh എക്സീഡ് ചെയ്യുമ്പോഴാണ് SBO എന്ന് വിളിക്കുക. പുള്ളിക്കാരി എത്ര ഹോൾഡ് ചെയ്യുന്നുള്ളൂ? 9,50,000. അപ്പം മറീന എന്ന് പറയുന്ന ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൊടുത്തേക്കുന്ന അഡ്വൈസ് ശരിയാണോ? അല്ല, ബിക്കോസ് ഷീ ഈസ് നോട്ട് റിക്വയർഡ് ടു ഫയൽ ഡിക്ലറേഷൻ. ഇവിടെ പുള്ളിക്കാരി SBO കാറ്റഗറിയിൽ വരുന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരി എന്ത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല? ഡിക്ലറേഷൻ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു? SBO എന്ന് പറയുന്ന റൂൾസ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ? ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്? റൂൾ 8 പ്രകാരം ആർക്കൊക്കെ ആപ്ലിക്കബിൾ അല്ല? ഷാൽ നോട്ട് ബി മെയ്ഡ് ആപ്ലിക്കബിൾ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ റിപ്പോർട്ടിംഗ് ഷെയർസ് ടു ദ എക്സ്റ്റെൻറ്റ് ദ ഷെയർ ഓഫ് ദ റിപ്പോർട്ടിംഗ് കമ്പനി ഈസ് ഹെൽഡ് ബൈ. കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് IEPF അതോറിറ്റി ആണെങ്കിൽ SBOൻ്റെ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. Its holding reporting company, provided that the details of such holding reporting company shall be reported in form number Ben 2. Holding reporting company already ഫയൽ ചെയ്യുന്നുണ്ട് Ben 2-നകത്ത്, വീണ്ടും നിങ്ങൾ ഫയൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റിയാണ് നിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്, നിനക്കും ഈ പറയുന്ന റൂൾസ് ആപ്ലിക്കബിൾ അല്ല. ദ റിപ്പോർട്ടിംഗ് കമ്പനി, ദ ബോഡി കോർപ്പറേറ്റ് എൻറ്റിറ്റി കൺട്രോൾ ഹോൾലി ഓർ പാർട്ട്ലി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ പറയുന്ന റിപ്പോർട്ടിംഗ് കമ്പനിയോ അതിൻ്റെ ബോഡി കോർപ്പറേറ്റ്
ഓർ ഒരു എൻറ്റിറ്റിയോ കൺട്രോൾ ചെയ്യുന്നത് പാർട്ട്ലി അല്ലെങ്കിൽ ഹോൾലി സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആണ്. നിനക്കും എന്ത് ആപ്ലിക്കബിൾ അല്ല? SBOയുടെ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. സോ നിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് IPF അതോറിറ്റിയാണ്, SBOയുടെ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. നിൻ്റെ ഹോൾഡിംഗ് റിപ്പോർട്ടിംഗ് കമ്പനി ഓൾറെഡി ബെൻറ്റൂനകത്ത് കൊടുത്തിട്ടുണ്ട്, നിനക്കും ഇനി റൂൾ ആപ്ലിക്കബിൾ അല്ല. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റിയാണ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത്, വേണ്ട. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിംഗ് കമ്പനി, ബോഡി കോർപ്പറേറ്റ്, അവിടെ ഹോൾലി പാർഷ്യലി ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്, എങ്കിലും നിനക്ക് റൂൾ 8 ആപ്ലിക്കബിൾ അല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് സച്ച് ആസ് AIF, REIT, ഇൻവെറ്റ്, ഇവരൊക്കെ സെബി കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റീസാണ്. ഇവരാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ പോലും, ഇവരാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ പോലും നിനക്ക് SBOയുടെ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് റെഗുലേറ്റഡ് ബൈ RBI. സോ എനിത്തിങ് വിച്ച് ഇസ് റെഗുലേറ്റഡ് ബൈ സെബി, എനിത്തിങ് വിച്ച് ഇസ് റെഗുലേറ്റഡ് ബൈ RBI, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി കൺട്രോൾ, അല്ലെങ്കിൽ നമ്മുടെ IPF അതോറിറ്റി, ഇങ്ങനത്തെയൊക്കെ ഒരു കൺട്രോൾ വരുന്ന രീതിയിലാണ് നിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിനക്കും SBOയുടെ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. സോ എല്ലാവർക്കും SBOയുടെ റൂൾസ് ആപ്ലിക്കബിൾ ആണോ? അല്ല. ഈ ക്വസ്റ്റ്യൻ പ്രഡിക്റ്റഡ് ആയിരുന്നു, ആർക്കൊക്കെ SBOയുടെ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞാണ് കുറേ തവണ ക്ലാസ്സിലും. ദർ ആർ ഹയർ ചാൻസസ് ദേ ആസ്ക്ഡ് ഇറ്റ്. നല്ല ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാർട്ട്. ദിസ് പെർട്ടിക്കുലർ പാർട്ട് ഐ ഹവ് നോട്ട് സീൻ ഇൻ എനി ഓഫ് ദോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ഒരു കൈൻഡ്. സോ യു ക്യാൻ പ്രാക്ടീസ് ദിസ് ആൻഡ് ഗോ. I hope that is clear. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടെക്നിക്കലി ഒരു ഇൻഡയറക്റ്റ് പോലെ ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓൺലി. SMTN Limited is a listed company that operates in the pharmaceutical sector. Pharmaceutical sector ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. The company's annual accounts for the year 23-24 were audited by a prominent audit firm, JJ and Company. Following an investigation by the MCA, it was discovered that the audit report by JJ Company contains several discrepancies, including failure to disclose material information, including the company liability and misstatement. ഒരു JJ and Company എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് ഫേമാണ് ഓഡിറ്റ് നടത്തിയത്. SMTN Limited ലിസ്റ്റഡ് കമ്പനിയുടെ ഓഡിറ്റ് നടത്തിയത്. ഈ കമ്പനി കുറേ ഉടായ്പ കാണിക്കുന്നുണ്ടെന്ന് ഓഡിറ്റർ കണ്ടുപിടിച്ചു. The issue was raised by a group of minority shareholders who alleged that the audit firm had not complied with the auditing standards and had failed to conduct a proper audit. ഷെയർഹോൾഡേഴ്സ് ഒരു കണ്ടൻഷൻ എടുത്തിട്ട് പറഞ്ഞു, ഇവർ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടില്ല, ഓഡിറ്റ് പ്രോപ്പറായിട്ടല്ല ചെയ്തേക്കുന്നത്. The MCA referred the matter to NFRA, a body established under Section 132, to investigate whether the audit of SMTN Limited FS was conducted in compliance with accounting and auditing standard. അപ്പോൾ MCA ഈ മാറ്റർ NFRAക്ക് ഫോർവേഡ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇവർ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണോ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്, എക്സ്പ്ലെയിൻ എനി 3 functions and duties of NFRA and what actions can be taken by NFRA against the audit firm JJ and Company. NFRAക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും, NFRA എന്തായിരിക്കും ഈ ഓഡിറ്റ് ഫേമിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 3 functions എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ടെക്നിക്കലി ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറേ ഫങ്ഷൻസ് ഇത് ചെയ്യാനായിട്ടുണ്ടെങ്കിലും ദേ ആർ എക്സ്പെക്റ്റിംഗ് യു ടു റൈറ്റ് എനി 3 functions. ഇതിൽ ഇഷ്ടമുള്ള 3 എഴുതിയാൽ മതി. മെയിൻറ്റെയിനിങ് ദ ഡീറ്റെയിൽസ് ഓഫ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിന് എല്ലാ ഡീറ്റെയിൽസും മെയിൻറ്റെയിൻ ചെയ്തത് NFRAയുടെ ഡ്യൂട്ടിയാണ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കൊടുക്കേണ്ടത് NFRA ആണ്. എല്ലാവരും അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എല്ലാ ഓഡിറ്റ് ഫേംസ് ആൻഡ് ഓഡിറ്റേഴ്സ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യേണ്ടത് അവരാണ്. ക്വാളിറ്റി ഓഫ് സർവീസ് എൻഷുർ ചെയ്യേണ്ടത് NFRA ആണ്. അവെയർനെസ് ഓഫ് ദിസ് അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവരാണ്. They have to cooperate with national international organization for overseeing the adherence to audit and accounting standards. International and national organizations ആയിട്ടൊരു കോപ്പറേഷനുമായിട്ട് അവർ പോകണം ഫോർ adherence of accounting and auditing standards. Such are the functions as may be prescribed. ബേസിക്കലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 3 functions അവിടെ എഴുതാം, because they've asked only any 3 functions. Even though they've written every functions, you are expected to write any 3 functions. എന്തൊക്കെ കാര്യങ്ങളാണ് NFRAക്ക് ഓഡിറ്റ് ഫേമിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. ഒരു ഇൻഡിവിജ്വൽ ആണ് തെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 lakh rupeesഉം 5 times ഓഫ് ദ ഫീ റിസീവ്ഡും അവർക്ക് കളക്ട് ചെയ്യാം. ഇവിടെ JJ and Company എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് ഫേമാണ്. സോ 5 ലക്ഷം രൂപ ആൻഡ് 10 times ഓഫ് ദ ഫീ റിസീവ്ഡ് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. ഇൻഡിവിജ്വൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ 1 lakh 5 times ഓഫ് ദ ഫീ ഇൻവോൾഡും, ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ 5 lakhഉം
മിനിമം 5 lakh അല്ലെങ്കിൽ 10 times ഓഫ് ദ ഫീ വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 10 times ഓഫ് ദ ഫീ റിസീവ്. എന്നിട്ട് മെമ്പറിനെ ഡീബാറും ചെയ്യും. നിങ്ങൾ ഒരു കമ്പനിയുടെ ഓഡിറ്ററോ ഇൻറ്റേർണൽ ഓഡിറ്ററോ ആകാൻ പാടില്ല, ഒരു രീതിയിലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വാല്യുവേഷൻ സർവീസ് ഫോർ മിനിമം പീരീഡ് ഓഫ് 6 months കൊടുക്കാൻ പാടില്ല, വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 10 years. NFRAക്ക് മുകളിൽ പറയുന്ന ഏത് ആക്ഷൻസ് വേണമെങ്കിലും ഈ പറയുന്ന മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞ റേസ് ചെയ്ത കംപ്ലയിൻറ്റ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി, അല്ലെ പ്രൂവ് ചെയ്യപ്പെട്ടുവെങ്കിൽ NFRAക്ക് JJN കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ റൈറ്റ് എനി 3 functions ആൻഡ് ഡീബാർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്, പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ദീസ് ആർ ദി ഓപ്ഷൻസ് which NFRA might take against the JJN company, chartered accountants, if they are not complying with the auditing standards while conducting the audit. Audit conduct ചെയ്യുന്ന സമയത്ത് auditing standards comply ചെയ്താണ് മുന്നോട്ട് പോയെങ്കിൽ they can either get debarred or a penalty can also be imposed, or both. Clear അല്ലേ? അതൊരു ഇൻഡയറക്റ്റ് പോലെ ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിലും ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓൺലി. Okay. Let us continue with the next one. Sulekna Sukanya and Associates LLP was formed on 1st November 2024 to be engaged in the business of manufacture of affordable range of fashionable accessories. Fashionable accessories nu vendi 3 പേര് ഒരു LLP സ്റ്റാർട്ട് ചെയ്യാണ്. Sulekna, a fashion designer, had appointed Srish, a qualified chartered accountant, to maintain and finalize the accounts on January to December basis, thereby preparing the financial statements for the year 2 months ending on 31st December 2024. Jan to December എന്നുള്ള രീതിയിൽ ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ട് അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യാണ്. തെറ്റാണ്. നിങ്ങൾക്ക് ജാൻ ടു ഡിസംബർ എന്നുള്ള രീതിയിൽ പറ്റില്ല. നിങ്ങളുടെ LLP ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 1st November കുഴപ്പമൊന്നുമില്ല. നിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഈ വർഷം തീരൂല, തൊട്ടടുത്ത വർഷം തീരുള്ളൂ. ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. 1st November 2025 നീ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. 1st November 2024 ഇത് തന്നെ എടുത്തോളൂ. 1st November 2024 ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നീ 31st March 2025 തീരൂല, 31st March 2026 നിൻ്റെ തീരുള്ളൂ. അപ്പോൾ ജാൻ ടു ഡിസംബർ എന്നുള്ള ബേസ് ജസ്റ്റ് 2 മാസത്തേക്ക് വേണ്ടി മാത്രം നിനക്കൊരിക്കലും അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറയാൻ പറ്റൂല. അത് വാലിഡ് അല്ല. Srish differed from the view and advised her for April to March as a financial year, thereby urging upon such account finalization from November 2024 to March 2025 instead. കാരണം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർച്ച് ടു ഏപ്രിൽ ആണ് LLP ഫോളോ ചെയ്യുന്നത്. ഏപ്രിൽ ടു മാർച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. റിമെമ്പർ അവിടെ 1st October ശേഷമാണ്. LLPയുടെ കേസിൽ 1st October ശേഷമാണെങ്കിൽ, അപ്പോൾ ഇത് 1st November വന്നേക്കുന്നത്. 1st October ശേഷമാണെങ്കിൽ ആ വർഷം തീരൂല, തൊട്ടടുത്ത വർഷമേ തീരുള്ളൂ. ഇത് ഞാൻ ക്ലാസ്സിൽ പ്രെഡിക്റ്റ് ചെയ്തൊരു ക്വസ്റ്റനാണ്. Meanwhile, Dilip, a Karta of HUF, in which Sukanya is also a member, has approached LLP and offered to be admitted as a partner. So, Dilip HUF-ൻ്റെ കർത്തയാണ്. കർത്ത is basically the senior most member. പുള്ളിക്കാരനെ പാർട്ട്ണർ ആക്കാൻ വേണ്ടി ചോദിച്ചു വന്നു. കൺസിഡറിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് LLP, വെദർ ദ അഡ്വൈസ് ഓഫ് സുലഗ്ന ഫോർ മീറ്റിംഗ് ദ അക്കൗണ്ട്സ് ഓൺ ജാൻ ടു ഡിസംബർ ബേസിസ് ഹോൾഡ് ഗുഡ് അറ്റ് ദ ലോ. നോ, ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് അറ്റ് ദ ലോ. നിങ്ങൾക്ക് ജാൻ ടു ഡിസംബർ എന്നുള്ള ബേസിൽ അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. തെറ്റാണ്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യുവാണ്. വെദർ ദ ഓഫർ ഗിവൺ ബൈ ദിലീപ് ടു ഇൻഡക്ട് HUF as a partner can be considered. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. an individual can be a partner, a body corporate can be a partner. HUF ഒരു പാർട്ട്ണർ അല്ല. സോ ദിലീപിനെ ഇൻഡക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് ദിലീപ് എ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാഡ് അപ്രോച്ച് യു ടു ബിക്കം എ പാർട്ട്ണർ? ചാരിറ്റബിൾ ട്രസ്റ്റും ഒരു പാർട്ട്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നൈദർ എൻ ഇൻഡിവിജ്വൽ നോർ എ ബോഡി കോർപ്പറേറ്റ്. നോക്കാം. വെരി സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡെഫിനിഷനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 31st day of March എവറി ഇയർ ആണ് കഴിയുന്നത്. 1st day of October ശേഷം വന്നാൽ തൊട്ടടുത്ത വർഷമായിരിക്കും നിൻ്റെ ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നത്. സോ 1st November 2024 എന്ന് പറയുമ്പോൾ 31st March 2025 തീരൂല, 31st March 2026 തീരത്തുള്ളൂ. സോ ജാൻവരി ടു ഡിസംബർ ഉണ്ടാക്കുന്നത് വാലിഡ് അല്ല. ഇറ്റ് ഇസ് നോട്ട് വാലിഡ്.
പിന്നെ HUF-നെ മെമ്പർ ആക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? സെക്ഷൻ 5-നകത്ത് എടുത്തു പറയുന്നുണ്ട് ഇൻഡിവിജ്വലിനോ ബോഡി കോർപ്പറേറ്റിനെ പറ്റുള്ളൂ. MCA ക്ലിയർ ആയിട്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് പറയുകയാണ് HUF-നെ നിങ്ങൾക്ക് ബോഡി കോർപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റൂല. സോ കർത്ത എന്ന് പറയുന്ന പുള്ളിക്കാരനെ മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻസർ വിൽ സ്റ്റിൽ ബി ദ സെയിം. ട്രസ്റ്റിനെയും നമ്മൾ എന്തായിട്ട് കാണൂല? ബോഡി കോർപ്പറേറ്റ് ആയിട്ട് കാണില്ല. ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ബോഡി കോർപ്പറേറ്റ് അല്ല. HUF ഒരു ബോഡി കോർപ്പറേറ്റ് അല്ല. Only an individual or a body corporate. I am repeating the definition again. Body corporate means a company incorporated in India, a company incorporated outside India. LLP incorporated in India, LLP incorporated outside India. ഇവരെ മാത്രമേ നിങ്ങൾ എന്തായിട്ട് കാണാൻ പാടുള്ളൂ? ബോഡി കോർപ്പറേറ്റ് ആയിട്ട് കാണാൻ പാടുള്ളൂ. സോ HUF is not a body corporate, charitable trust is not a body corporate. എളുപ്പമല്ലേ? മറ്റേ ഫിനാൻഷ്യൽ ഇയർ മറക്കരുത്. 1 ഒക്ടോബറിന് ശേഷം ഫോം ചെയ്യുന്ന എല്ലാ LLPയുടെയും ആ വർഷം തീരൂല, തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് തീരുള്ളൂ. ജാൻ ടു ഡിസംബർ എന്നുള്ള ബേസിൽ അക്കൗണ്ട്സ് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ LLPക്ക് പറ്റില്ല. This we predicted. Higher chances of coming എന്നൊക്കെ പറഞ്ഞ് നമ്മൾ predict ചെയ്ത ഏരിയ തന്നെയാണ്. I hope that's clear. Can we go ahead? Okay. அடுத்தது again, it's a direct question. Explain the provision relating to making of rules or bylaws after the previous publication as laid down on the General Clause Act. നിങ്ങൾക്ക് ഒരു ബൈലോയോ ഒരു റൂളോ നിങ്ങൾക്ക് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്? സെക്ഷൻ 23 ആണ് പറയുന്ന ആപ്ലിക്കബിൾ പ്രൊവിഷൻ അണ്ടർ ദ ജനറൽ ക്ലോസ് ആക്ട്. അതോറിറ്റി ഒരു ലോയോ ബൈലോയോ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം എന്ന് ചോദിച്ചാൽ ഏത് രീതിയിലാണോ അതോറിറ്റി ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണോ, ഇൻഡിവിജ്വലി അയക്കണോ, പബ്ലിക് മറ്റേ നോട്ടീസ് പോലെ കൊടുത്ത് അറിയിക്കണോ, എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. പബ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് അതോറിറ്റി പറയുന്ന പ്രകാരമാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്രകാരമാണ്. സോ ഒരു ബൈലോയോ ഒരു റൂളോ ഇറക്കുന്ന സമയത്ത് ഒരു ഡ്രാഫ്റ്റ് ഇറക്കണം. ആ ഡ്രാഫ്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെത്തേഡിൽ വേണം നിങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട്. ഏത് ദിവസം തൊട്ടിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന അതോറിറ്റി അല്ലെങ്കിൽ ഏത് അതോറിറ്റിയാണോ റൂളോ ബൈലോയോ ഉണ്ടാക്കുന്നത് അവർ എന്തെങ്കിലും ഒബ്ജക്ഷനോ സജഷനോ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഇത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഈ റൂളോ ബൈലോയോ ഇഫക്റ്റീവായിട്ട് വരത്തുള്ളൂ. സോ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. ആ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടത് ഏത് അതോറിറ്റിയാണോ റൂളോ ബൈലോയോ ഉണ്ടാക്കുന്നത് അവർ പറയുന്ന പ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെത്തേഡ് വഴിയായിരിക്കണം. ഏത് ദിവസമാണ് ഡ്രാഫ്റ്റ് കൺസിഡർ ചെയ്യുന്നതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിനുശേഷം ഒബ്ജക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവൈറ്റ് ചെയ്യണം, അത് കൺസിഡർ ചെയ്യണം. അതിനുശേഷമായിരിക്കും ഇത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുക. ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ആ റൂൾ അല്ലെങ്കിൽ ബൈലോ വാലിഡായിട്ട് വരിക. ക്ലിയർ അല്ലേ? ഇതാണ് പറഞ്ഞേക്കുന്ന മൊത്തം കഥ. Section 23 of the General Clause Act. ഇതും ഒരു repeated question ആണ് which we had already predicted in the class. There are higher chances for September 25 attempt. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് വൺ. ഡെപ്പോസിറ്റ് ചാപ്റ്റർ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്.
referring to the provisions of acceptance of deposit as laid under the Companies Act, and with the relevant rules, define the term deposit and examine the validity of each of the following. Deposit എന്ന് പറയുന്ന term define ചെയ്യുക, താഴെ പറയുന്ന rules apply, depositsന് rule apply ചെയ്തിട്ട് deposit ആണോ അല്ലയോ എന്ന് classify ചെയ്യുക. SK Textile Limited wants to accept deposits of 1 crore from its members for a tenure which is less than 6 months. 1 കോടിക്ക് വർത്തായിട്ട് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യണം, which is repayable within 6 months. 6 monthsiനുള്ളിൽ റീപേ ചെയ്യുന്ന രീതിയിൽ ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യണം. Number 2, as one of the directors of ATC Technology Private Limited, a startup company requested K, one of his close friends, to lend to the company 50 lakh in a single tranche by way of convertible note, repayable within a period of 6 years from the date of its issue. So ഡെപ്പോസിറ്റിൻ്റെ ഡെഫിനേഷനകത്ത് എന്തെങ്കിലും ഒരു പൈസ നിങ്ങൾ ഇൻ ദ ഫോം ഓഫ് ലോൺ ഒക്കെ കമ്പനി റിസീവ് ചെയ്യുവാണ്, അതിന് ഡെപ്പോസിറ്റ് എന്ന് പറയും. റൂൾ 2(1)(c) പറയുന്നത് എക്സംപ്റ്റഡ് ഡെപ്പോസിറ്റ്സ് ആണ്. അതിനെ നിങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. വിൽ ഗോ ടു ദ ഡെഫിനേഷൻ പാർട്ട്, ജസ്റ്റ് ഗേവ് യു എൻ ഇൻട്രോ. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. SK ടെക്സ്റ്റൈൽസ് ലിമിറ്റഡിന് 1 കോടി രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണം, റീപേബിൾ വിതിൻ 6 months. എടാ നിനക്ക് മിനിമം 6 months മാക്സിമം 36 monthsiനുള്ളിൽ പൈസ തിരിച്ചു കൊടുക്കുന്ന രീതിയിലേ ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഒരു എക്സെപ്ഷൻ പോലെ കൊടുത്തിട്ട് പറയാം, നിനക്ക് ലെസ് ദൻ 6 months വെച്ച് നിനക്ക് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ നോട്ട് ലെസ് ദൻ 3 months, അതായത് മിനിമം 3 months എങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കണം. ആദ്യമേ ആക്ട് പറയുന്നത് 6 monthsന് താഴെയായിട്ട് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത് 36 monthsiനുള്ളിൽ റീപേ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. 6ന് താഴെ ആക്സെപ്റ്റ് ചെയ്തോളൂ, ബട്ട് 3 months താഴെ പോകാൻ പാടില്ല. സോ പേബിൾ ഓൺ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യരുത്. ഷോർട്ട് ടേം ആണെങ്കിൽ മിനിമം 3 months എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ലെസ് ദൻ 6 months ആവുന്ന സമയത്ത് 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഫ്രീ റിസർവ്സ് ഉള്ള രീതിയിൽ മാത്രമേ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുവാണെങ്കിൽ നിനക്ക് 1 കോടി വരെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ മിനിമം 6 months വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 36 months. 36 monthsiൽ എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല. ഡെപ്പോസിറ്റ്സ് റീപേബിൾ ഓൺ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യരുത്. 3 monthsiൽ താഴെ പോകരുത്. 3 months വരെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഫ്രീ റിസർവ്സിനേക്കാളും കൂടാൻ പാടില്ല. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 1 കോടി വെച്ചിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കേസ്, ഡയറക്ടേഴ്സ് സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിയാണ് ഒരു മറ്റേ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള കെ എന്ന് പറയുന്ന ഒരാളുടെ അടുത്തുനിന്ന് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. കൺവേർട്ടബിൾ നോട്ടിലാണ്, സിംഗിൾ ട്രാൻസാക്ഷനിലാണ്, 25 lakhന്റെ മുകളിലായിട്ടാണ് അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. ഡെപ്പോസിറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. 2 Clause 31 of Companies Act, the term deposit includes any receipt of money by way of a deposit or loan or in any other form by a company, but does not include the categories of amount as may be prescribed by RBI. So deposit എന്ന് പറഞ്ഞാൽ കമ്പനി റിസീവ് ചെയ്യുന്ന പൈസ, എനി റെസിപ്റ്റ് ഓഫ് മണി ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ളൊരു പേരിലോ ലോൺ എന്നൊരു പേരിലോ ഓർ ഇൻ എനി അതർ ഫോം ബൈ എ കമ്പനി. പക്ഷെ അതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, RBI എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഒന്നും നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കാണരുത് എന്ന് പറയുന്നതിനെ ഡെപ്പോസിറ്റ് കാറ്റഗറിയിൽ ഇടരുത്. സോ അക്കോർഡിംഗ് ടു റൂൾ 3 എടുത്ത് പറയുകയാണ്, ഒരു കമ്പനി ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യരുത്, ലെസ് ദൻ 6 months എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യരുത്. മാക്സിമം 36 monthsiനുള്ളിൽ നീ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ഷോർട്ട് ടേം റിക്വയർമെൻറ്റിന് വേണ്ടി നിനക്ക് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യാം ഫോർ ലെസ് ദൻ 6 months, പക്ഷേ 3 months ആയിരിക്കണം മിനിമം. ഓക്കെ, അപ്പോൾ ആ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഫ്രീ റിസർവ്സിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല, ആൻഡ് സെക്യൂരിറ്റീസ് പേയ്മെൻറ്റിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. 3 months മിനിമം നിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവരിവിടെ 1 crore എന്ന് പറയുന്നത് ലെസ് ദൻ 6 months ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഈ മോളിൽ പറഞ്ഞേക്കുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാണ്. 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഫ്രീ റിസർവ് സെക്യൂരിറ്റീസ് പേയ്മെൻറ്റിനേക്കാൾ എക്സീഡ് ചെയ്യുന്നില്ല, മിനിമം 3 months ഉണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് 1 crore ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വണ്ണാത്ത അവർ പറഞ്ഞില്ലേ, മറ്റേ സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിയാണെന്നുള്ള സംഭവം. സോ ഒരു സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിക്ക് 25 lakh ഓർ മോർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് വിതിൻ എ പീരീഡ് ഓഫ് 10 years ആണെന്നുണ്ടെങ്കിൽ, സിംഗിൾ ട്രാൻസാക്ഷൻ ഫ്രം എ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കാണണ്ട. ഇവിടെ 50 lakh സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി തന്നെയാണ്, സിംഗിൾ ട്രാൻസാക്ഷനിൽ കൺവേർട്ടബിൾ നോട്ടിൽ 6 yearsനുള്ളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ 50 lakhന് എന്തായിട്ട് കാണേണ്ട ആവശ്യമില്ല, ഡെപ്പോസിറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. സോ ആ കണ്ടീഷൻസ് എല്ലാം ഓർക്കണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഒരു സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി സിംഗിൾ ട്രാൻസാക്ഷൻ സിംഗിൾ പേഴ്സൻ്റെ അടുത്തുനിന്ന് 25 lakh ഓർ മോർ ഓർ കൺവേർട്ടബിൾ നോട്ടിൽ വിതിൻ എ പീരീഡ് ഓഫ് 10 years ആണെന്നുണ്ടെങ്കിൽ പൈസ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും എന്തായിട്ട് കാണേണ്ട ആവശ്യമില്ല, ഡെപ്പോസിറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഓൾ ദീസ് ക്വസ്റ്റൻസ് ആർ ഓൾറെഡി ദെയർ ഇൻ ദ വർക്ക് ബുക്ക്. നമ്മളിതൊക്കെ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? നിങ്ങൾ പിന്നീടാണ് സെഷൻ കാണുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, ഫ്യൂ ക്വസ്റ്റ്യൻസ് മൈറ്റ് ബി വെരി സിമിലർ
or you might find some questions to be little confusing, definitely you can ask. Okay. ഇത് ഞാൻ അടുത്ത ക്വസ്റ്റൻ ആക്ച്വലി ഐ ഹാഡ് ഡിസ്കസ് ദിസ് ഇൻ MTP സീരീസ് ഐ ഗെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഡയറക്റ്റാണ് മക്കളെ, ഡയറക്റ്റ് പ്രതീക്ഷിക്കരുത്, ഇൻഡയറക്റ്റ് പ്രതീക്ഷിക്കുള്ളൂ. ഇൻഡയറക്റ്റാണ് ചോദിച്ചത്. STF Limited, an unlisted company, has shared the following financial data: equity paid up capital, turnover, deposit, loans outstanding, net worth. ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. കമ്പനി ഹാസ് ഇൻവൈറ്റഡ് യുവർ എക്സ്പേർട്ട് അഡ്വൈസ് ഓൺ ദ ഫോളോയിങ് ഇഷ്യൂസ് കൺസിഡറിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. വെരി സിമിലർ ക്വസ്റ്റൻസ് ആർ ഇൻ ദ വർക്ക് ബുക്ക്. Whether it would be mandatory to appoint an internal auditor. Further, in case answer is affirmative, can G, who is a professional but neither a CA nor an employee of the concern, be appointed as an internal auditor? ഈ പറയുന്ന കമ്പനി ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ അൺലിസ്റ്റഡ് കമ്പനിയുടെ കാറ്റഗറിയിൽ പെടുന്നുണ്ടോ, ഇൻറ്റേർണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാറ്റഗറി പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇൻറ്റേർണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് G എന്ന് പറയുന്ന ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അല്ല, കമ്പനിയുടെ എംപ്ലോയിയും അല്ല. അപ്പോയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ ഓർക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞായിരുന്നു. ഒരു ലിസ്റ്റഡ് കമ്പനിക്കാണെങ്കിൽ ലിമിറ്റ് നോക്കരുത്, ഇൻറ്റേർണൽ ഓഡിറ്റർ മാൻഡേറ്ററി ആണ്. അൺലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഡബിൾ ഗെയിം അത് ഓർത്താൽ മതി. 25, 50, 100, 200. 25 എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ് എക്സീഡ് ചെയ്യുന്നു. 25 crore, ഇഫ് യു ആർ എൻ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി, 25 crore ഓർ മോർ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ് എക്സീഡഡ് ആവുന്നു. 50 crore ഓർ മോർ, ഡബിൾ 25ൻ്റെ ഡബിൾ ആണ് 50. സോ നിങ്ങളുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 crore ഓർ മോർ ആയിട്ട് നിങ്ങൾ എക്സീഡ് ചെയ്യുന്നു. 100 എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ്സ് 100 crore എക്സീഡ് ചെയ്യുന്നു. 200 എന്ന് പറയുമ്പോൾ ടേൺ ഓവർ 200 crore മോറിനേക്കാളും എക്സീഡ് ചെയ്യുന്നു ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എക്സീഡ് ചെയ്താൽ, ഏതെങ്കിലും ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ ഓഡിറ്റർ മാൻഡേറ്ററി ആണ്. ഇൻറ്റേർണൽ ഓഡിറ്റർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, എനി പ്രൊഫഷണൽ ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ചെയ്യാം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എംപ്ലോയി ആയാലും കുഴപ്പമില്ല, എംപ്ലോയി ആയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഇവിടെ നമുക്ക് നോക്കാം. ടേൺ ഓവർ താഴെയാണ്, ഇക്വിറ്റി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ താഴെയാണ്, ടേൺ ഓവർ താഴെയാണ്, ഡെപ്പോസിറ്റ്സ് താഴെയാണ്, ലോൺസ് ഔട്ട്സ്റ്റാൻഡിങ് വരാൻ നേരത്ത് ഡെഫിനറ്റ്ലി തൊട്ട് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ആണ് നോക്കേണ്ടത്. 39/2024, 1/2/2025, 31/3/2025. ഇതിനകത്ത് ഇവർ ആഫ്റ്റർ പാർഷ്യൽ പേയ്മെൻറ്റ് എന്നൊക്കെ പറയുന്നു. അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും ഒരു ടൈമിൽ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടോയെന്ന്. അതാ ഈ ഒരു ഭാഗം നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്ന കണ്ടോ. ഇതെല്ലാം IBL ബാങ്കിലാണ്. 39/2024 ലിമിറ്റ് ഇതാണ്. 1/2/2025 ആയപ്പോൾ കുറച്ചൊക്കെ പൈസ അടച്ചു. പിന്നെയും 31/3/2025 ഒക്കെ ബാക്കി അടച്ചിട്ട് ഇപ്പോൾ ഇത്രയുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സീഡ് ചെയ്താൽ നിങ്ങളുടെ 31/3/2025 ലിമിറ്റ് നോക്കാനല്ല പറയുന്നത്. പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ എപ്പോഴെങ്കിലും ലിമിറ്റ് എക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇൻറ്റേർണൽ ഓഡിറ്റർ ആപ്ലിക്കബിളാണ്. ലിമിറ്റ് എക്സീഡ് ആയിട്ടുണ്ടല്ലോ, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. നിൻ്റെ 31/3/2025 പൊസിഷൻ അല്ല നോക്കേണ്ടത്, ഒറ്റ തവണ നിൻ്റെ ലിമിറ്റ് എക്സീഡ് ആയിട്ടുണ്ട്. സോ നിനക്ക് ഇൻറ്റേർണൽ ഓഡിറ്റർ ആപ്ലിക്കബിൾ ആണ്. ഇതാ ഞാൻ പറഞ്ഞ ലിമിറ്റാണ്. ലിസ്റ്റഡ് കമ്പനി, അൺലിസ്റ്റഡ് കമ്പനി, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞ അതേ ലിമിറ്റിൽ ഓർക്കുവാണെങ്കിൽ എളുപ്പമാണ്. 25, 50, 100, 200 ഡബിൾ ഗെയിം അല്ലേ. 25 എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ്, 50 എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, 100 എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓഫ് ബോറോയിങ്സ്, ടേൺ ഓവർ എന്ന് പറയുന്നത് 200. എല്ലാം പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ആണ് നോക്കേണ്ടത്. എവറിത്തിങ് ഈസ് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. എവറിത്തിങ് ഈസ് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. എക്സീഡ് ചെയ്തിട്ടുണ്ടോ? എക്സീഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേസിൽ. സോ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കമ്പൾസറി ആണ്. ഇത് കുട്ടികളെ ഇത് സെയിം ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ട് പിള്ളേർ തിരിച്ചിട്ട് വന്നു. മിസ് 31/3/2025 ലിമിറ്റ് കുറവല്ലേ. ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എപ്പോഴെങ്കിലും ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരും. നിൻ്റെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ നിൻ്റെ ഇതെല്ലാം നോക്കേണ്ടത് എപ്പോഴും എക്സീഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. സോ ഡെഫിനറ്റ്ലി ഫോർ യു ഇൻറ്റേർണൽ ഓഡിറ്റ് ഇസ് ആപ്ലിക്കബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു CA ആവണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ലടാ. ഇതാ മോളി പറഞ്ഞ ക്ലാസ് ഓഫ് കമ്പനീസ് ഇൻറ്റേർണൽ ഓഡിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആകാം, സച്ച് ദ പ്രൊഫഷണൽ. ബോർഡ് പറയുന്ന ആർക്ക് വേണമെങ്കിലും ഇൻറ്റേർണൽ ഓഡിറ്റർ ആകാം. സോ ഇൻറ്റേർണൽ ഓഡിറ്റർ മേ ഓർ മേ നോട്ട് ബി എൻ എംപ്ലോയി ഓഫ് എ കമ്പനി. ജീനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. ഇനിയും ഇതൊരു അഡീഷണൽ ടിപ്പ് പോലെ പറയാം. ഇനി ക്വസ്റ്റ്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ 100, 200 മാത്രം നോക്കിയാൽ മതി. അവിടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ് ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല. എന്ത് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ? പ്രൈവറ്റ് കമ്പനിക്ക് 100 or 200. ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസോ ബോറോയിങ്സും ടേൺ ഓവറിൻ്റെ ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സീഡ് ചെയ്താൽ, ആ വർഷത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സീഡ് ചെയ്താൽ ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?
അത് മാത്രമായിരുന്നു ട്രിക്കി. ബട്ട് എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ, പേര് മാത്രം മാറ്റിയിട്ടുണ്ടാവും. Okay, so the last one again, this was also actually a predicted question. Enumerate the circumstances and the forms of business as mentioned in the Foreign Exchange Management Act in which a person residing outside India or a PROI is absolutely prohibited from making an investment in India. ഒരു PROIക്ക് ചില കാര്യങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതെന്തൊക്കെ കാര്യങ്ങൾ ആണ്? നമ്പർ 1, ആസ് പെർ ദ ഫെമ എ PROI ഇസ് prohibited from making in India. താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂല. In any company or partnership firm or proprietary concern or in any entity, whether incorporated or not, or which is engaged in the following. ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഒരു പ്രൊപ്രൈറ്ററി കൺസേൺ ആയിക്കോട്ടെ, ഓർ എനി എൻറ്റിറ്റി, വെദർ ഇൻകോപ്പറേറ്റഡ് ഓർ നോട്ട്, ഇൻകോപ്പറേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും, ഓർ വിച്ച് ഇസ് എൻഗേജ് ഇൻ ദ ഫോളോയിങ് ബിസിനസ്സസ്. താഴെ പറയുന്ന ബിസിനസ്സാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിനക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റൂല, PROI എന്ന് എടുത്ത് ഫെമ പ്രൊവിഷൻസ് പറയുകയാണ്. ചിറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നിനക്ക് ചിറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇഫ് യു ആർ മേക്കിംഗ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ എ ബാങ്കിങ് ചാനൽ. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ എടുക്കുക, ബാങ്കിങ് ചാനൽ വഴി നിനക്ക് ചിറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നോൺ റിപ്പാട്രിയേഷൻ ബേസിസിൽ, അത് തിരിച്ച് ഇവിടുന്ന് ഫണ്ട് എടുത്തുകൊണ്ട് അങ്ങോട്ട് റിപ്പാട്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂല. സോ ആദ്യം പറയുകയാണ് ചിറ്റ് ഫണ്ട്സിൽ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല. ചിറ്റ് ഫണ്ട്സിൽ നീ ഇൻവെസ്റ്റ് ചെയ്തോ ത്രൂ പ്രോപ്പർ ബാങ്കിങ് ചാനൽസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. പക്ഷേ നോൺ റിപ്പാട്രിയേഷൻ ബേസിസിൽ ഇവിടുന്ന് ഫണ്ട് എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. നിധി കമ്പനിയിൽ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അഗ്രികൾച്ചറൽ പ്ലാന്റേഷൻ ആക്ടിവിറ്റീസിൽ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല. സോ ഒരു PROI ചിറ്റ് ഫണ്ട്സിൽ പറ്റൂല. നൗ ഒരു എക്സെപ്ഷൻ പോലെ എടുത്തിട്ട് പറയാം, ചിറ്റ് ഫണ്ട്സിൽ ചെയ്തോളൂ, ബട്ട് ത്രൂ പ്രോപ്പർ ബാങ്കിങ് ചാനൽസ് വിത്ത് അപ്രൂവൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ എ നോൺ റിപ്പാട്രിയേഷൻ ബേസിസ്. നിധി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, അഗ്രികൾച്ചറൽ പ്ലാന്റേഷൻ ആക്ടിവിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫാം ഹൗസ്, ഇതിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. പക്ഷേ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് അല്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡഡ് അല്ല, ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺഷിപ്പ്, കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രമൈസസ്, REIT, ഇതൊന്നും അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. TDR, അതായത് നമ്മുടെ സ്ഥലം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത്, ലാൻഡ് ഗവൺമെൻറ് അക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തരുന്നൊരു സർട്ടിഫിക്കറ്റാണ് TDR. ഒരു TDR ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഫോറിനേഴ്സ് PROIക്ക് പറ്റൂല. സോ PROIക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ പോയിന്റ് നമ്പർ 6 എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് ഇത്തവണ MCQവിൽ ചോദിക്കാം. ചിറ്റ് ഫണ്ട്സും അവർക്ക് MCQവിൽ ചോദിക്കാം. ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഐ എം ടെല്ലിങ് യു, ഇഫ് ദേ ആക്ച്വലി ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്, ദേ ക്യാൻ ഡെഫിനറ്റ്ലി ഡൂ ദാറ്റ് വെൻ ഇറ്റ് കംസ് ടു MCQ. ഈ പറയുന്ന കാര്യങ്ങളിൽ PROIക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യക്ക് ഫെമ റെഗുലേഷൻസ് പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുകളിൽ വിട്ടിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോസ്പെക്ടസ് 2C or 2B എന്തോ. ഐ സെഡ് ഐ വിൽ ഡു ദാറ്റ് ലാസ്റ്റ്. യാ, ദിസ് വൺ. ഇതും ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ടേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2B വിച്ച് ഇസ് വിത്ത് പ്രോസ്പെക്ടസ്. 2B കേട്ടോ, 2C എന്ന് ഞാൻ പറഞ്ഞ 2B. ഓക്കെ, വിൽ ഗോ അഹെഡ്. ഐ ഹോപ്പ് ഇവിടം വരെ എല്ലാം ക്ലിയർ ആണ്.
Okay, so let us continue. Shraddha Bookmarks Limited, a public limited company, engaged in the publication of books related to labor and industrial laws, is planning to raise 10 crore from the public to fund its upcoming project. Shraddha Bookmarks പബ്ലിക്കിനടുത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യണം, 10 കോടിയാണ് റേസ് ചെയ്യേണ്ടത്. Now, Shraddha Bookmarks Limited has assigned 2 different merchant bankers, namely GFG and Associates and Bull Investments Limited. 2 merchant bankers appoint ചെയ്തിട്ടുണ്ട് to act as intermediaries for 60% of the above fund. 60% ഓഫ് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. And the rest to be directly issued to Mr. Kubar, an investment banker who intends to offer the shares for sale to the public through inviting bids above the floor price at the stock exchange platform. So 60% ഇവർക്ക് കൊടുക്കുക, ഈ 2 മെർച്ചൻറ്റ് ബാങ്കേഴ്സിനോട് പറഞ്ഞു, ശ്രദ്ധ ബുക്ക് മാർക്സിന് കൊടുക്കുക, ബാക്കി മിസ്റ്റർ കുബർ എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കുക. പുള്ളിക്കാരൻ ബിഡ് ഇൻവൈറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം വഴി കൊടുത്തോളും എന്നാണ് പറയുന്നത്. ZFG and Associate is a partnership firm and were allotted equity shares worth 4 crore on 1/4/2024. So Shraddha Bookmarks GFG Associatesന് നല്ല ക്വസ്റ്റൻ ആണ്. ZFG Associates ഒരു പാർട്ട്ണർഷിപ്പ് ഫോമാണ്. 4 കോടി വർത്ത് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്തു. 1/4/2024 ആണ് അലോട്ട് ചെയ്തത്. ടു ബി സോൾഡ് ബൈ ദം ടു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ. ബുൾ ഇൻവെസ്റ്റേഴ്സ് ലിമിറ്റഡ് ഒരു കമ്പനിയാണ്. അവർക്ക് ഇക്വിറ്റി ഷെയർസ് വർത്ത് 2 crore അലോട്ട് ചെയ്തത്. സോ 10 കോടിയിൽ 4 കോടി ZFG അസോസിയേറ്റ്സിന് കൊടുക്കുന്നു, ബാക്കി 2 കോടി ബുൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കൊടുക്കുന്നു. ഓഫർ ഡോക്യുമെൻറ്റ്സ് വെർ ഇഷ്യൂഡ് ബൈ GFG ആൻഡ് ബുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് ഓൺ 10/10/2024 ആൻഡ് 25/9/2024. ഓക്കെ, ഓഫർ ഡോക്യുമെൻറ്റ് അന്നേരമാണ് കൊടുക്കുന്നത്. ഓഫർ ഡോക്യുമെൻറ്റ് ഇൻ കേസ് ഓഫ് ബുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് വാസ് സൈൻഡ് ബൈ ഓൺലി 1 director. സോ ബുള്ളിൻ്റെനകത്ത് ഒരു ഡയറക്ടർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ഒരാളുടെ ഈ ഡേറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1/4/2024, 10/10/2024, പിന്നെ 25/9/2024. ഈ ഡേറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് ദ ഇന്റർമീഡിയറീസ് ഹാവ് പെയ്ഡ് ഓഫ് ദ ഫുൾ കൺസിഡറേഷൻ ടു ശ്രദ്ധ ബുക്ക്മാർക്സ് ലിമിറ്റഡ് ടിൽ ഡേറ്റ് ഓഫർ ടു ദ പബ്ലിക്. 2 ഇന്റർമീഡിയറീസും ഫുൾ കൺസിഡറേഷൻ ശ്രദ്ധ ബുക്ക്മാർക്സിന് കൊടുത്തു. മിസ്റ്റർ കുബർ, ടു ഹൂം 40% ഓഫ് ദ ബാലൻസ് ഷെയർസ് വെർ ഇഷ്യൂഡ്, ഫർദർ ഓഫർ ടു ദ പബ്ലിക് ഷെയർസ് ത്രൂ ആൻ ഓഫർ ഡോക്യുമെൻറ്റ്. കുബറിന് 40% കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു, അത് പബ്ലിക്കിന് ഓഫർ ഡോക്യുമെൻറ്റ് വഴി കൊടുത്തു. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ശ്രദ്ധ ബുക്ക്മാർക്ക് ലിമിറ്റഡ് ഹാവ് ഒപ്പോസ് സച്ച് ഓഫർ ഡോക്യുമെൻറ്റ് ക്ലെയിമിംഗ് ദാറ്റ് ദ സെയിം ഡസ് നോട്ട് കണ്ടെയ്ൻ the name of the person or entity bearing the cost of making such offer of sale. Board of Directors of Shraddha പറഞ്ഞു ഈ ഓഫർ ക്ലിയർ അല്ല, കാരണം ഇതിനകത്ത് ആൾക്കാരുടെ പേര് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല, ആരാണ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് ദ ഓഫർ ഓഫ് സെയിൽ. Now, in view of the provisions of Companies Act, whether the offer for sale made by the intermediaries, namely GFG and Associate and Bull Investment Limited, valid at the law. അവർ കൊടുത്തേക്കുന്ന ആ ഓഫർ ശരിയാണോ, whether the objection made by the Board of Directors about defect in the offer document, correct, ആ ഡിഫക്റ്റ് ഇൻ ദ ഓഫർ ഡോക്യുമെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഡീംഡ് പ്രോസ്പെക്ടസ് സെക്ഷൻ 25 ഇതൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുന്ന സെക്ഷൻ. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 25, ഒരു കമ്പനി അലോട്ട്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ എഗ്രീസ് ടു അലോട്ടാണ് ഒരു സെക്യൂരിറ്റി with a view being offered to the with a view of being offered to the public. അത് പബ്ലിക്കിന് സെയിൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് ആ ഷെയർസ് അലോട്ട് ചെയ്യപ്പെട്ടത്. ആ സമയത്ത് എന്ത് ഡോക്യുമെൻ്റ് കൊടുത്താലും ആ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ടസ്. സോ ഒരു കമ്പനി ഒരു എനി സെക്യൂരിറ്റി അലോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എഗ്രി ചെയ്യുവാണ് അലോട്ട് ചെയ്യാം ഫോർ സെയിൽ ടു ദ പബ്ലിക്. ആ സമയത്ത് ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ ആ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ടസ്. അവരൊരു ഓഫർ ഡോക്യുമെൻറ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, പല ഡേറ്റ് കൊടുത്തിട്ട്. സോ അത് ബേസിക്കലി ഒരു പ്രോസ്പെക്ടസ് ആയിട്ടാണ് കാണുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട്. നോ, അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ്, an allotment or agreement to allotment of securities was made without being with a view to being offered for sale to the public if it is shown that. അതായത് നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഷെയർ ഓഫർ നടത്തി അല്ല അലോട്ട്മെൻറ്റ് നടത്തി 6 മാസത്തിനുള്ളിൽ അത് പബ്ലിക്കിന് കൊടുത്തു, 6 മാസത്തിനുള്ളിൽ പബ്ലിക്കിന് കൊടുത്തു, അല്ലെങ്കിൽ ഹോൾ കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതിനെ ഡീംഡ് അത് പബ്ലിക്കിന് കൊടുത്തതായിട്ട് തന്നെ കാണും. അതായത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ഷെയർസ് അലോട്ട് ചെയ്തു, പല പല ഡേറ്റ് അവർ പറഞ്ഞില്ലേ, 1/10/2024, 10/10/2024. അപ്പം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് ആ മെർച്ചൻറ്റ് ബാങ്കേഴ്സിന് അലോട്ട്മെൻറ്റ് കിട്ടി, 6 മാസത്തിനുള്ളിൽ നിങ്ങളത് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫുൾ കൺസിഡറേഷൻ കിട്ടാതെ തന്നെ നിങ്ങൾ പൈസ കൊടുക്കുകയാണ്. അപ്പം നമ്മളതിനെ പ്രസ്യൂം ചെയ്യും അത് പബ്ലിക് സെയിൽ തന്നെയാണെന്ന് ലോ പ്രസ്യൂം ചെയ്യും. സോ ഇഫ് ആൻ അലോട്ട്മെൻറ്റ് ഇഫ് ഇറ്റ് ഇസ് മെയ്ഡ് ടു എ സർട്ടൻ പേഴ്സൺ ആൻഡ് ബിഫോർ 6 months ഓഫ് ദറ്റ് അലോട്ട്മെൻറ്റ്, ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ 6 months ഓഫ് ദ അലോട്ട്മെൻറ്റ്, അത് ഓൾറെഡി പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫുൾ കൺസിഡറേഷൻ കിട്ടുന്നതിന് മുന്നേ ഓഫർ ചെയ്യുന്നു, അതിനെ നമ്മൾ എന്തായിട്ട് തന്നെ കാണും,
പ്രിസ്യൂംഡ് ആസ് എ പബ്ലിക് ഓഫർ ആയിട്ട് തന്നെ കാണും. സോ മോളത്തെ പ്രൊവിഷൻ പ്രകാരം എങ്ങനെയാണ്, അതുപോലെ ഇങ്ങനത്തെ ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് ഇറ്റ് ഇസ് എ കമ്പനി ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഹാഫ് ഓഫ് ദ പാർട്ട്നേഴ്സ് എങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ കമ്പനി ഫേം ആർക്ക് വേണമെങ്കിലും ഓഫർ. ഇപ്പോൾ ഇൻ്റർമീഡിയറിക്കകത്ത് ഒരാൾ ബുള്ളെന്ന് പറയുന്നത് കമ്പനി, ZFG അവർ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം, അവർ പാർട്ട്ണർഷിപ്പ് ഫേമുമാണ്. സോ കമ്പനിയിലാണെങ്കിൽ 2 ഡയറക്ടേഴ്സ് ഒപ്പിടണം, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 1/2 ഓഫ് ദ പാർട്ട്നേഴ്സ് എങ്കിലും ഒപ്പിടണം. കമ്പനി ആണെങ്കിൽ 2 ഡയറക്ടേഴ്സ് ഒപ്പിടണം, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 1/2 ഓഫ് ദ പാർട്ട്നേഴ്സ് എങ്കിലും ഒപ്പിടണം, ഫേം ആണെന്നുണ്ടെങ്കിൽ. മോളത്തെ ക്വസ്റ്റ്യൻ, മോളത്തെ ആ കേസ് പ്രകാരം GFG ആൻഡ് അസോസിയേറ്റ്സ് ആൻഡ് ബുൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 2 മെർച്ചൻറ്റ് ബാങ്കേഴ്സിന് അലോട്ട് ചെയ്തു. 1/4/2024 ചെയ്തത്. ZFG ആൻഡ് അസോസിയേറ്റ്സ് ഓഫർ ഡോക്യുമെൻ്റ് എല്ലാം കൊടുക്കുന്നത് 10/10/2024 വിച്ച് ഇസ് ബിയോണ്ട് ദ പീരീഡ് ഓഫ് 6 months. 6 monthsന് ബിയോണ്ടാണ് ചെയ്തത് ആഫ്റ്റർ ദ അലോട്ട്മെൻറ്റ്. സോ അതിനെ നമുക്ക് ഡീം ടു ബി പബ്ലിക് ഓഫർ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ബുൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫർ ഡോക്യുമെൻറ്റ് 25/9/2024 കൊടുത്തു, വിച്ച് ഇസ് വിതിൻ 6 months ആഫ്റ്റർ ദ അലോട്ട്മെൻറ്റ്. സോ ഈ ബോത്ത് ഇൻ്റർമീഡിയറീസിന് മൊത്തം കൺസിഡറേഷൻ കിട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ഡയറക്ടർ മാത്രമേ ബുൾ ഇൻവെസ്റ്റ്മെൻറ്റ് കേസിൽ ഒപ്പിട്ടു എന്ന് പറയുന്നു. സോ ഈ പറയുന്ന ഓഫറിനെ നമുക്ക് വാലിഡ് ഓഫറായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല, കാരണം കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻ കംപ്ലൈൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ് സിൻസ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ പീരീഡ് ഓഫ് 6 months, ദെയർഫോർ ഇൻവാലിഡ്. മറ്റേനകത്ത് 2 ഡയറക്ടേഴ്സിനകത്ത് ഒരാൾ മാത്രമേ ഒപ്പിട്ടിട്ടുള്ളൂ. സോ ഓഫർ വാലിഡ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റൂല. നോ, നെയിം ഓഫ് ദ പേഴ്സൺ ഹൂ ഈസ് ബെയറിംഗ് ദ കോസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫർ ഡോക്യുമെൻറ്റിനെ ഡിഫക്റ്റീവായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കണ്ടൻഷൻ ശരിയാണ്, എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിനെ നമുക്ക് എന്തായിട്ട് കാണാം? ഡിഫക്റ്റീവ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ കാണാം. ഇത് എഗെയിൻ ഞാൻ പറയില്ല, വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഐ വുഡ് സേ. ഞാനത് ക്ലാസ്സിൽ കുറേ തവണ പറഞ്ഞാണ്, എക്സാമ്പിളും കഥയും കേസും ഒക്കെ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കുറവാണ്. ദാറ്റ് ഈസ് എ മെയിൻ പ്രോബ്ലം. ഓക്കെ, സോ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു അവർ previous year question paper September 25. This was a very long session compared to all of the previous attempt നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലും, ബിക്കോസ് ദിസ് വാസ് എ വെരി ലെങ്തി അറ്റംപ്റ്റ്. ഭയങ്കര ലെങ്തി അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത്രയും പോട്ടെ, ഈ ഡിസ്ക്രിപ്റ്റീവ് ഇത്ര ലെങ്തി ആക്കി. അപ്പം MCQ ചെറുതാണെങ്കിലും പ്രശ്നമില്ല. സി ദിസ് വാസ് MCQ. പിള്ളേർ ആ അക്കൗണ്ട്സിന് എക്സാം വലിയ കുഴപ്പമില്ലാതെ എഴുതി കഴിഞ്ഞാലോ. ഇപ്പം നിങ്ങൾ നോക്കി ദ നമ്പർ ഓഫ് പേജസ് യു ക്യാൻ സി, 22 പേജിനടുത്തുണ്ടായിരുന്നു. 20 pages, 21, 22 പേജസ് ഉണ്ടായിരുന്നു. ദ MCQ പാർട്ട് വാസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും MCQ സോൾവ് ചെയ്തിട്ട് നേരെ വന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ടൈം ഫിക്സ് ചെയ്തോണം. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയണേ. ഈവൻ ഇഫ് യുവർ MCQ is very long, very lengthy, you're not able to complete it, always remember 20 മിനിറ്റ് 25 മിനിറ്റ് കൂടുതൽ എടുക്കരുത്. റീഡ് ദ ക്വസ്റ്റ്യൻ. ഞാൻ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. സ്റ്റിൽ ഐം ടെല്ലിങ് യു അഗൈൻ ആൻഡ് അഗൈൻ, റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ കഥ വായിക്കാനല്ല ഞാൻ പറയണത്. ഇങ്ങനെ കൊടുത്തിട്ടില്ലേ 13, 14, 15 ഇങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്യുന്നതാണ് നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് പോയി കഥ വായിക്കുക. കാരണം കഥ ഒരു 1.5-2 പേജ് ഉണ്ടെങ്കിൽ ആ കഥയ്ക്കകത്ത് എല്ലാ ഇൻഫർമേഷനും നമുക്ക് വേണ്ട. വി ഓൺലി വോണ്ട് certain answers for certain questions. സോ നമുക്ക് വേണ്ട സാധനം നമുക്കിപ്പോൾ LLP ഇത് വാലിഡ് LLP ആണോ? ചിലപ്പോൾ 2 പാർട്ട്നേഴ്സ്, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽ ആയിരിക്കില്ല. ചിലപ്പോൾ അതിനെ ബേസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് പിക്കപ്പ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടില്ല, ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അത് മാത്രം വായിച്ചാൽ മതിയായിരിക്കും. വേറെ കുറേ കഥ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ, ദെൻ കം ആൻഡ് റീഡ് ദ കേസ് സിനാരിയോ. അലോട്ട് യുവർ ടൈം, നോട്ട് മോർ ദൻ 25 minutes ഫോർ യുവർ MCQ. ദെൻ only കം ആൻഡ് ഡു ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. ഡിസ്ക്രിപ്റ്റീവ് പാർട്ടാണെങ്കിലും ടൈമിനനുസരിച്ച് ചെയ്യുക. എന്തും ആയിക്കോട്ടെ. ഇഫ് ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നോ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ, ഡയറക്ട്ലി യു ക്യാൻ ഗോ ഫോർ ദ പ്രൊവിഷൻ പാർട്ട്. But if it's an indirect question, I'm telling you again, go for provision analysis conclusion. Why? Because each of those provisions and conclusion carry separate marks. Even if your conclusion goes wrong, your provision is correct, you get some marks for it. If it's a 5-mark question, at least 2.5 marks you will get for the provision. അല്ല, പ്രൊവിഷൻ തെറ്റിപ്പോയി, ചിലപ്പോൾ കൺക്ലൂഷൻ എഴുതി വന്നപ്പോൾ കറക്റ്റായിട്ട് വന്നു, പ്രൊവിഷന് മാർക്ക് കട്ട് ചെയ്തു, ബട്ട് യു വിൽ ഗെറ്റ് മാർക്സ് ഫോർ കൺക്ലൂഷൻ. സോ റിമെമ്പർ, ശരിക്കും പ്രൊവിഷൻ തെറ്റിയിട്ട് കൺക്ലൂഷൻ റെഡി ആവുന്നൊരു പരിപാടിയില്ല. പക്ഷേ ചിലപ്പോൾ എഴുതി എന്തെങ്കിലും ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കാം. സോ റിമെമ്പർ, ഷോ ഇറ്റ് സെപ്പറേറ്റ്ലി. ആൻഡ് the last but not the least, if you find the question paper to be again very lengthy, analysis conclusion combine ചെയ്യുക. Provision analysis conclusion combine ചെയ്യുക. That's the best thing you can save a lot of time.
അപ്പോൾ ഒരു മിനിമം ഒരു ആവറേജ് പേപ്പറാണ്, അത്ര ലെങ്തിയിൽ ഒരു മിനിമം രീതിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പേപ്പർ ആണെങ്കിൽ പ്ലീസ് ഡോണ്ട് കമ്പൈൻ അനാലിസിസ് കൺക്ലൂഷൻ, go for 3 different paragraph, provision, analysis, conclusion. Illa, it's a very lengthy paper like September 25 itself. I pray and I believe that they wouldn't repeat the same mistake again. They'll make the question paper to be average only. So go for 3 different paragraph. So I hope the session was helpful. Idine shesham again if you find any particular question, കാരണം സെപ്റ്റംബർ 25 ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ടും മെസ്സേജസും ഒക്കെ വന്നത്. ഈ ക്വസ്റ്റൻ ആൻസർ എന്താ എങ്ങനെ, ആ ക്വസ്റ്റൻ ആൻസർ എന്താ എങ്ങനെ. സോ practically it was very difficult for me to explain each and every question to students. So many students had asked for discussion of suggested answers. So if you're watching it again, വീണ്ടും ഞാൻ പറയാണ്, if you have a doubt you can write it in the comment box. I'll be clarifying that ഏത് question number ആണ്, ഏത് പാട്ടാണ് മനസ്സിലാവാത്തതെന്ന് കമൻറ്റ് ബോക്സിനകത്ത് എഴുതിയാൽ മതി. So prepare well, really well. We'll be meeting again for corporate and other law and strategic management MTP2 discussion next week. Okay, thank you.